ബിഗ് ടോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മറ്റേ സാധനമൊന്നുമില്ല, ഇംഗ്ലീഷിലാരും പറയണില്ലേ. ഈ എപ്പിസോഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ എപ്പിസോഡും മറ്റ് എപ്പിസോഡുകൾ പോലെ തന്നെ എനിക്ക് സിനിമാ മേഖലയിൽ മാത്രമല്ല പിടിപാട്, എനിക്ക് ബിസിനസ് ലോകത്തും വലിയ പിടിപാടുകളുണ്ട്. അടുത്ത് ഞാൻ അധോലോകം ട്രൈ ചെയ്യും. അപ്പൊ നമ്മുടെ ഈ എപ്പിസോഡിൽ ഒരു ഗസ്റ്റ് ഉണ്ട്. എന്റെ ഫ്രണ്ടായ മനോജേട്ടനാണ് ഈ എപ്പിസോഡിൽ നമ്മുടെ മനോജേട്ടന് ഈ പറഞ്ഞ പോലെ കുറെ ബിസിനസ് പരിപാടികളുണ്ട്, ഒരു ടൂറിന്റെ പരിപാടി ഉണ്ട്. അത് മനോജേട്ടൻ തന്നെ പറയായിരിക്കും. മനോജേട്ടന്റെ ഒരു ലേറ്റസ്റ്റ് പരിപാടിയാണ് ഈ സ്ലിപ്പ് മീ എന്ന് പറയണ ഈ ഒരു പ്രൊഡക്റ്റ്. മനോജേട്ടൻ നമ്മുടെ ഫുഡ് ഗ്രേഡ് മനോജേട്ടൻ നമ്മുടെ പോഡ്കാസ്റ്റ് കാണുന്ന ഒരാളാണ്. അപ്പൊ മനോജേട്ടൻ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഈ എപ്പിസോഡിന്റെ സ്പോൺസറും മനോജേട്ടന്റെ കമ്പനിയാണ് സ്ലിപ്പ് മീ. എന്താണ് ജോൺ സ്ലിപ്പ് മീ? മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ലവ് കട്ട്ലേറ്റ് വന്നപ്പോ പോലും ആൾക്കാർ പ്രൊഡക്റ്റ് എടുത്ത് ഇത്രയും ചോദിച്ചില്ല. ലവ് കട്ട്ലേറ്റ് നമ്മുടെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത സമയത്ത് എല്ലാവർക്കും ഒരേ കട്ട്ലേറ്റ് മതിയായിരുന്നു. ഈ സ്ലിപ്പ് മീ നമ്മുടെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തപ്പോ എല്ലാവർക്കും ഇതൊരു 3-4 പാക്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മനോജേട്ടന്റെ അടുത്തേക്ക് നമുക്ക് എല്ലാം മനോജേട്ടൻ പറയൂ. ഇങ്ങനെ ജോണിന്റെ കുറെ കൂട്ടുകാരുടെ കഥകൾ കേൾക്കാറുണ്ട്. പക്ഷെ കൂട്ടത്തില് കുറച്ച് എന്താ പറയാ കാണുന്നവർക്ക് മനോജേട്ടന്റെ കുറച്ച് കഥകൾ എവിടെയെങ്കിലും ഒക്കെ നമ്മളിങ്ങനെ പലതും റെഫർ ചെയ്ത് പോകുമ്പോൾ വന്നിട്ടുണ്ടാവും. മനോജറിനെ ഞാൻ പരിചയപ്പെട്ടിട്ട് 4 കൊല്ലം. ഇതിന്റെ മാർക്കറ്റിംഗ് സമയത്ത് നമ്മുടെ ജോജോക്സ് ചാനലിൽ സർക്കേറ്റിലാണ്ട് പോയിട്ടിരിക്കുന്ന പരിപാടിയാണ്. മനോജേട്ടൻ എന്നെ മെസ്സേജ് ചെയ്തിട്ടുണ്ട്, എനിക്ക് നിങ്ങളുടെ പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ഒരു കാര്യം ഇങ്ങനെ ഒരു സംഭവം സംസാരിക്കാനുണ്ട്. ചേട്ടൻ പറഞ്ഞു, അല്ല ഞാൻ നേരിട്ട് വന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞു. എന്നാൽ ശരി, നമുക്ക് നേരിട്ട് വന്ന് സംസാരിക്കാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ചേട്ടന്റെ അടുത്ത് ഞാൻ വീട്ടിലേക്ക്, ചേട്ടന്റെ സ്ഥലം തൃശ്ശൂരാ, ചേട്ടൻ ആ വഴിക്ക് പോകുമ്പോൾ വീട്ടിൽ വരാന്നുണ്ടായിരുന്നു. ഞാൻ വീട്ടിലുണ്ട് തന്നെ. അപ്പൊ വീട്ടിൽ വന്നപ്പോ ചേട്ടൻ വേണ്ട, നമുക്ക് പുറത്തിരുന്ന് സംസാരിക്കാം. അപ്പൊ ചേട്ടൻ എന്താ പരിപാടി? അപ്പോഴാണ് ചേട്ടൻ ഈ പ്രൊഡക്റ്റ് പറ്റി പറയണത്. എനിക്ക് ചേട്ടൻ എന്റെ അടുത്ത് പറഞ്ഞതാ, നീ ഈ സാധനം നോ പറയുന്നതാണ് എനിക്ക് ഉറപ്പുള്ളത്. അതായത് ഈ സാധനം ഇത് പ്രൊമോട്ട് ചെയ്യുന്ന കാര്യത്തിൽ സമ്മതിക്കാൻ സാധ്യതയില്ല. പക്ഷെ ഞാൻ എന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ട്രൈ ആണ്. നിനക്കിതിലെ ഒരു കോമഡി ലെവലിൽ ഈ സാധനത്തിനെ ആൾക്കാരിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് നോക്കാന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ ആ സമയത്ത് ചേട്ടാ ഒന്ന് നോക്കാം, എനിക്കും ഈ സാധനം എങ്ങനെയാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്, ഇതിനെ വെച്ച് എങ്ങനെയാണ് ഇതിനെ അറൗണ്ട് ഒരു കോമഡി ഒരു ഇതിൽ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന് ചെയ്യേണ്ടതെന്നുള്ളത്. അതായത് ചേട്ടാ ഈ പറയുന്ന വിഷയം ഒരു നോർമലൈസ് ആയി തുടങ്ങുന്നിടത്ത് ചിലപ്പോ എല്ലാവരും ഇത് ചെയ്യാൻ എളുപ്പമായിരിക്കും, ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന പരിപാടി. ഇതൊരു 4 കൊല്ലം മുമ്പ് തീരെ നോർമലൈസ്ഡ് അല്ല. അല്ല, അന്ന് ജോയിൻ ചെയ്യണ കണ്ടന്റിൽ കൂടുതലും ഫാമിലി ക്രൗഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ ഒരുമിച്ചിരുന്ന് കണ്ടിച്ചിരിക്കണ പോലത്തെ കണ്ടന്റുകൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ബാച്ചിലർ ജോക്സ് ഒന്നും സ്റ്റാൻഡപ്പ് കോമഡിയൻസ് ഒന്നും തീരെ ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഫാമിലി ഇതാണ് ജോൺ, ബാക്കിയുള്ളത് അപ്പൊ നമ്മുടെ ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതൊരു പേഴ്സണൽ ലൂബ്രിക്കന്റ് ആണ് പ്രൊഡക്റ്റ്. അപ്പൊ അതായത് ഓരഞ്ഞ് തീ പിടിക്കാതിരിക്കാൻ വേണ്ടിയുള്ളതാണ്. പക്ഷെ ഈ എപ്പിസോഡ് തീ കത്തും. മനോജാറിന്റെ സ്റ്റോറി ഒന്ന് പറയാം. അതായത് എവിടെ നിന്നാണ് തുടങ്ങിയത്, എങ്ങനെയാണ് ഇതിലോട്ട് എത്തിപ്പെട്ടത്, ഫാമിലി ഇതിലാണോ? ഞാൻ ആക്ച്വലി ഒരു 2010 മുതൽ ചെറുവക ബിസിനസ്സുകളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. 2010 വരെ ഞാൻ ബാങ്കുകളിലൊക്കെ ആയിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഈ ഗെയിം സോൺ, മൾട്ടി ഡി തിയേറ്ററുകൾ, അങ്ങനത്തെ സംഭവങ്ങളായിരുന്നു നേരത്തെ. മാൾ റിലേറ്റഡ് ആയിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ്സ് ആയിരുന്നു അന്നേരം സ്റ്റാർട്ട് ചെയ്യേണ്ടായിരുന്നത്. ഒരു 2012-13 സമയത്താണ് ഈ പ്ലാനറ്റേറിയം, മോർട്ടബിൾ പ്ലാനറ്റേറിയം സെഗ്മെൻറ്റിലേക്ക് മൊബൈൽ പ്ലാനറ്റേറിയം സ്കൂളുകളിൽ പോയിട്ട് അവിടെ പ്ലാനറ്റേറിയം സെറ്റ് ചെയ്തിട്ട് അവിടെ ഷോ നടത്തിയിട്ട് അവിടെ ആ കുട്ടികളെല്ലാം എൻ്റർടൈൻ ചെയ്യുക, അവരെ കുറച്ചൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യുക, സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ള കൺസെപ്റ്റുകളാണ്. അതിപ്പോഴും ഉണ്ട്, ആ പരിപാടി കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. അത് എവിടെയൊക്കെയാണ്? അതായത് തൃശ്ശൂർ, അത് കേരളത്തിൽ ഇപ്പോൾ നമുക്ക് 12 പ്ലാനറ്റേറിയംസ് ഉണ്ട്. പിന്നെ ബാംഗ്ലൂർ നമുക്ക് 2 ഉണ്ട്, ചെന്നൈയിൽ 1 ഉണ്ട്, പിന്നെ ഹൈദരാബാദിൽ 1 ഉണ്ട്, ശ്രീനഗർ, മുംബൈ. പിന്നെ അതുകൂടാതെ ഇന്ത്യക്ക് പുറത്താണെങ്കിൽ മിഡിൽ ഈസ്റ്റാണ് മെയിനായിട്ട്, UAE, ബഹ്റൈൻ, സൗദി, കുവൈറ്റ്. മൊബൈൽ പ്ലാനറ്റോറിയം എന്ന് പറയുമ്പോൾ ഇതൊരു പോർട്ടബിൾ ഒരു പ്ലാനറ്റോറിയം ഇൻഫ്ലേറ്റ് ചെയ്യുന്ന ഒരു ടെൻഡാണ് ശരിക്കും. അതൊരു ഒരു ഒരു കോഴിമുട്ടയുടെ പകുതി ഷേപ്പായിട്ട് അത് ഇൻഫ്ലേറ്റ് ആയിട്ട് ഡോം ഷേപ്പിൽ വരും. കുട്ടികൾ അതിനകത്തോട്ട് കയറി 360 ഡിഗ്രി ഇമ്മേഴ്സീവ് 3Dയിൽ സ്പേസ് റിലേറ്റഡുള്ള കണ്ടന്റ്സ് കാണിക്കുകയാണ്. അതായത് ഏജ് അപ്രോപ്രിയേറ്റ് കണ്ടന്റ്സ്, അതാണ് അതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കേരളത്തിൽ 2 ഫിക്സഡ് പ്ലാനറ്ററിയംസ് ഉണ്ട്.
ഒരെണ്ണം ട്രിവാൻഡ്രത്ത് ഉണ്ട്, ഒരെണ്ണം കാലിക്കറ്റ് ഉണ്ട്. പക്ഷെ അവിടെ ചെന്ന് ഇപ്പോൾ 5 വയസ്സുള്ള ഒരു കൊച്ചും 50 വയസ്സുള്ള ആളും ആ പ്ലാനറ്ററിയത്തിൽ കയറി കഴിഞ്ഞാൽ അവർ രണ്ടുപേരും കാണുന്നത് ഒരേ കണ്ടന്റാണ്. ഒന്നില്ലെങ്കിൽ 5 വയസ്സുള്ള കൊച്ചിന് അത് മനസ്സിലാവുണ്ടാവില്ലായിരിക്കും, അല്ലെങ്കിൽ 50 വയസ്സുള്ള ആൾക്ക് അത് റെലവൻ്റ് അല്ലാത്ത ടോപ്പിക്കായിരിക്കും. അപ്പോൾ നമ്മൾ ശരിക്കും സ്കൂളിൽ പോയിട്ട് കാണിക്കുമ്പോൾ LKG കൊച്ചിനെ നമ്മൾ സോളാർ സിസ്റ്റം, റൈംസ്, ആനിമേറ്റഡ് പ്ലാനറ്റ് ഷോസ് ഒക്കെ കാണിക്കാം. ആ കുട്ടികൾക്ക് പ്ലാനറ്റ്സിൻ്റെ പേര് പഠിക്കാം, അല്ലെങ്കിൽ സാറ്റലൈറ്റ്സ് എന്ന് പറഞ്ഞ സംഗതി എന്താണെന്ന് മനസ്സിലാക്കാം, എർത്തിൻ്റെ വലിപ്പം, സണ്ണിൻ്റെ വലിപ്പം, ഇതൊക്കെ വലുതാന്നുള്ള കാര്യം അല്ലാണ്ട് എന്തോരം ഉണ്ടെന്നുള്ളതിനെ പറ്റി കൊച്ചിന് ഇപ്പോഴും ധാരണയൊന്നുമില്ല, നമുക്കുണ്ടായില്ല. അപ്പോൾ ഇതൊക്കെ ഈ പ്ലാനറ്ററിയത്തിനകത്ത് അവർ ഏജ് അപ്രോപ്രിയേറ്റ് കണ്ടന്റ് കാണുമ്പോൾ അവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഇൻഫർമേഷൻ കിട്ടുക ചെയ്യണേ. മാത്രമല്ല ഡിസൈൻ ചെയ്ത പ്രോഡക്റ്റ് ആണോ അതോ ഈ ഡോമൊക്കെ നമ്മുടെ ഡോമൊക്കെ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യുന്നതാണ്. അപ്പം അതിൻ്റെ ലുക്സ് ആയിക്കോട്ടെ, അതിൻ്റെ ഡോർ എൻട്രിയുടെ പൊസിഷൻസ് ആയിക്കോട്ടെ, അതിൻ്റെ എയർവെൻസ് ആയിക്കോട്ടെ, അതിൻ്റെ ബേസിക് ഷേപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യുന്നതാണ്. കസ്റ്റമൈഡ് ഡോംസ് ആണത്. മാത്രമല്ല ഇതിൻ്റെ സ്ക്രീൻ അതെല്ലാം റിങ്കിൾ ഫ്രീ ആവാന്നുള്ളത്. ഇപ്പോൾ പോർട്ടൽ പ്ലാനറ്ററിയംസ് ചെയ്യുന്ന വേറെ ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷേ ഒരു പക്ഷേ അവരുടെ സ്ക്രീനും നമ്മുടെ സ്ക്രീനും തമ്മിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ സ്ക്രീനിൽ ഒരു റിങ്കിൾസ് പോലും ഒരു സമയത്തും കാണാൻ പറ്റില്ല. ഇത് അറ്റ് എ ടൈം അത് വീർപ്പിച്ച് പിന്നെ വീണ്ടും ചുരുക്കി പിന്നെയും വീർപ്പിക്കുന്ന സമയങ്ങളിൽ ഒത്തിരി ചുളിവുകളൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു സെഗ്മെൻറ്റ് അതിൻ്റെ സ്ക്രീൻ എന്ന് പറയുന്നത്. പക്ഷേ അത് നമ്മുടെ പ്ലാനറ്ററിയംസിന് അങ്ങനെ ചുളിവില്ലാത്ത കാരണം കൊണ്ട് തന്നെ ക്ലാരിറ്റി കുറച്ചുകൂടെ നല്ലതാണ്. മാത്രമല്ല ലൈറ്റായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്യും. അപ്പോൾ ആ സ്ട്രെച്ച് ശരിക്കും പറഞ്ഞാൽ പ്രൊജക്ഷനെ കുറച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു ടൈറ്റ് ഫീല് സ്ക്രീനിന് കിട്ടും. പിന്നെ നമ്മുടെ പ്ലാനറ്ററിയത്തിൻ്റെ വേറെ കുറച്ച് പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഡൂമാണ്. അപ്പോൾ അതിനകത്ത് ഫയർ ടെസ്റ്റ് പാസ്സാണ്. അപ്പോൾ അതിൻ്റെ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് കുറച്ച് കൂടുതലാണ്. ഇൻ കേസ് നമ്മുടെ ഒരു ഡൂം എന്ന് പറയുന്ന 6.5 മീറ്ററിൻ്റെ ഡയമീറ്ററുള്ള ഡൂംസാണ് നമുക്ക് ഏറ്റവും കൂടുതലുള്ളത്. ഏകദേശം 25 കാണുമായിരിക്കും. അതിന് ഒരു 40 മുതൽ 55 കുട്ടികൾ വരെ ഫിസിക്കൽ സൈസ്. ഇപ്പോൾ LKG UKG കുട്ടികളൊക്കെ കൂടുതൽ കുട്ടികളകത്ത് കയറുമായിരിക്കും. ഒരു 12ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴേക്കും കുട്ടികളുടെ എണ്ണം ഒരു 10, 35, 40 രീതിയിലേക്കാവും. പക്ഷെ നമ്മുടെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ പോർട്ടബിൾ പ്ലാനറ്ററി ഉണ്ട്. അത് നമ്മളിപ്പോൾ ആക്ച്വലി റെക്കോർഡ് അപ്ലൈ ചെയ്തേക്കുന്നതാണ്. അത് 10 മീറ്റർ അതായത് 33 അടി ഡയാമീറ്ററുള്ള ഡൂമാണ്. അതിനകത്ത് 140 സ്റ്റുഡൻസ് അറ്റ് എ ടൈം കയറാൻ പറ്റും. ഇതെങ്ങനെ ഒരു ഗ്രൗണ്ടിൽ പോയി സെറ്റ് ചെയ്യും? അല്ല, നമ്മൾ അവിടുത്തെ ഓഡിറ്റോറിയത്തിൽ സെറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മുടെ ചോയ്സ് സ്കൂളിൽ ഈ മാസം 30-ാം 31-ാം ഉണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഗ്ലോബൽ സ്കൂളിൽ എല്ലാ കുട്ടികളും നമ്മുടെ ഷോ കണ്ടാണ്. ചിന്മയ, അമൃത അങ്ങനത്തെ സ്കൂളുകളിലെല്ലാം നമ്മുടെ ഷോ ഒരുമാതിരി എല്ലാ വർഷവും നടന്നുകൊണ്ടിരിക്കുന്നത്. മിസ്റ്ററി ഡോംസ്. ശരിക്കും ഇതൊരു അഡൾട്ട് ക്രൗഡിനെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നില്ല പോർട്ടബിൾ. കാര്യം സ്കൂളുകൾ ടു സ്കൂളുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അവിടെ സാധാരണ PTA കുറച്ച് ആൾക്കാർ വന്ന് കാണുന്നല്ലാതെ പ്രായം കൂടിയ ആൾക്കാരെ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് കൂടുതലും അതിന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ സാധാരണ ഈ കാർണിവൽ പോലത്തെ വെക്കേഷൻ സമയങ്ങളിൽ കാർണിവൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ഡൂം റെൻറ്റിന് കൊടുക്കാറുണ്ട്. അവിടെ ചിലപ്പോൾ കുറച്ച് പ്രായമുള്ള ആൾക്കാർ ചിലപ്പോൾ കാണുന്നുണ്ടാവുമായിരിക്കും. എന്നാലും ബേസിക്കലി നമ്മളൊരു 45,000 55,000 സ്റ്റുഡൻസ് ഒരു മാസം കവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് എല്ലാം തന്നെ കുട്ടികൾ തന്നെയാണ്. അഡൽട്ട്സ് എന്നുള്ള രീതിയിൽ അങ്ങനെ ടീച്ചർമാരോ അല്ലെങ്കിൽ PTA ആൾക്കാർ മാത്രമേ വരലുള്ളൂ. അങ്ങനെ അല്ലാതെ സംഭവിക്കാറില്ല. സെയിം കണ്ടന്റിനെയാണോ എപ്പോഴും കാണിക്കുന്നത്? അല്ല, കണ്ടന്റ്സ് നമ്മൾ എല്ലാ വർഷം അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ വർഷം ഇപ്പോൾ പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് സ്പേസിൽ നടക്കുന്നത്, അല്ലെങ്കിൽ സ്പേസുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പുതിയ കണ്ടുപിടുത്തം എന്ന് വെച്ചാൽ അതെല്ലാം നമ്മൾ ഈ വർഷത്തെ പുതിയ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ആഡ് ചെയ്യും. ഇപ്പം നമ്മൾ ഇന്ത്യ, മംഗൾയാൻ, ചന്ദ്രയാൻ എന്നൊക്കെ പറഞ്ഞ് ഓരോ പ്രൊജക്ട്സ് ഓരോ വർഷം ചെയ്യണതും അതിൻ്റെയൊക്കെ കണ്ടന്റ്സ് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ സുനിത വില്യംസ് കഴിഞ്ഞ പ്രാവശ്യം എസ്കേപ്പായിട്ട് തിരിച്ചു വന്ന കാഴ്ചകളൊക്കെ നമ്മൾ അതിൻ്റെ സയന്റിഫിക് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. അപ്പോൾ ഓരോ സമയത്തുണ്ടാവുന്ന അപ്ഡേറ്റഡ് കാര്യങ്ങൾ ഇതിനകത്ത് നമ്മൾ ആ കണ്ടന്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഏജിനനുസരിച്ച് കസ്റ്റമൈസ് ആണ് ഡോം. ഒരു LKG കാരൻ കാണുന്നതായിരിക്കില്ല ഡോം കസ്റ്റമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. കണ്ടന്റ് കസ്റ്റമൈസ്ഡ് ആണ്. കസ്റ്റമൈസ് അല്ല, ഏജ് അപ്രോപ്രിയേറ്റ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് നമ്മൾ ആ ഏജ് ഗ്രൂപ്പിനെ കാണിക്കുന്നുള്ളൂ. അപ്പോൾ LKG കുട്ടികളെ നമുക്ക് ഒരിക്കലും ബ്ലാക്ക് ഹോൾ കാണിച്ച് അവരെ പേടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ ബ്ലാക്ക് ഹോൾ നിൽക്കുമ്പോൾ തന്നെ പേടിക്കും വരും. പക്ഷേ അന്നൊരു 10ാം ക്ലാസ്സിലെ ഒരാളെ സംബന്ധിച്ചോളം അവന് സോളാർ സിസ്റ്റം കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ രീതി. എങ്ങനെയാണ് റവന്യൂ മോഡൽ? അതായത് നമ്മളൊരു സ്കൂളിൽ പോയി ഷോ കാണിക്കുമ്പോൾ സ്കൂളിനൊരു പെർസെൻറ്റേജ് ഉണ്ട്. ഫോർ ഡിപ്പെൻസ് ഒരു 15 to 20% സ്കൂളിനുള്ള കട്ടാണ്. അത് അവർ നമുക്ക് സ്പേസും തരുന്നുണ്ട്, കറണ്ട്, ബാക്കി ബേസിക് ഫെസിലിറ്റീസ് ഒക്കെ തരുന്നുണ്ടല്ലോ. പിന്നെ ബാക്കിയുള്ളതെന്ന് പറഞ്ഞ ഇതിൻ്റെ എക്സ്പെൻസ് പാർട്ടുണ്ട്. മാർക്കറ്റിങ്ങിന് അത്യാവശ്യം സ്പെൻഡ് ചെയ്യേണ്ട ഒരു പരിപാടിയാണ് ഈ ഡൂം എന്ന് പറഞ്ഞ പരിപാടി. കാര്യം സ്കൂളുകളിലേക്ക് കാര്യമായ വിസിറ്റ്സും കാര്യമായ ഫോളോ അപ്സും വരുമ്പോഴാണ് അതിൻ്റെ ഡേറ്റ് കൺഫർമേഷനിലേക്ക് ആവുന്നത്. അതിന്റെ പിന്നാലെ കുറച്ച് നിൽക്കണം. ഒരു 4 അല്ലെങ്കിൽ 5 ഫോളോ വിസിറ്റ് എങ്കിലും ഒരു സ്കൂളിൽ വരുമ്പോഴാണ് ഷോ കൺഫേം ആകുന്നത്. പ്രത്യേകിച്ച് ഇപ്പം ഇന്ത്യക്ക് പുറത്തൊക്കെ ആണെങ്കിൽ കോസ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് ആണ് ഇതിൻ്റെ ഒരു മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു സ്കൂളിൽ എത്താന്ന് പറഞ്ഞ സംഗതി ഒത്തിരി അപ്പോയിൻമെൻറ്റ്സും ഒത്തിരി പരിപാടികളും ഒത്തിരി ഫോൺ കോളുകൾക്ക് ശേഷമാണ് നമ്മളൊരു ഡിസിഷൻ മേക്കറുടെ അടുത്തേക്ക് എത്തണം.
പ്രിലിമിനറി മീറ്റിംഗ്സ് ചിലപ്പോൾ ഒരു വൈസ് പ്രിൻസിപ്പാളായിട്ട് നടക്കണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി സ്കൂൾ ഗ്രൂപ്പിൻ്റെ ഒരു ചെയർമാനൊക്കെ ആയിരിക്കും നമുക്കൊരു കൺഫർമേഷൻ തന്നെ. അപ്പോൾ സമയം പിടിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ മാർക്കറ്റിങ്ങിന് അത്യാവശ്യം കോസ്റ്റ് ഉള്ള ഒരു പരിപാടിയാണ് ഈ ഡൂ. ഇതെങ്ങനെ പിള്ളേരാ ടിക്കറ്റഡാ? ടിക്കറ്റാണ്. സ്കൂളുകാർക്ക് പൈസ കളക്ട് ചെയ്യേണ്ടവ. ഒരു 99% സ്കൂളുകളും പെർ സ്റ്റുഡൻറ് റേറ്റ് ആയിട്ട് ഒരു 100-120 റുപ്പീസ് കളക്ട് ചെയ്യേണ്ടതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ സ്കൂളുകൾ, ചില സ്കൂളുകളിൽ ഓൾറെഡി ആക്ടിവിറ്റിക്ക് ഓൾറെഡി ആനുവൽ ഫീൻ്റെ കൂടെ ചാർജ് ചെയ്യുന്ന സ്കൂളുകൾ ചിലപ്പോൾ പേയ്മെൻറ്റ് കളക്ട് ചെയ്യാണ്ട് ചെയ്യേണ്ടതായിരിക്കും. ഇത് ഗവൺമെൻറ് സ്കൂളുകൾ അങ്ങനെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ കുട്ടികളിൽ നിന്ന് ഫീസ് കളക്ട് ചെയ്യാത്ത ജാതി സ്കൂളുണ്ട്, ഈ ഓർഫൻസ് ഒക്കെ കൂടുതൽ പഠിക്കുന്ന സ്കൂൾ, അവർക്കൊക്കെ നമ്മൾ ഒരു കൺസിഡറേഷൻ ആയിട്ടുള്ള റേറ്റ്സോ അല്ലെങ്കിൽ ചില സമയങ്ങളിൽ ഫ്രീ ആയിട്ടൊക്കെ നമ്മൾ ഷോ ചെയ്യാറുണ്ട്. അപ്പൊ മനോഹരനാണെങ്കിൽ ഈ പ്ലാനറ്റോറിയം അല്ലാതെ വേറെ ബിസിനസ് ഉണ്ടോ? ഈ ബിസിനസിന്റെ എണ്ണം നോക്കുവാണെങ്കിൽ ചിലപ്പോൾ ഒരു 8-10 ബിസിനസ്സുകളാണ് ഉണ്ടാകും. പക്ഷെ അതെല്ലാം ചെറുതോ അല്ലെങ്കിൽ വോളിയൂംസ് കുറവുള്ളതോ, പിന്നെ അത് ഞാൻ കൂടുതൽ ഇൻവോൾവ് അല്ലാത്ത ബിസിനസ്സുകളാണ്. ഫോർ എക്സാമ്പിൾ മനോജന്റെ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മനോജന്റെ അടുത്ത് നമുക്കൊരു 10 മിനിറ്റ് ഇരുന്ന് സംസാരിക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ ഈ പോഡ്കാസ്റ്റിൽ വന്നപ്പോൾ ചേട്ടനോട് പറഞ്ഞു, ചേട്ടന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ചേട്ടൻ ഇവിടെ ചെയ്യണം, ആ ഫോണൊന്ന് ഓഫ് ചെയ്ത് വെക്കണം. ഈ ടൂർ ബിസിനസ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ ആ ഫോൺ ഒരു 5 മിനിറ്റ് അടിച്ചില്ലെങ്കിലാണ് എവിടെയോ എന്തോ പ്രശ്നം ഉണ്ടല്ലോ, എത്ര നേരമായിട്ട് ഫോൺ വരാത്ത ആള് ആ ഫോണിലാണ് ഫുൾ ടൈം. അപ്പൊ ഇത്രയും പരിപാടികൾ ആള് വോളിയം കുറവാന്ന് പറയണ്ടെങ്കിലും ആള് വലിയ കുറെ പരിപാടികൾ ഡീൽ ചെയ്യും. ഈ ടൂർ ബിസിനസ് പരിപാടിയുടെ കാര്യം നമ്മൾ മാനേജറിനെ പറ്റി ടോക്സി സംസാരിച്ചതില് ഈ കൊറോണ ടൈമില് ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിച്ച കാര്യം നമ്മൾ മുമ്പ് സംസാരിച്ചു, അതെനിക്ക് കറക്റ്റ് ഓർമ്മയുണ്ട്. ഞാൻ ഈ ടൂർ പരിപാടി ചെയ്യുന്നതിനകത്ത് ചെറിയൊരു യുണീക്നെസ് ഉള്ളതെന്ന് പറഞ്ഞാൽ, സാധാരണ ഒരു ട്രാവൽ ഏജൻറ്റോ അല്ലെങ്കിൽ ഒരു ടൂർ ഓപ്പറേറ്റർ എപ്പോഴും റിസോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പാക്കേജസ് ആയിരിക്കും അവർ കൂടുതലും ഡിസൈൻ ചെയ്യേണ്ടാവുക. ഫോർ എക്സാമ്പിൾ ഒരു 50 പേരുടെ ഒരു പാക്കേജ് ആണെങ്കിൽ അവരുടെ ഇപ്പോൾ 3 സ്റ്റാറോ 4 സ്റ്റാറോ റിസോർട്ടുകളിലോ അല്ലെങ്കിൽ ഭയങ്കരമായ വ്യൂസും ആംബിയൻസുള്ള ആക്ടിവിറ്റീസുള്ള റിസോർട്ട് അങ്ങനത്തെ സംഭവങ്ങളിലേക്ക് ആയിരിക്കും അവരുടെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. അവരുടെ വോളിയത്തിൻ്റെ ഒരു 80% അങ്ങനത്തെ പ്രോപ്പർട്ടികളായിരിക്കും അവർ ശ്രദ്ധിക്കേണ്ടാവുക. എൻ്റെ ഈ പറഞ്ഞ കസ്റ്റമർ ബേസ് എന്ന് പറയുന്നത് 99.99%ഉം ഹോം സ്റ്റേസ് ആണ്. അതായത് 4, 5, 6 ബെഡ്റൂംസ് ഉള്ള പ്രോപ്പർട്ടികൾ ഫുള്ളായിട്ട് ആ ഗ്രൂപ്പ് അവർക്ക് കിച്ചൺ ഉൾപ്പെടെ അവർക്ക് കുക്കിംഗ് അവരൊരുമിച്ച് വന്ന് കുക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരൊരുമിച്ച് ഒരു കോമൺ ഹോൾ ഏരിയ ഷെയർ ചെയ്യുന്നു. വേറെ ഷെയർഡ് ക്രൗഡ് അവിടെ ഇല്ല, ഇവർ മാത്രമുള്ള പ്രോപ്പർട്ടിയിൽ. അങ്ങനത്തെ ഹോം സ്റ്റേസ് അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് ആ ഫുൾ പ്രോപ്പർട്ടി അവർക്ക് തന്നുള്ള രീതിയിലാണ് എൻ്റെ കസ്റ്റമേഴ്സ് കൂടുതലും തന്നെ. ഈ മാഡ് ഹോൾഡേഴ്സ് ആയിരിക്കും അവർ പക്ഷേ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഹോം സ്റ്റേയുടെ ബുക്കിംഗ് കൂടിയുള്ളത്. എനിക്ക് അങ്ങനെ തോന്നുന്നു. വേറെ ആൾക്കാർ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ സംഗതി മാത്രമായിട്ട് ചെയ്യല്ലേ. ഞാനിപ്പോൾ റിസോർട്ടിൻ്റെയൊക്കെ ബുക്കിങ്സ് എനിക്ക് തോന്നുന്നു എൻ്റെ മൊത്തം ബുക്കിങ്സിൻ്റെ ഒരു 1% പോലും കാണത്തില്ല. പക്ഷേ ഈ ഹോം സ്റ്റേ അങ്ങനത്തെ സംഭവങ്ങളിൽ നമ്മൾ അത്യാവശ്യം നല്ല വോളിയൂംസ് ചെയ്യുന്നുണ്ട്. ഇപ്പം മൂന്നാർ പോലത്തെ ഒരു ലൊക്കേഷനിലാണെങ്കിൽ ഒരു 25 to 55 lakhs ഒക്കെ നമ്മൾ ഈ ഹോം സ്റ്റേ സെഗ്മെൻറ്റിൽ മാത്രം ഒരു മാസം നമുക്ക് ബുക്കിംഗ് ഉണ്ടാവണം. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റ് മാത്രം ഫോക്കസ് ചെയ്തുള്ള രീതിയിൽ നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മളായിരിക്കാം ആ യൂണിക്നെസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ ആരും ആ ഹോം സ്റ്റേ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എനിക്ക് തോന്നുന്നില്ല. മാർക്കറ്റ് ചെയ്യുന്ന എങ്ങനെയാണ് പരിപാടി? ശരിക്കും പറഞ്ഞാൽ ഹോം സ്റ്റേ സെഗ്മെന്റ് മാർക്കറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കുറേ ആപ്സ് ഉണ്ട്. അതിനകത്ത് ഏറ്റവും പ്രോമിനൻ്റ് ആപ്പ് എന്ന് പറഞ്ഞാൽ എയർബിഎൻബി തന്നെയാണ്. എയർബിഎൻബി എന്ന് പറഞ്ഞ സംഗതിയുടെ ഒരു നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ട്. എയർബിഎൻബിയുടെ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഈ മേക്ക് മൈ ട്രിപ്പോ അല്ലെങ്കിൽ വേറെ പല പ്ലാറ്റ്ഫോംസും ഹോം സ്റ്റേ ചെയ്യണ്ടെങ്കിലും അവരാരും അതിനകത്ത് എക്സ്ക്ലൂസീവ് അവരതിനകത്ത് സ്പെഷ്യലൈസ്ഡ് ആൾക്കാരായിട്ട് പറയണില്ല. മേക്ക് മൈ ട്രിപ്പിൻ്റെ ഒക്കെ 99% വോളിയം ഇപ്പോഴും ഹോട്ടൽ സെഗ്മെന്റ്സ് തന്നെയാണ്, ഹോട്ടൽ റൂംസ് തന്നെയാണ്. പക്ഷെ അവർ ഈ ഹോം സ്റ്റേ ചെയ്യേണ്ട അവരെ സംബന്ധിച്ചുള്ള അതൊരു ഒരു സൈഡ് പരിപാടിയാണ്. പക്ഷേ എയർബിഎൻബിക്ക് അതിനകത്ത് എൻ്റെ ഒരു ഏകദേശ ധാരണ എന്ന് പറഞ്ഞാൽ ഒരു 90% മേളിൽ മാർക്കറ്റ് ഷെയർ ഈ ഹോം സ്റ്റേ ബുക്കിംഗ്സ് എയർബിഎൻബിയിലുണ്ട്. പക്ഷെ അതിൻ്റെ അതിൻ്റെ നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഹോം സ്റ്റേ എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ നമ്മളൊരു 10,000 റുപ്പീസിന് ഒരു ഹോം സ്റ്റേ സാധാരണ രീതിയിൽ അവൈലബിൾ ആണെന്ന് വയ്ക്കാം. ആ ഹോം സ്റ്റേ നമ്മൾ എയർബിഎൻബി വഴി ബുക്ക് ചെയ്യുമ്പോൾ എയർബിഎൻബിയുടെ കമ്മീഷൻ ഇടായി വരും. അത് പിന്നെ ഏത് ഓൺലൈൻ പ്ലാറ്റ്ഫോം അതിൻ്റെ കമ്മീഷൻ ഉണ്ട്. അതിൻ്റെ പിന്നാലെ തന്നെ 40 ലക്ഷം വരെ ടേൺ ഓവറുള്ള സംഗതികൾക്ക് ശരിക്കും പറഞ്ഞാൽ GST എന്ന് പറഞ്ഞ സംഗതി ഇല്ല. 20 എൻ്റെ അറിവ് 40 തന്നെ. എനിക്ക് പല സെഗ്മെന്റിൽ പലതായിരിക്കും കേട്ടോ, എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ അറിവ് 40 ലക്ഷം വരെയാണ് നമുക്ക് GST ആവശ്യമില്ല. ഒരു ഹോം സ്റ്റേക്ക് ഒരിക്കലും ആ വോളി ഇല്ല. 40 ലക്ഷം ടേൺ ഓവറുള്ള കേരളത്തിൽ അങ്ങനെ ഒരു ഹോം സ്റ്റേ ഉണ്ടാവും. പക്ഷേ അതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി വരുമ്പോൾ അതിനും GST ആക്കും. അപ്പോൾ ഒരു 10,000 രൂപ ഹോം സ്റ്റേ കോസ്റ്റ് വരുന്നൊരു സാധനം എയർബിഎൻബിയുടെ കമ്മീഷൻ വരുമ്പോൾ 11,500 അല്ലെങ്കിൽ 12,000 രൂപയുടെ അടുത്തായി. GST കൂടെ വരുമ്പോൾ അത് 14,000 രൂപ അല്ലെങ്കിൽ 13,500 റേഞ്ചിലേക്കൊക്കെ. ശരിക്കും പറഞ്ഞാൽ 30-35% പ്രോപ്പർട്ടിയുടെ പ്രൈസിനേലും ഹൈക്കായിട്ടുള്ള ഒരു പ്രൈസിലാണ് ഓൺലൈൻ വരുന്ന വഴിയുമ്പോൾ ഒരു കസ്റ്റമർ പേ ചെയ്യേണ്ടിയായിട്ട് തന്നെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഹോം സ്റ്റേസ് എല്ലാം ഗൂഗിളിലുണ്ട്.
ഇത് ഒരു പ്ലാറ്റ്ഫോം ഓൺലൈനായിട്ട് അവരുടെ റിവ്യൂസോ കാര്യങ്ങളൊക്കെ നോക്കുന്ന രീതിയിൽ ബുദ്ധിയുള്ള ഒരു കസ്റ്റമറിന് വേണമെങ്കിൽ അത് ഗൂഗിളിൽ കുറെ സെർച്ച് ചെയ്ത് അവർക്ക് ഈ പ്രോപ്പർട്ടിൽ എത്താം. ആൾക്കാർക്ക് ഒരു എഫേർട്ട് എടുക്കണ്ട. പിന്നെ ഒരു സേഫ്റ്റി ആസ്പെക്ട് ഉണ്ട്. ആ പ്ലാറ്റ്ഫോമിന് ഒരു പ്ലാറ്റ്ഫോം വഴി ബുക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ പേയ്മെന്റ് ചെയ്ത കാശ് സേഫ് ആണ്. ഒരു എന്തെങ്കിലും ഒരു പ്രോബ്ലം പ്രോപ്പർട്ടിയിൽ ഉണ്ടെങ്കിൽ അവരുടെ പൈസ റീഫണ്ടബിൾ ആണ്. എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു പ്ലാറ്റ്ഫോമിന്റെ സപ്പോർട്ടൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ ആ സപ്പോർട്ടിന് വേണ്ടി അവർ കൊടുക്കേണ്ടതായ പ്രൈസ് എന്ന് പറയുന്നത് 5-10% അല്ല, അതൊരു 30%, 40% പോലത്തെ ഒരു പ്രീമിയം പ്രൈസ് അവർ പേ ചെയ്യേണ്ട സാധ്യത. അപ്പം അതുകൊണ്ട് ഞാൻ പോസിറ്റീവ് രണ്ട് രീതിയിലും പറഞ്ഞത്. അതായത് സേഫ്റ്റി ഉണ്ട്, അതുപോലെ തന്നെ ഈ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ Airbnb പ്രൊവൈഡിന്റെ ഒപ്പം തന്നെ അവർ കൊടുക്കേണ്ടതായ കസ്റ്റമർ എക്സ്ട്രാ പേ ചെയ്യേണ്ടതായ പൈസ എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. നമ്മളെ സംബന്ധിച്ച് സാധാരണക്കാരെ സംബന്ധിച്ചത് അതൊരു ഓവർ പ്രൈസിങ് രീതി. 2-3 ദിവസം ബുക്ക് ചെയ്യുന്ന ഒരു ഹോം സ്റ്റേയിൽ ആ കസ്റ്റമർ ഒരു ട്രാൻസാക്ഷൻ ഫീയോ അല്ലെങ്കിൽ അൺവാണ്ടഡ് GST അങ്ങനെ പറയും. കാര്യം ഓളിയില്ലാത്തൊരു കച്ചവടത്തിലേക്ക് GST അനാവശ്യമായിട്ട് ആഡാക്കപ്പെടുവാണ്. അപ്പോൾ അന്നേരം അവർ കൊടുക്കുന്ന പ്രീമിയംസും ഭയങ്കര കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ മനോജേട്ടൻ ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പൊ ഞാനും നമ്മുടെ പ്രോപ്പർട്ടികൾ ഞാൻ കുറച്ച് പ്രോപ്പർട്ടി ഞാനായിട്ട് തന്നെ ലീസിനെടുത്ത പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുകൂടാണ്ട് നമ്മുടെ പരിചയക്കാരുള്ള ഈ ഹോം സ്റ്റേസ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ഹാറ്റ്സ് ഹോം സ്റ്റേ ആൻഡ് ടൂറിസം സൊസൈറ്റിയിലൊക്കെ നമ്മൾ അത്യാവശ്യം ആൾക്കാരായിട്ട് പരിചയങ്ങളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പ്രോപ്പർട്ടീസ് നമ്മൾ എൻക്വയറി പറഞ്ഞനുസരിച്ച് അത് നമ്മൾ ഇവർക്ക് ഇപ്പോൾ 3 ബെഡ്റൂമിൻ്റെ ഒരു പ്രോപ്പർട്ടി ഇന്ന ലൊക്കേഷൻ അല്ലെങ്കിൽ ഇപ്പോൾ ബൈസൺ വാലി അടുത്ത് അല്ലെങ്കിൽ ആനച്ചാൽ ഏരിയ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് നമ്മുടെ ആ പ്രോപ്പർട്ടി സജസ്റ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടി എക്സ്പ്ലനേഷൻ നമ്മളായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ആ ഹോം സ്റ്റേയുടെ ഓണറിന് ഒരു പക്ഷേ മലയാളം മാത്രമേ അറിയത്തുള്ളൂ. അല്ലെങ്കിൽ സാധാരണക്കാരായി ഹോം സ്റ്റേ നടത്തുന്ന ആൾക്കാർ അവർക്ക് ഒരു ഹിന്ദി അറിയണമെന്നില്ല, തമിഴ് അറിയണമെന്നില്ല, അറബി അറിയണമെന്നില്ല. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഭാഷകളൊക്കെ അറിയുന്ന സ്റ്റാഫുകളാണ് നമ്മൾ ഈ പറഞ്ഞ പ്രോപ്പർട്ടി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നത്. ഒരു അറബി ഈ ഹോം സ്റ്റേ കണ്ട് ഇഷ്ടപ്പെട്ടു, അവർക്ക് ആ പ്രോപ്പർട്ടിനെ പറ്റി അറിയാൻ വേറെ ആളത്ത് വർത്താൻ വേണ്ടി ഒരു കാര്യമില്ല, അറബി അറിയുന്ന ആൾ വേണ്ടേ. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ എല്ലാ ഭാഷകളും സംസാരിക്കാനോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനോ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയ ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുള്ളത്. അത് പ്രോപ്പർട്ടി എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അവർക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞ് ഞാൻ പ്രോപ്പർട്ടി നമ്മൾ അവർക്ക് സെല് ചെയ്യുന്നു. ഓൺലൈൻ പ്രൈസിനേലും ഇപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓൺലൈനിൽ ഒരാൾ ഒരു പ്രോപ്പർട്ടി ബുക്ക് ചെയ്യുമ്പോൾ 10,000 രൂപയുടെ പ്രോപ്പർട്ടി അവർ ബുക്ക് ചെയ്ത് വരുമ്പോൾ 13,000-14,000 വേണ്ടെങ്കിൽ ഇപ്പോൾ അവർ ഡയറക്റ്റായിട്ട് നമ്മളടുത്തൊക്കെ എത്തിപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു മാക്സിമം ഒരു 11,000 രൂപയ്ക്കോ 12,000 രൂപയ്ക്കോ ആ പ്രോപ്പർട്ടി ചിലപ്പോൾ കിട്ടാം. അതല്ലെങ്കിൽ ചിലപ്പോൾ 10,000 രൂപ താഴെയും ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ കൊടുക്കാൻ പറ്റുമായിരിക്കാം. എന്തായാലും ഓൺലൈൻ പ്രൈസിനേലും താഴെയായിരിക്കും. അത് USP ആണ്. കാര്യം ഹോം സ്റ്റേ സെഗ്മെന്റ് നോക്കുമ്പോൾ ഈ ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോകുമ്പോഴാണ് അവർക്ക് കറക്റ്റായിട്ടൊരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. കാര്യം അവർക്ക് ആ പ്രോപ്പർട്ടി A to Z നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് അവർക്കത് മനസ്സിലാക്കിയിട്ട് തന്നെ വരാം. ഹോം സ്റ്റേ പരിപാടി 2016 മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. കോവിഡിന്റെ സമയത്ത് അനീസ് ചെയ്തു 18 വരെ ചെയ്യുന്നുണ്ടായിരുന്നു. ബേസ് ചെയ്തിട്ട് ഓൺലൈൻ പരിപാടി പോലെ ഞാൻ B2B ബേസിൽ ആൾക്കാരെ കണക്ട് ചെയ്യുന്ന പരിപാടിയാണ്. അന്ന് എനിക്ക് നല്ല ആൾക്കാരെ കോൺടാക്ട് കിട്ടാതെ പിന്നെ ആ പ്രളയ സമയത്ത് ശരിക്കും ബിസിനസ് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഇഷ്യൂ വന്നാൽ ഞാൻ ഈ പാർട്ട് ടൈമാ ചെയ്യുന്നത് കേട്ടോ. ജോലി ഉണ്ടായിരുന്നു. ഒരു രസത്തിന് ഇങ്ങനെ സൈഡ് ബിസിനസ് ചെയ്തോണ്ടിരുന്ന. പിന്നെ കോവിഡിന് മുന്നേ ഞാൻ ഫുള്ളി മൈൻഡപ്പ് ചെയ്തത്. പക്ഷെ ഞാൻ കോവിഡിന്റെ സമയത്തല്ലേ ഈ പരിപാടി? കോവിഡിന്റെ സമയത്താണ് എനിക്ക് വോളിയത്തിൽ വന്നത്. അതായത് നമ്മൾ 2017-18 സമയങ്ങളൊക്കെ ചെയ്യണ്ടെങ്കിലും നമ്മുടെ ഒരു മന്ത്ലി വോളിയം നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ 5-10 ലക്ഷം രൂപയുടെ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഞാൻ കോവിഡിന്റെ സമയത്ത് അതായത് 2020-2021 സമയത്തൊക്കെ നമുക്ക് കിട്ടിയൊരു മെച്ചം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നത് ഒത്തിരി ട്രാവൽ ഏജൻസ് വൈൻഡപ്പായി പോയി. കച്ചവടം ഇല്ലാത്ത സാഹചര്യത്തിൽ ഒത്തിരി പേര് വൈൻഡപ്പായി പോയി. അപ്പോൾ ആ സമയങ്ങളിൽ ഈ കോവിഡ് ഭയങ്കര സ്ട്രോങ് ആണല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് ആൾക്കാർക്ക് വീട്ടിലിരുന്നിരുന്ന് വയ്യാണ്ട ഈ വർക്കേഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഡെവലപ്പായി വന്നു. വർക്കേഷനിലും ഒരു റിസോർട്ടിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ഇത് വരുന്നില്ല. വർക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു റിസോർട്ടിൽ പോയി അവിടെ 10-15 ആൾക്കാർ വേറെ അല്ലെങ്കിൽ വേറെ കുറേ റൂംസിൽ ഓക്യുപ്പൻസി വരുമ്പോൾ അവർക്ക് അവരുടേതായ എന്താ പറയുക പ്രൈവസിനും കൂടുതലായിട്ട് എന്താ നമ്മളെന്ന് പറയുന്നത് സോഷ്യൽ ഡിസ്റ്റൻസിങ് അത് സംഭവിക്കാനില്ല. അത് പക്ഷേ ഹോം സ്റ്റേ അവർക്ക് കറക്റ്റ് ഒരു സൊല്യൂഷൻ ആയിരുന്നു. അത് മാത്രമല്ല ഇങ്ങനെ വന്നിറങ്ങുന്ന ആൾക്കാർക്ക് ഒരു 15 ദിവസം ഐസൊലേറ്റ് ചെയ്ത പരിപാടി മാത്രമല്ല അവർ ഈ വർക്കേഷൻ എന്ന് പറഞ്ഞ രീതിയിൽ അവിടെ വരുന്ന സമയങ്ങളിൽ നമുക്ക് കിട്ടിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ബുക്കിങ്ങിൻ്റെ സാധാരണ ഒരു മൂന്നാറിലെ സ്റ്റേ എന്ന് പറഞ്ഞാൽ 2 നൈറ്റ്സ് അല്ലെങ്കിൽ 3 നൈറ്റ്സ് ഇതെന്ന് പറഞ്ഞാൽ നൈറ്റിൻ്റെ കൗണ്ട് 15, 20, 25. അപ്പോൾ ഓരോ ബുക്കിങ്ങിൻ്റെയും വോളിയം നോക്കുമ്പോൾ അത് പെട്ടെന്ന് പെട്ടെന്ന് വോളിയം കൂടി തുടങ്ങി. അപ്പോൾ വർക്കേഷൻ കൺസെപ്റ്റ് നമ്മൾ അന്ന് ചെയ്ത് തുടങ്ങി. അതൊരു പുതിയ കൾച്ചറാണ് ശരിക്കും പറഞ്ഞാൽ. അതിന് മുന്നേ നമ്മളിങ്ങനെ പേര് തന്നെ കേട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഹോം സ്റ്റേ തന്നെ ഫോക്കസ് ചെയ്ത രീതിയിൽ നമ്മുടെ ഡാറ്റാബേസ് അത്രയും സ്ട്രോങ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ അത്രയധികം ഹോം സ്റ്റേകൾ നമ്മുടെ ഡാറ്റാബേസിലുണ്ട്. ആ ചോദിക്കുന്ന ആൾക്കാർക്ക് എത്രണ്ണായാലും നമുക്ക് ആ സമയത്ത് അഡ്വൈസ് ചെയ്യാനുണ്ടായിരുന്നു. ഹോം സ്റ്റേക്കാർക്കും അത് ഭയങ്കര ഒരു ഹെൽപ്പായിരുന്നു. അവരും റവന്യൂവിൻ്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് നെഗറ്റീവ് ചെയ്യുന്ന സമയത്തായിരുന്നു. അപ്പോൾ നമ്മളെ കൊണ്ട് അവർക്കും ആ സമയത്ത് കുറച്ചാൾ സർവൈവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ചേട്ടന്റെ മെയിൻ ബേസ് മൂന്നാറായിരുന്നു. അതെ, ഇപ്പോഴായാലും നമ്മുടെ വോളിയത്തിൻ്റെ ഒരു 90% അതിൽ കൂടുതൽ മൂന്നാർ തന്നെയാണ്.
ബാക്കിയുള്ള സ്ഥലങ്ങളായാലും നമ്മളിപ്പോൾ വയനാട് ഈ പറഞ്ഞ അതിരപ്പള്ളി അതിരപ്പള്ളി കുറച്ച് പ്രോപ്പർട്ടി മൂന്നാറല്ലാതെ ബാക്കിയുള്ള എവിടെയൊക്കെ? വയനാട് കേരളത്തിൽ അത്യാവശ്യം എല്ലാ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലും നമുക്ക് ടൈഡപ്പ് ആയിട്ടുള്ള ഹോം സ്റ്റേസ് ഉണ്ട്. ഔട്ട് സൈഡ് ആണെങ്കിലോ? കേരളത്തിന് പുറത്ത് നമുക്ക് ഊട്ടി മാത്രമേ ഉള്ളൂ. അവിടെ നമ്മൾ കുറച്ച് പ്രോപ്പർട്ടി ലീസിനെടുത്തുണ്ടായിരുന്നു. അതല്ലാണ്ടും കുറച്ച് പ്രോപ്പർട്ടീസ് നമ്മളായിട്ട് ടൈഡപ്പിലാണ്. അപ്പോൾ അതല്ലാത്ത പുറത്തുള്ള പ്രോപ്പർട്ടീസ് നമ്മൾ വേറെ ഇപ്പോൾ ചെയ്യണില്ല. ഇതിനകത്ത് ഒരു പ്രോബ്ലം ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളായിട്ട് അത്രയും ബന്ധത്തിലോ അല്ലെങ്കിൽ അത്രയും കണക്ഷനിൽ പോയാൽ മാത്രമേ ഈ ഹോം സ്റ്റേ നമുക്ക് കറക്റ്റായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ ഒരു റിസോർട്ട് അവരായിട്ട് നമ്മൾ ടൈപ്പ് ഉണ്ട്. അതിനകത്ത് 100-50 റൂംസ് ഉണ്ടെന്ന് വയ്ക്കാം. ഒരു റൂം ബുക്കായി എന്നാൽ അവിടെ പിന്നെ അടുത്ത 49 റൂമുണ്ട്. ഹോം സ്റ്റേ എന്ന് പറഞ്ഞാൽ ഒരു ബുക്കിംഗ് കഴിഞ്ഞാൽ അടുത്ത ബുക്കിങ്ങിന് അത് അവൈലബിൾ അല്ല. ജസ്റ്റ് ആ 1 ബുക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അപ്പം തന്നെ നമ്മുടെ അപ്ഡേറ്റഡ് അല്ലെങ്കിൽ നമ്മളൊരു പക്ഷേ ഓവർ ബുക്കിംഗ് ചെന്ന് അവസാനിക്കും. അപ്പോൾ ആ ഓവർ ബുക്കിംഗ് ചിലപ്പം കസ്റ്റമറിന് നെഗറ്റീവ് ഫീഡ്ബാക്ക് തരാനോ അല്ലെങ്കിൽ അവർക്ക് ഇനി വേറൊരു ഓൾട്ടർനേറ്റ് പ്രോപ്പർട്ടി നമുക്ക് അതേപോലെ തന്നെ ഒപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ നിസ്സാര എളുപ്പമല്ല. ഇത് ഇവിടുന്ന് ഈ പറയുന്ന പേഴ്സണൽ ഹൈജീൻ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പേഴ്സണൽ പ്ലഷർ പ്രൊഡക്റ്റ് അങ്ങനെ ഒരു സംഭവത്തിലേക്ക് വരുന്നത് എപ്പോഴാണ്? 2017-18 സമയങ്ങളിലാണ് ശരിക്കും പറഞ്ഞാൽ പേഴ്സണൽ ലൂബ്രിക്കൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ ഞാനതിനെപ്പറ്റി അവെയർ ആവുന്നത്. ഇങ്ങനെ ഒരു സംഭവം നമുക്ക് ഈ പറഞ്ഞ പോലെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ ഇതിനുള്ള കുറച്ച് പ്രോബ്ലംസ് ഞാൻ അന്ന് എനിക്ക് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഒന്ന് പ്രൈസ് ഭയങ്കര കൂടുതൽ. അതായത് സാധാരണക്കാർക്ക് ആ ഒരു പേഴ്സണൽ ലൂബ്രിക്കൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് 400-500 രൂപ കൊടുത്ത് മേടിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എല്ലാവർക്കും ചിലപ്പോൾ അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പറ്റിക്കോണം നിർബന്ധമില്ല. ഇതിനെപ്പറ്റി അറിയൂ? എനിക്ക് സംശയമുണ്ട്, അറിയാമെന്നുള്ള കാര്യം സംശയമുണ്ട്. ഇതൊരു ആവശ്യമാണെന്നുള്ളത് എന്താണ് ദീപകെ, എന്താണ് ലൂബ്രിക്കന്റിന്റെ ആവശ്യം എന്താണ്? ദീപകിന് കുറെ സംശയങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറയൂ ദീപക് ലൂബ്രിക്കന്റ് യൂസ് ചെയ്തിട്ടുണ്ടോ? ഏത്? ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ജോൺ ജോർജ് ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല, ഉപയോഗിച്ചിട്ടില്ല. ജോൺ ജോർജ് നാച്ചുറൽ ആണ്. ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ദീപക് ഉപയോഗിച്ചിട്ടില്ല. അപ്പം 2-2 നമ്മുടെ 2-2 ഇതിന്റെ. അപ്പം ഇന്ത്യൻ അല്ല കേരള ജനതയിൽ പകുതി ഞാനാണെങ്കിൽ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ മേടിച്ചിട്ടുണ്ട്. അഥവാ ഇനി ആരെങ്കിലും വന്നാൽ പക്ഷെ അവന് ഇതൊക്കെ ഉപയോഗിക്കാനുള്ള സാവകാശം കിട്ടണില്ല. ചെറിയ തോതിൽ റഷ് ചെയ്യുന്ന അല്ല ഞാനാണെങ്കിൽ ഇത് അന്വേഷിച്ച് പോകുമ്പോഴേക്കും അവന്റെ കോൺസെപ്റ്റില് ഇതിന്റെ ആവശ്യം വരാറില്ലല്ലോ. നമ്മള് അത്യാവശ്യം നന്നായിട്ട് ഫോർ പ്ലേ ഒക്കെ കഴിഞ്ഞ് പോകുമ്പോ ഈ ലൂബ്രിക്കന്റ് നാച്ചുറലി ഉണ്ടാവുന്നില്ലേ എന്നുള്ളതാണ് ദീപകിന്റെ കൺസേൺ. അതെ ഞാനാണെങ്കിൽ ചെയ്യുന്നില്ലല്ലോ. പെട്ടെന്ന് ഇനി ഒരു ആവശ്യം വരുവാണെങ്കിൽ ലൂബ്രിക്കന്റ് ഉപയോഗിക്കാം എന്നുള്ള ഒരു കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് വെച്ചാൽ നമ്മള് അല്ല, ഇതില് ഒരു തമാശ എന്താണെന്നറിയോ? ഈ മനോജേട്ടൻ എന്റെ അടുത്ത് ഈ സംഭവം പ്രൊമോട്ട് ചെയ്യുന്ന കാര്യമായിട്ട് തന്നെ അപ്രോച്ച് ചെയ്തില്ല. അന്ന് ഇത് ശേഷമില്ല, അന്ന് ഇത് ബോട്ടില ബ്രാൻഡ് നെയിമും വേറെ. അപ്പൊ ചേട്ടൻ എന്റെ അടുത്തൊക്കെ സംസാരിച്ചു വന്നിട്ട് ചേട്ടൻ പറഞ്ഞു, ഞാൻ നിനക്ക് ഒരു പ്രോഡക്റ്റ് നിനക്ക് തരാം, ഇത് നീ ഒന്ന് യൂസ് ചെയ്ത് നോക്കിട്ട്. ഞാനിത് എവിടെ യൂസ് ചെയ്യാൻ സൈക്കിളിന്റെ ചെങ്ങലയിൽ അടിക്കാനാ. 2020-21 സമയത്താണ് അന്ന് ഞാൻ സൈക്കിളിൽ അടിച്ചായിരുന്നു. ഒരു മറ്റേ സാനിറ്റൈസർ പോലെ സാനിറ്റൈസർ പോലത്തെ സംഭവമായിരുന്നു അന്ന്. അപ്പൊ എനിക്ക് അന്ന് ഇതിനെപ്പറ്റി ഞാനിത് എന്ത് ചെയ്യണം എന്നറിയാണ്ട് ഞാൻ പഠിച്ചത്. ഇതിപ്പോ ആർക്കൊക്കെ കൊടുത്തിട്ട് ഉപയോഗിച്ചോ അതിന് അറൗണ്ട് തന്നെ. അപ്പൊ നമുക്ക് ഈ പ്രോഡക്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പേർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. എന്താന്ന് വെച്ചാൽ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ഇതൊരു സാധാരണക്കാരന് ഈ ഒരു പ്രശ്നത്തിനെ ഫേസ് ചെയ്യുന്നത് വെളിച്ചെണ്ണ അല്ലേ, ആ ഒരു സാധനത്തിലേക്ക് ആയിരിക്കും എല്ലാവരും പോവാ, അടുക്കളേക്ക് കൊടുക്കും. അതെ. അപ്പൊ പപ്പടം കാച്ചണ്ടോണ്ട് പപ്പടം കാച്ചണം, മറ്റേത് കാച്ചണ്ടത് ഇതുകൊണ്ട് കാച്ചണം എന്നാണ് നമ്മളിതിന്റെ ടാഗ്ലൈൻ. അപ്പൊ ചേട്ടൻ ഇതിന്റെ തുപ്പലിന് കുറവൊന്നുമില്ലല്ലോ. ഇതിന്റെ ഒരു ഈ പറഞ്ഞ പോലെ നമുക്ക് ഒന്നും അറിയാത്ത ഒരാളെ ഇതിനെ പറ്റി ഒരു എഡ്യൂക്കേറ്റ് പറയാം. ഇപ്പൊ ഈ ലൂബ്രിക്കൻസ് പറഞ്ഞ സംഗതി ബേസിക്കലി ഇപ്പൊ ഞാൻ ഈ ഇന്ത്യയിലല്ല വേൾഡിൽ എവിടെ ആയാലും 3 ടൈപ്പ് പേഴ്സണൽ ലൂബ്രിക്കൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്.
ഒരെണ്ണം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം ഓയിൽ ബേസ് ലൂബ്രിക്കൻസ് ആണ്. ആ ഓയിൽ ബേസ് ലൂബ്രിക്കൻസ് എന്ന സംഗതി ഇപ്പോൾ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ആയുർവേദിക് ഫോർമുലേഷൻസ് ആയിട്ട് ബന്ധപ്പെട്ട് എല്ലാം റോങ് ക്ലെയിംസും അതുപോലെ ഈ പറഞ്ഞ തെറ്റായ വാഗ്ദാനങ്ങൾ അങ്ങനെ തന്നെ പറയണം. അതായത് സമയം കൂടുതൽ കിട്ടുന്നോ, ശക്തി കൂടുതൽ കിട്ടുന്നോ, അല്ലെങ്കിൽ സ്റ്റാമിന കൂടുതലുണ്ടോ, അങ്ങനെ ക്ലൈമാക്സ് റിലീസ് സ്പ്രേയോ അങ്ങനത്തെ ഡിലേ സ്പ്രേ അത് അല്ലാതെ കൺസെപ്റ്റ് അത് ഇതല്ല. ഓക്കെ, എന്താ സാധനം അപ്പൊ ഈ ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള സംഗതികൾ 100% ഉടായ്പാണ്. അതായത് അതൊരിക്കലും ഒരാൾ മേടിക്കരുത്. ഒന്ന് ഈ പറഞ്ഞ സംഗതിയുടെ നെഗറ്റീവ് സൈഡുകൾ പറഞ്ഞു തരാണെങ്കിൽ ഇന്ന് നമ്മൾ ഈ വിറ്റോക്സ് ഇപ്പൊ ഇന്നത്തെ ദിവസം പറഞ്ഞാൽ തീരൂല, അത്രയും നെഗറ്റീവ് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. ഏറ്റവും പ്രീമിയർ നമുക്ക് ഏറ്റവും അറ്റൻഷൻ വേണ്ട കുറച്ച് കാരണം ആദ്യം തന്നെ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവരും സേഫ് സെക്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് കോണ്ടംസ്. ഈ കോണ്ടം യൂസ് ചെയ്തതിന് ശേഷം അവരെന്ത് ചെയ്യും, ലൂബ്രിക്കന്റിന് വേണ്ടി ഓയിൽ കോണ്ടത്തിന്റെ മുകളിൽ കയറി അപ്ലൈ ചെയ്യും. കോണ്ടത്തിന്റെ മുകളിൽ ലൂബ്രിക്കന്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കോണ്ടത്തിന്റെ സേഫ്റ്റി അതിൽ തീർന്നു. പിന്നെ STD കണ്ടാമിനേഷൻ വരാം, അല്ലെങ്കിൽ അൺവാണ്ടഡ് പ്രഗ്നൻസി സംഭവിക്കാം. കോണ്ടത്തിന് സേഫ്റ്റി ഇല്ല. ഓയിൽ ബേസ്ഡ് ലൂബ്രിക്കന്റ് ഒരു കാരണവശാലും ലാറ്റക്സിൽ യൂസ് ചെയ്യാൻ പാടില്ല. ലാറ്റക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലാറ്റക്സിന്റെ യൂസ് പിന്നെ മീനിങ്ലെസ് ആണ്. സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ചെയ്തൊരു പരിപാടി സേഫേ അല്ലാണ്ടായി കഴിഞ്ഞ്. അടുത്ത ഇതിൻ്റെ മെയിനായിട്ടൊരു ആരോഗ്യ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓയിൽ ബേസ്ഡ് സാധനങ്ങളെല്ലാം നമ്മുടെ മേത്ത കയ്യിൽ എവിടെയെങ്കിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ കഴുകി കളയാൻ വേണ്ടി നമ്മൾ എന്തോരം കഷ്ടപ്പെടണമെന്ന് ജസ്റ്റ് ആലോചിക്കാം. ഇപ്പം നോർമലി ഒരു വെളിച്ചെണ്ണ പോലത്തെ ഒരു സാധനം നമ്മുടെ കയ്യിലായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ല് നമ്മുടെ കയ്യിൽ നിന്ന് പോകണമെങ്കിൽ എത്ര പ്രാവശ്യം സോപ്പിട്ടോ അങ്ങനെ എന്തെങ്കിലും കഴുകിയാൽ പോവുക. നമ്മുടെ പ്രൈവറ്റ് പാർട്സിലെല്ലാം ഈ ഓയിൽ ബേസ്ഡ് സംഗതികൾ തേച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ നമ്മുടെ ഇൻസൈഡും വജൈനയിലൊക്കെ നമുക്ക് ആയി പോകാനുള്ള സാധ്യതകളുണ്ട്. അവിടെയൊക്കെ ആയി കഴിഞ്ഞൊരു സാധനം കഴുകി കളയാന്ന് പറഞ്ഞ സംഗതി ഒന്നും ഓയിൽ ബേസ്ഡ് സാധനങ്ങളുടെ രീതിയിൽ പ്രാക്ടിക്കലി ഇമ്പോസിബിളാണ്. അത് തീർച്ചയായിട്ടും അതിൻ്റെ റെസിഡ്യൂസ് അവിടെ ഉണ്ടാവാം. അത് പിന്നെ ഇൻഫെക്ഷൻസോ ഫംഗൽ സംഗതികൾക്കൊക്കെ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഓയിൽ ബേസ്ഡ് ആയുർവേദിക് ഫോർമുലേഷൻ ജസ്റ്റ് ആ ബോട്ടിലും തുറന്നാൽ മതി, ആ വീട് മൊത്തം ആയുർവേദ ഹോസ്പിറ്റലിലെ മണായി ജസ്റ്റ് തുറന്നാൽ തന്നെ അതാണ് അവസ്ഥ. അത് മാത്രല്ല ഈ സംഗതി ഒരു തുള്ളി അങ്ങനെ നമ്മുടെ ബെഡ്ഷീറ്റിലോ നമ്മുടെ ഡ്രസ്സിലോ ഇവിടെ ആയി കഴിഞ്ഞാൽ പിന്നെ അത് സ്റ്റെയിൻ ആയി. പിന്നെ ജീവിതകാലം മൊത്തം ഒരു തെളിവുള്ള സാധനത്തിലാണ് പിന്നെ നമ്മൾ കിടക്കാൻ പോണത്. അപ്പൊ ഈ ഓയിൽ ബേസ് സാധനങ്ങളുടെ പ്രശ്നങ്ങൾ ഒരു അറ്റത്തുനിന്ന് തൊടിക്കഴിഞ്ഞാൽ അവസാനമില്ല, അത്രയധികം പ്രശ്നങ്ങൾ അതിന്. മാത്രമല്ല നമ്മൾ ഈ ഓയിൽ ബേസ്ഡ് സാധനങ്ങൾ അൾട്ടിമേറ്റ്ലി ഒരു പ്രോപ്പർ ലൂബ്രിക്കേഷൻ തരണമെന്ന് ചോദിച്ചാൽ അൾട്ടിമേറ്റ്ലി ഒരു വാട്ടർ ബേസ്ഡ് പേഴ്സണൽ ലൂബ്രിക്കൻറ്റും ഓയിൽ ബേസ്ഡ് ലൂബ്രിക്കൻറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആനയൊന്നും പോലത്തെ വ്യത്യാസമാണ്. പറയുമ്പോൾ രണ്ട് ലൂബ്രിക്കൻ്റാണെന്ന് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒരു രീതിയിലും കമ്പയറബിൾ അല്ല. വേണമെങ്കിൽ നമുക്കൊരു M80നെയും ഒരു സൂപ്പർ ബൈക്കായിട്ടൊക്കെ വേണമെങ്കിൽ കമ്പയർ ചെയ്ത് നോക്കാം. രണ്ടും ബൈക്കാണ്, അല്ലെങ്കിൽ രണ്ടും 2 ചക്രമുള്ള ഒരു 2 വീലറാണ്. പക്ഷേ രണ്ടും തമ്മിൽ ഒരു രീതിയിലും കമ്പാരിസൺ ഇല്ല. രണ്ട് ആനയൊന്നും പോലെ. പക്ഷേ ലോ പ്രൈസ് ഒത്തിരി റോങ് ക്ലെയിംസ് ഒക്കെ കണ്ട ആൾക്കാർ അതിലേക്ക് പോയി അട്രാക്ടറായി പലതും മേടിച്ച് പോകുന്നുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ പേഴ്സണൽ ലൂബ്രിക്കൻസിനെ ഒത്തിരി ചീത്തപ്പേരുള്ള ഒരു സാധനമാക്കി മാറ്റണേ. ആൾക്കാർ ഈ പേഴ്സണൽ ലൂബ്രിക്കൻറ്റ് കേൾക്കുമ്പോൾ തന്നെ ഇതെന്തോ ഓട് പ്രൊഡക്റ്റാണ് അല്ലെങ്കിൽ ഇതെന്തോ വെടി സാധനമാണെന്നുള്ളൊരു ചിന്തയൊക്കെ വരുന്നത് ഇത് ജെന്യുവൻ ആയിട്ടുള്ള ക്ലെയിംസ് ഉള്ള പ്രോപ്പർ ലൂബ്രിക്കൻസ് ശരിക്കും ആൾക്കാർ ഉപയോഗിക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ആ പറഞ്ഞ സാധനങ്ങളെ പറ്റി അവയർനെസ് ഇല്ലാത്തതുകൊണ്ടാണ്. ഈ ആയുർവേദിക് സാധനങ്ങൾ ഞാൻ വീണ്ടും ആവശ്യപ്പെടാണ്, ദയവേത് ആ സാധനങ്ങൾ ഉപയോഗിക്കരുത്. അത് ഒത്തിരി ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട്. ആ സാധനം ഒരു ലൂബ്രിക്കൻ്റെ അല്ല ബേസിക്കലി. അത് പിന്നെ ഈ അടുത്ത് ഞാൻ ആ കാറ്റഗറി കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഓയിൽ ബേസ്ഡ് ഉണ്ട്, വാട്ടർ ബേസ്ഡ് ഉണ്ട്. വാട്ടർ ബേസ്ഡ് പേഴ്സണൽ ലൂബ്രിക്കൻസ് എല്ലാം ഞാൻ പറയുന്ന ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനികളായിക്കോട്ടെ നമ്മളായിക്കോട്ടെ ഇനി ഏതും ആയിക്കോട്ടെ അതെല്ലാം നമ്മുടെ വാട്ടർ ബേസ്ഡ് ആണ്. നമ്മുടെ മാത്രമല്ല, ഇതാണ് ജെന്യുവൻ ആയിട്ടുള്ള പേഴ്സണൽ ലൂബ്രിക്കൻ എന്ന് പറയുന്നത്. വാട്ടർ ബേസ്ഡ് പേഴ്സണൽ ലൂബ്രിക്കൻസ് ആണ് ജെന്യുവൻ ലൂബ്രിക്കൻസ്. അത് ലാറ്റക്സ് ഫ്രണ്ട്ലി ആണ്, അതെല്ലാം തന്നെ ലാറ്റക്സ് ഫ്രണ്ട്ലി ആണ്. അത് ഒരു കാരണവശാലും നമ്മുടെ ബെഡ്ഷീറ്റിനോ ഡ്രസ്സിനൊന്നും സ്റ്റെയിൻ ചെയ്യത്തില്ല. ലാറ്റക്സ് ഫ്രണ്ട്ലി ആണ്. മാത്രമല്ല എന്താണ് ആണ് തീർച്ചയായിട്ടും അത് ഫ്രണ്ട്ലിയാണ്. ടോയ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിന് ഈ പറഞ്ഞ ലൂബ്രിക്കേഷൻ അത് അൺഅവോയ്ഡബിൾ ഫാക്ടറാണ്. അതില്ലാതെ ഒരിക്കലും അതൊരു പെനിട്രേഷൻ അതിനകത്ത് പോസിബിൾ അല്ലായിരിക്കും. അപ്പോൾ അത് ഈ ടോയ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, LGBT കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, അങ്ങനത്തെ ആൾക്കാരൊക്കെ അല്ലേ അത് അൺഅവോയ്ഡബിൾ ആണ്. അവർക്ക് തീർച്ചയായിട്ടും ലൂബ്രിക്കൻസ് ആവശ്യം തന്നെയാണ്. പക്ഷെ അവർ ഉപയോഗിക്കുന്ന സെഗ്മെന്റ് ഈ ഓയിൽ ബേസ്ഡ് ആയി കഴിഞ്ഞാൽ അതോടൊക്കെ ഒത്തിരി ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കേണ്ടതുള്ളൂ. പിന്നെ ഈ പറഞ്ഞ ഞാൻ ഈ പ്രൊഡക്റ്റ് ഈ സാഷയിൽ ലോഞ്ച് ചെയ്യണതിൻ്റെ അൾട്ടിമേറ്റ് ഇൻറ്റൻഷൻ തന്നെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു പേഴ്സണൽ ലൂബ്രിക്കൻറ്റ് യാതൊരു റോങ് ക്ലെയിംസും ഇല്ലാതെ ആൾക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ്, അതായത് 25 രൂപ പോലത്തെ ഒരു അഫോർഡബിൾ പ്രൈസിൽ ആൾക്കാർ എത്തിപ്പെടാന്നുള്ളതാണ്. അത് 1 ടൈം യൂസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എടുത്തു വയ്ക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ആൾക്കാർക്ക് വരരുത്. അവർക്ക് ആവശ്യം കഴിഞ്ഞാൽ ആ സാധനം അവിടെ നിന്ന് ഡിസ്പോസ് ചെയ്യുക. അതല്ലാതെ അതിനകത്ത് നമ്മൾ സ്റ്റോർ സേഫിലൊന്നും കൊണ്ട് എടുത്തു വെക്കേണ്ട ആവശ്യങ്ങളില്ലല്ലോ. ഇതില് സാക്കറിനുണ്ടെന്ന് കണ്ടു.
ഇതിൽ പഞ്ചസാരയുണ്ട്, നിങ്ങളുടെ ഫേസിൽ ഉപ്പുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ ലൈറ്റ് ആയിട്ടുള്ള സ്വീറ്റ്നെസ് ഉണ്ട് അതിന്. അത് ഇപ്പോൾ ഒരു ഓറലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് ഷുഗർ ഉണ്ട്, പ്രശ്നമുണ്ടോ? അതൊരു ചോദ്യമാണ്. ഷുഗറുള്ളവർക്ക് പ്രശ്നമാണ്? ഇല്ല, ഒരു പ്രശ്നമില്ല. സാക്രിൻ ഈ പറഞ്ഞ ഷുഗർ എന്ന് പറഞ്ഞ സംഗതി ശരിക്കും പറഞ്ഞാൽ മധുരം ഷുഗറിലുണ്ട്, സാക്രിലുണ്ടെന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ ഷുഗർ ഒരിക്കലും ഈ പ്രമേഹമുള്ള ആൾക്കാർക്ക് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ഈ സംഗതി അത് ഉണ്ടാക്കത്തില്ല. കാര്യം അത് രണ്ടിൻ്റെയും മെറ്റബോളിസം എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഓക്കെ. മൂന്നാമത്തെ വാട്ടർ, പിന്നെ അതിൽ ഓയിൽ ബേസ്ഡ്. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ സിലിക്കൺ ബേസ്ഡ് ലൂബ്രിക്കൻസ് ആണ്. ഇപ്പോൾ ഒരു ബാത്ത് ടബ് അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂള് അല്ലെങ്കിൽ ഈ വെള്ളത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇപ്പോൾ പ്ലങ് പൂൾസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്ന സാഹചര്യങ്ങളിൽ വാട്ടർ ബേസ്ഡ് പേഴ്സണൽ ലൂബ്രിക്കൻസ് ഒരുപക്ഷെ അവരെ സഹായിക്കത്തില്ല. അത് അങ്ങനത്തെ സാഹചര്യങ്ങളിലാണ് ഈ സിലിക്കൺ ബേസ്ഡ് ലൂബ്രിക്കൻസ് ആവശ്യപ്പെടുന്നത്. അത് ഇന്ത്യയിലത്തെ ഒരു സിറ്റുവേഷൻ നോക്കുവാണെങ്കിൽ 1% ആൾക്കാർ പോലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ സാഹചര്യം ഉണ്ടാക്കാനാണ് മനോജേട്ടൻ പൂളിന്റെ ബിസിനസ് ഫുൾ പാക്കേജ് ആണ്. പ്ലാനറ്റോറിയം, പൂള്, റൂം എല്ലാം. സത്യം പറഞ്ഞ ഇതിന് ചുറ്റുള്ള ബാക്കിയല്ല. അല്ല, ഇവൻ നേരത്തെ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലേ, ലൂബ്രിക്കന്റ് ശരിക്കും പറഞ്ഞാൽ ഫോർ പ്ലേ ഒരു ഇതാണെങ്കിൽ ഇത് എവിടെയാണ് വേണ്ടി? നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് വെച്ചാൽ നമ്മളൊരു നമുക്ക് ഹാർഡ് ആവുന്ന പോലെയാണ് അല്ലെ, നമുക്ക് ഹാർഡ് ആവുന്ന പോലെയാണ് അല്ല ഞാൻ പറയുന്നത് വെച്ചാൽ നമുക്ക് ഹാർഡ് ആവുന്ന ഒരു, നമുക്ക് മൂടാകുമ്പോഴാണ് ഹാർഡ് ആവുന്നത്. അതേപോലെ പാർട്ട്ണറിന് മൂടാകുമ്പോഴാണ് വെറ്റാവുന്നത്. അപ്പം വെറ്റാവാതെ ആവശ്യത്തിന് ലൂബ്രിക്കൻസ് ആയി എന്നുള്ളൊരു സാഹചര്യത്തിൽ മാത്രമാണ് ഒരു പെയിൻ ഫ്രീ അല്ലെങ്കിൽ ഒരു കംഫർട്ടബിൾ പെനിട്രേറ്റീവ് സെക്സ് പോസിബിൾ ആവണേ. അപ്പൊ ആ ഒരു ആവശ്യത്തിനുള്ള ലൂബ്രിക്കൻസ് ആ ഫോർ പ്ലേയിൽ ജനറേറ്റ് ആവണമെങ്കിൽ ഒരു പക്ഷേ ഈ പറഞ്ഞ പേഴ്സണൽ ലൂബ്രിക്കൻറ്റ് പിന്നെ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യം ചില സമയങ്ങളിൽ വരത്തില്ലായിരിക്കാം. പക്ഷേ അത് എല്ലാ സമയങ്ങളിലും അങ്ങനെ തന്നെ ആവണമെന്നില്ല. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ് 2-3 വർഷമായ ഒരു കപ്പിളാണെങ്കിൽ അവർ ഒരു പരിധിയുടെ അപ്പുറത്ത് ചിലപ്പോൾ ഫോർ പ്ലേക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടാവില്ലായിരിക്കും. അപ്പോഴാണ് അതിലെ കുട്ടികളുണ്ട്, ചിലപ്പോ ഒരു 10-15 മിനിറ്റ് ഉള്ളു, 15 മിനിറ്റ് പ്രൈമിലുള്ള 2 വർഷം. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഒരു ഫാമിലി ലൈഫിൽ നിർബന്ധമായിട്ടും അവർ തമ്മിൽ ഒരു ഹെൽത്തി സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നുള്ളത് നിർബന്ധമായിട്ട് അതിൻ്റെ സ്റ്റെബിലിറ്റിക്കും അതിൻ്റെ ബാക്കിയുള്ള പ്രോബ്ലം സോൾവിനൊക്കെ ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടറാണ്. ചെറിയ പ്രശ്നങ്ങളെല്ലാം വീടുകളിൽ ഉണ്ടാവാത്ത എവിടെ ഉണ്ടാവില്ല. പക്ഷെ ഒരു ഹെൽത്തി സെക്ഷൽ റിലേഷൻഷിപ്പ് നടക്കുന്ന ഒരു കപ്പിൾസിൻ്റെ ഇടയിൽ ആ ചെറിയ പ്രശ്നങ്ങൾ ഒരിക്കലും വലിയ പ്രശ്നങ്ങളായിട്ട് വരെ അല്ലെങ്കിൽ അത് മുകളിലേക്ക് പോകത്തില്ല. അത് പക്ഷേ അവിടെ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഒരു ഹെൽത്തി സെക്ഷൽ പരിപാടികൾ നടക്കുന്നില്ലെങ്കിൽ അവരെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഹൈലൈറ്റും ലൈം ലൈറ്റിലേക്കൊക്കെ വരും. പക്ഷേ അതിൻ്റെ അൾട്ടിമേറ്റ് റീസൺ ഇതാണ്. ഈ കാര്യങ്ങൾ ഭംഗിയല്ല, ഈ കാര്യങ്ങളിൽ അവർ സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു സാഹചര്യങ്ങളാണ്. പക്ഷെ പുറത്തേക്ക് വന്ന റീസൺസും കാര്യങ്ങളൊക്കെ വേറെ പലതായിരിക്കാം. അല്ല ഞാനതിന് നമ്മുടെ ഈ ടാഗ് ലൈൻ ആയിട്ട് ഒരു പോസ്റ്റർ ഒരു സമയത്ത് ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചപ്പോൾ നമുക്ക് കിട്ടിയൊരു പോയിന്റ് ആണ് ഹോം റെമഡി ഫോർ ഡൈവോഴ്സ്. നേരത്തെ കിട്ടിയത് കുറച്ച് രക്ഷിക്കാൻ. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളിപ്പോ എപ്പോഴായാലേ ഒരു ഡൈവോഴ്സിന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു 2 പേര് സെപ്പറേറ്റർ ആവണ ഒരു സാഹചര്യങ്ങൾ വരുമ്പോൾ അതിനകത്ത് അവർ പറയണ കാര്യങ്ങൾ പലതും ചിലപ്പോൾ വേറെ പലതായിരിക്കാം. പക്ഷെ ആ റീസൺസ് ആയിരിക്കത്തില്ലായിരിക്കും, പക്ഷെ ആക്ച്വൽ ആയിട്ട് അവർ തമ്മിലുള്ള റിയൽ റീസൺ. പക്ഷെ ആ റിയൽ റീസൺ പുറത്തേക്ക് വരാണ്ട് ബാക്കിയുള്ള സംഗതികൾക്ക് ഇമ്പോർട്ടൻസ് പറഞ്ഞതിന്റെ റീസൺ ഞാൻ മനസ്സിലാക്കുന്നത് അവർ തമ്മിൽ കറക്റ്റ് ആയിട്ടൊരു റിലേഷൻഷിപ്പ് സെക്ഷൽ രീതിയിൽ ഇല്ലാത്തതാണ്. മനോജേട്ടനെതിരെ കേസ് അല്ലെങ്കിൽ മനോജേട്ടനെ അടിച്ചിരുത്താൻ പോകുന്ന ഡിവോഴ്സ് ലോയേഴ്സ് ആയിരിക്കും. ഇയാള് പറഞ്ഞ ഇയാളുടെ 25 രൂപ ശാശയ വന്ന അന്ന് തൊട്ട് കേസ് വരുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്ന ഈ 25 റുപ്പീസിന് കിട്ടുന്ന പേഴ്സണൽ ലൂബ്രിക്കൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സാധനമാണല്ലോ. അതൊരു പക്ഷേ കേരളത്തിലെ ആൾക്കാർ നല്ല രീതിയിൽ അത് പോപ്പുലറൈസ് ആയ ആൾക്കാർ അത് ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞാൽ
ഈ പറഞ്ഞ പോലെ ഡൈവേഴ്സ് ലോയേഴ്സിനൊക്കെ അത്യാവശ്യം പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. കാര്യം അവർക്ക് ഒത്തിരി കേസുകൾ പറയും. ഇതിപ്പോ ഒന്ന് കല്യാണം കഴിഞ്ഞ സമയമില്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇപ്പൊ അത്യാവശ്യത്തിനൊരു സാധനം നമ്മളൊരു ബാക്ക് വെച്ചിട്ടുള്ള പോലെ. പിന്നെ ടോയ്സ് ഉപയോഗിക്കുന്നത്, എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു സെക്ഷുവൽ സാധനത്തിൽ ടോയ്സ് മിക്കവരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ ടോയ്സ് ഉപയോഗിക്കുമ്പോൾ എന്തിനാണ് നമുക്ക് ലൂബ്രിക്കന്റ് ആക്ച്വലി? ടോയ്സിന് ലൂബ്രിക്കേഷൻ സംഭവിക്കാനില്ലല്ലോ. നീ ഉപയോഗിക്കാൻ വേണ്ടിയല്ല. ടോയ്സിന് അല്ല, നീ നമ്മൾ എന്ത് ടോയ്സ് പെനിട്രേഷനിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ലൂബ്രിക്കേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ അതിനാവശ്യത്തിന് ലൂബ്രിക്കേഷൻ വരുന്നുണ്ടല്ലോ. എവിടെ നീ ഇനീഷ്യലി ഇൻസേർട്ട് ചെയ്യുമ്പോഴേക്കും, അതായത് നീ ഒരു ആക്റ്റീവ് സെക്സിലാണെന്നുണ്ടെങ്കിൽ നിനക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. പക്ഷെ അത് ഒരാൾ മാസ്റ്റർബേറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ സ്റ്റാർട്ടിങ് ചിലപ്പോൾ ഒരു ലൂബ്രിക്കേഷൻ വന്നിട്ടുണ്ടാവും. പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ കുറച്ച് നേരം ഇതിനകത്തൊരു മൾട്ടിപ്പിൾ ഓർഗാസ്മിക് എന്തായാലും റൗണ്ട് 2 അല്ലെങ്കിൽ റൗണ്ട് 3 എന്നൊക്കെ പറയുമ്പോഴേ അല്ല, പേഴ്സണൽ ലൂബ്രിക്കൻസ് ഈ പറഞ്ഞ ടോയ്സ് ഉപയോഗിക്കുന്ന കാര്യത്തിന് മാത്രമല്ല. അപ്പം നമ്മൾ മെൻസ്ട്രൽ കപ്സ് യൂസ് ചെയ്യുന്ന ലേഡീസ് ഒക്കെ ആയാലും അവർക്ക് പേഴ്സണൽ ലൂബ്രിക്കൻസ് ആവശ്യമാണ്. അത് പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യാനായിട്ട് ലൂബ്രിക്കൻസ് ആവശ്യമാണ്. ഇപ്പോൾ അത് സാഷയിൽ അവൈലബിൾ അല്ലാത്ത ആൾക്കാർ പലരും ചിലപ്പോൾ അത് ക്യാരി ചെയ്യേണ്ടാവുമായിരിക്കും, ബോട്ടിൽ എന്തെങ്കിലും വാങ്ങിച്ച് ക്യാരി ഉണ്ടാവുമായിരിക്കും. അതല്ലെങ്കിൽ ഒരു പക്ഷേ വെള്ളം പോലത്തെ എന്തെങ്കിലും സാധനം യൂസ് ചെയ്യേണ്ടാവുമായിരിക്കും. പക്ഷെ അവർക്ക് ശരിക്കും പറഞ്ഞത് പൊസിഷൻ കറക്റ്റായിട്ട് വെക്കാനായിട്ട് ഏറ്റവും നല്ലത് പേഴ്സണൽ ലൂബ്രിക്കൻസ് തന്നെയാണ്. സെക്ഷൽ അല്ലാത്ത പർപ്പസ്. അതെ. ആൻഡ് ഏനൽ സെക്സ് എന്തായാലും ലൂബ്രിക്കന്റ് മസ്റ്റ് ആണ്. നീ എത്ര നീ ഫോർപ്ലേ ചെയ്താലും അവിടെ തുപ്പൽ ശരിക്കും നല്ല ലൂബ്രിക്കന്റ് അല്ല. തുപ്പലൊന്നും ഒരു ലൂബ്രിക്കന്റ് അല്ല. ഒന്ന് ഹെൽത്തി അല്ല, അൺഹെൽത്തി ആണ്. നമ്മുടെ ജെനിറ്റൽസിനേക്കാൾ കൂടുതൽ ജെൻസ് ഒക്കെ ഉള്ളത് നമ്മുടെ വായിലാണ്. എന്തായാലും ഇൻഫെക്ഷൻ സാധ്യത. പിന്നെ ഇത് പെട്ടെന്ന് ഡ്രൈ ആവും. തുപ്പല് പെട്ടെന്ന് ഫോർ എക്സാമ്പിൾ നിന്റെ ചുണ്ട് ഡ്രൈ ആവുമ്പോൾ നീ ചുണ്ട് നാക്ക് വെച്ച് നനച്ചാൽ അത് കൂടുതൽ ഡ്രൈ ആവത്തേ ഉള്ളൂ, അല്ലാതെ അത് വെറ്റായിരിക്കുന്നില്ല. നമുക്ക് അപ്പൊ തോന്നുന്നത് വെറ്റായി, പക്ഷെ ഇത് വീണ്ടും ഡ്രൈ ആവും. തുപ്പല് നല്ലൊരു ലൂബ്രിക്കന്റ് അല്ല. പിന്നെ വേറെ ഏതൊക്കെ കാറ്റഗറിയാണുള്ളത്? ഒന്ന് LGBTQ, അതായത് ലെസ്ബിയൻ, അതായത് നോൺ ഹെട്രോ, ബാക്കിയുള്ള LGBT കമ്മ്യൂണിറ്റിക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ ലൂബ്രിക്കൻസ് ഒരു കമ്പൽസറി സംഭവമാണ്. പിന്നെ ഈ ഏജ്ഡ് ആയിട്ടുള്ള കപ്പിൾസ്, അതല്ലെങ്കിൽ ടോയ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർ, അതല്ലെങ്കിൽ ഈ പറഞ്ഞ ഫോർ പ്ലേ ചെയ്താലും ആഡിക്വേറ്റ് ആയിട്ടുള്ള ലൂബ്രിക്കേഷൻ പ്രശ്നമുള്ള ആൾക്കാർ. അതല്ലാതെ ഈ പറഞ്ഞ പോലെ നോർമലായിട്ട് ലൂബ്രിക്കൻസ് ജനറേറ്റ് ചെയ്യുന്ന ആൾക്കാരിലും ഒരു പക്ഷേ ഈ സംഗതി യൂസ് ചെയ്യണമെങ്കിൽ അവർക്ക് ഡിഫറൻസ് ഫീൽ ചെയ്യുമായിരിക്കും ഞാൻ പ്രതീക്ഷിക്കണം. എനിക്കറിയില്ല. അങ്ങനെ ഒത്തിരി ആൾക്കാരുടെ ഫീഡ്ബാക്സും കാര്യങ്ങളെല്ലാം കിട്ടിയേക്കുന്ന രീതി അനുസരിച്ച് അവരെല്ലാം ഒത്തിരി ഫാന്റസി കഥകളും ഒത്തിരി ഫാന്റസി എക്സ്പീരിയൻസുകളൊക്കെ പറഞ്ഞേക്കണേ. പക്ഷെ അതൊരു 1-to-1 ആൾക്കാർ ഡിഫറെന്റ് ആയിരിക്കും. വേണ്ടി ഷെയർ ചെയ്യാമോ മനോജേട്ടാ? സ്റ്റഡി പർപ്പസിന് വേണ്ടിയാണ്. ഓക്കെ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ നാട്ടിലെന്തായാലും സെക്ഷൽ അവയർനെസ്സിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഞാൻ ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ബോധ്യപ്പെട്ടേക്കണ 1-2 പോയിന്റ്സ് ഞാൻ പറയാം. ഇപ്പം നമ്മുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു പയ്യനുണ്ട്, ഇപ്പോഴും അവൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ അവൻ ഒരു 9ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ അവൻ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് എൻ്റെ അടുത്ത് പറഞ്ഞൊരു പക്ഷേ അതൊരു നമ്മളെ സംബന്ധിച്ച് ഒരു ഐ ഓപ്പണർ ആവാൻ ചാൻസ് ഉണ്ട്. അതായത് അവൻ ആദ്യമായിട്ട് ഒരു നേക്കഡായിട്ടുള്ളൊരു പടം അവൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു ബുക്കിൽ ഇവനെ കാണിക്കുവാണ്. അപ്പോൾ കാണിക്കുന്ന സമയത്ത് ഇവൻ ഇവരെന്തിട്ട് കാണിച്ചുകൊണ്ടിരിക്കണേ എന്നുള്ളൊരു ചിന്ത അവൻ ആ പടം കണ്ടപ്പോൾ തന്നെ ഇമ്മീഡിയറ്റ്ലി ആയിട്ട് ഉണ്ടായി. അപ്പോൾ ഇവൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിന്റെ അപ്പൻ ഇങ്ങനെയാണ് നിന്റെ ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞു. എൻ്റെ അപ്പൻ എന്നെയോ ഇങ്ങനെയാണ് ഉണ്ടാക്കിയത്, ഞാൻ വിശ്വസിക്കത്തില്ല. അല്ല, അപ്പോൾ അതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ വേറെ രീതിയിലേക്കാണ് പോകണം. അപ്പോൾ ഈ ഇങ്ങനെ ഒരു സാഹചര്യം കണ്ടു കഴിഞ്ഞാൽ ഇവൻ്റെ അപ്പനെ കുറ്റം പറഞ്ഞു ഇവൻ അവനെ തല്ലി. അതായത് എൻ്റെ അപ്പനെ നീ മോശം പറഞ്ഞ അങ്ങനെയൊക്കെ പറഞ്ഞ തല്ലി ഉടനെ ടീച്ചർമാരും കുട്ടികളെല്ലാം നമുക്ക് ഭയങ്കര അവൻ്റെ അപ്പനെ പറ്റി അവൻ പറഞ്ഞ ഒട്ടും സഹിച്ചില്ല. അപ്പോൾ ഭയങ്കരമായിട്ട് തല്ലി പരിപാടിയൊക്കെ ആയി. എന്നിട്ട് PTA ആൾക്കാർ ഇൻവോൾവ് ആയി. അത് ഈ കൊച്ചിൻ്റെ അപ്പനും തല്ലി കിട്ടിയ കൊച്ചിൻ്റെ അപ്പൻ PTയിലുള്ള ആളായിരുന്നു. അപ്പോൾ അവർ PTA-കാരെല്ലാം വന്ന് ഇവനെ മറ്റേ ടീച്ചേഴ്സ് വന്നിട്ട് തല്ല് അത്രയും സീരിയസ്, കൊച്ചിന് നല്ലോണം പറ്റി, മറ്റേ തല്ല് കിട്ടിയ പയ്യന് നല്ലോണം പറ്റി. അത് കഴിഞ്ഞ് ഇവനെ എന്ത് റീസൺ കൊണ്ടാണ് തല്ലിയെന്ന് പറയുമ്പോൾ ഇവൻ എൻ്റെ അപ്പനെ മോശം പറഞ്ഞെന്ന് മാത്രമേ പറയാനുള്ളൂ. ഇതാണ് പറഞ്ഞെന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് അവർ പറയുന്നില്ല. അവസാനം നമ്മുടെ കൂടെ വർക്ക് ചെയ്ത പയ്യനെ വീട്ടിൽ കൊണ്ടുപോയപ്പോൾ അപ്പനെ അവൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്നെ പറ്റി എന്തിട്ടാ നിൻ്റെ കൂട്ടുകാരൻ പറഞ്ഞ് ഇത്ര തല്ലാനായിട്ട് നീ ഇത്ര, അവനെപ്പോഴും കരഞ്ഞിട്ടായിരിക്കണം, ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ എൻ്റെ അപ്പനെ പറ്റി മോശം പറഞ്ഞിട്ട് അപ്പം തുണിയില്ലാണ്ട് അതൊന്നും ചെയ്തിട്ടാണ് എന്നെ ഉണ്ടാക്കിയത്. ഞാനത് കേട്ടാൽ ഇങ്ങനെ സഹിച്ചിരിക്കും. എൻ്റെ അപ്പൻ അങ്ങനത്തെ ആൾക്കാരെല്ലാം ഞാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ റിയലായിട്ട് അത്രയും വെജിറ്റേഷൻ പറഞ്ഞപ്പോൾ ഇവൻ ഇതിനെപ്പറ്റി യാതൊരു ധാരണയില്ലാത്തൊരു
പ്രായമാണ്, 9ാം ക്ലാസ് എന്ന് പറയുന്ന പ്രായത്തിൽ അവൻ അങ്ങനെ ചെയ്ത്. അപ്പോൾ ഇവന് ഈ പറഞ്ഞ കാര്യത്തിനെ പറ്റി യാതൊരു ധാരണയില്ലാന്ന് ഇവൻ്റെ അപ്പനും അമ്മയ്ക്കും മനസ്സിലായിട്ട് പോലും ഇവൻ്റെ അപ്പനും അമ്മയ്ക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കി ആ പറഞ്ഞ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത് അവനൊരു അഡിക്വേറ്റ് നോളജ്, ആ പ്രായത്തിൽ കിട്ടേണ്ട നോളജ് എങ്കിലും അവന് കിട്ടാൻ വേണ്ടി അവർക്ക് സഹായിക്കാൻ പറ്റിയില്ല. ഒരു തരി പോലും സഹായിക്കാം. അവന് വീണ്ടും അവൻ്റെ കൂട്ടുകാർ പറഞ്ഞു കൊടുത്ത വേറെ പല ഇൻഫർമേഷൻ വെച്ചിട്ടാണ് അമ്മയെ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ ഞാൻ ഉണ്ടായെന്നും പറഞ്ഞ് വിലപിക്കാൻ അവന് പറ്റിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ബേസിക് സംഗതി എന്ന് പറഞ്ഞാൽ സെക്ഷുവൽ പെനിട്രേറ്റീവ് മോഡലിലല്ലാണ്ട് ഉണ്ടായിരിക്കുന്ന കുട്ടികൾ വളരെ കുറവാണ്. അത് ലാബിൽ ഉണ്ടായിരിക്കുന്ന കുട്ടികളാണ്. അതല്ലാണ്ട് ഉണ്ടായിരിക്കുന്ന ലോക പോപ്പുലേഷനിലെ എല്ലാ മനുഷ്യനും പ്രോപ്പറായിട്ടൊരു 2000 കൊല്ലം മുമ്പ് 2000 കൊല്ലം മുന്നേ മാത്രമല്ല, മനുഷ്യൻ ഉണ്ടായ കാലം മാത്രമല്ല, ഈ പറഞ്ഞ ജീവികളോ മനുഷ്യന്മാരോ എന്തും ആയിക്കോട്ടെ, അവർ ഒരു കൊച്ചിനെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു പെനിട്രേറ്റീവ് സെക്സ് നടന്നിട്ടുണ്ട്. അതല്ലാണ്ട് നടക്കുന്ന ബാക്ടീരിയകളിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മൈക്രോസ്കോപ്പിക് ഓർഗാനിസംസിലൊക്കെയാണ്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഒരു സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ സംഗതി അതാത് ഏജ് ഗ്രൂപ്പിൽ എന്താണോ റിക്വയർഡ് ആയിട്ടുള്ള അത്രയെങ്കിലും ഇൻഫർമേഷൻ കിട്ടാനുള്ള സോഴ്സ് ഇപ്പോഴും നമ്മുടെ കേരളത്തിലായിക്കോട്ടെ ഇന്ത്യയിലായിക്കോട്ടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കാനില്ല. പിന്നെ പേഴ്സണൽ ലൂബ്രിക്കൻസിനെ പറ്റിയുള്ള അറിവും കാര്യങ്ങളൊക്കെ അപ്പോൾ എത്രത്തോളം ആൾക്കാർക്ക് ഉണ്ടെന്നുള്ളതിനെ പറ്റി മനസ്സിലാക്കാതെ ആൾക്കാർക്ക് ഒരു വിചാരം എന്ന് പറഞ്ഞാൽ പിള്ളേർ സെക്സിനെ പറ്റി അറിഞ്ഞാൽ പിന്നെ അവർ ചെയ്യാൻ തുടങ്ങും അല്ലേ? അല്ല, കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കറക്റ്റ് പ്രായത്തിൽ കിട്ടാന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചോ LKG പഠിക്കുന്ന ഒരു കൊച്ചോ ഈ പറഞ്ഞ പോലെ ആ സമയത്ത് അവർക്ക് അറിയേണ്ട ഒരു സെക്ഷൽ ഇൻഫർമേഷൻ പറഞ്ഞാൽ ബാഡ് ടച്ച് എന്താ ഗുഡ് ടച്ച് എന്താന്നുള്ളതിനെ പറ്റി അറിഞ്ഞാൽ മതി. ആ പ്രായത്തിൽ അതിൻ്റെ ആവശ്യമുള്ളൂ. ഈ ചെറിയ കുട്ടികൾക്ക് അറിയണം ഗുഡ് ടച്ച് ആണോ ബാഡ് ടച്ച് എന്ന് അറിയാം. അന്ന് ഒരു 12ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലുള്ള കുട്ടിക്ക് അത്യാവശ്യം ഒരു കൊച്ചുണ്ടാവണം എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് അൺസേഫ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നതിനെ പറ്റി പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻ അവർക്ക് ഇല്ലാത്തടത്തോളം കാലം അവർ ചെന്നപ്പെടാൻ പോണത് ഡേഞ്ചറുകളിലേക്കായിരിക്കും. ഇപ്പോഴത്തെ 7ാം ക്ലാസ് തൊട്ട് കൊടുക്കണം. 7ാം ക്ലാസ് തൊട്ട് വേണ്ടി സെക്ഷൽ ഇത് +2 അല്ല, 7ാം ക്ലാസ് തൊട്ട് ഈ സാധനം അറിയാം. 8ാം ക്ലാസ് തൊട്ട് ബയോളജിയിൽ തുടങ്ങി പഠിപ്പിക്കില്ല ടീച്ചേഴ്സ്. ഇതിനെപ്പറ്റി സംസാരിക്കാൻ ഒരു സ്പേസ് വേണം. എന്തെങ്കിലും നടക്കുവാണെങ്കിൽ സംസാരിക്കാൻ ഒരു സ്പേസ് വേണം പിള്ളേർക്ക്. ഇപ്പൊ നമ്മുടെ കാലത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പൊ കുറച്ചുകൂടെ ഇൻഫർമേഷൻ ആക്സസ് ഉണ്ട്, ആക്സസ് ഓഫ് ഇൻഫർമേഷൻ ഉണ്ട്. പക്ഷെ ആ ഇൻഫർമേഷൻ കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ള കാര്യത്തിനകത്താണ് പ്രശ്നം. അപ്പൊ ലോട്ട് ഓഫ് ഇൻഫർമേഷനും ഈ പറഞ്ഞ പോലെ അത് റോങ് ആണ്. അതായത് ലോട്ട് ഓഫ് ഇൻഫർമേഷൻ റോങ് എന്ന് ഞാൻ പറയാൻ കാരണം വെച്ചാൽ അവർ കറക്റ്റ് ഇൻഫർമേഷനിലേക്ക് ചിലപ്പോൾ എത്തണമെന്നില്ല. ഇപ്പോൾ പണ്ട് നമ്മൾ ഇപ്പോൾ ഒരു സംഗതി അന്വേഷിക്കുകയാണ്, അവർ നമുക്ക് നേരെ സോഴ്സുള്ള എന്തായാലും എൻസൈക്ലോപീഡിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, ബുക്കുകളായിരിക്കും മെയിനായിട്ട് നമ്മുടെയൊക്കെ റെഫറൻസ് പോയിന്റ്സ് എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഗൂഗിളോട്ട് അടിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ മനേട്ടൻ ഇത് പ്ലേസ് ചെയ്യേണ്ടത് ഒരു എക്സാംസ് അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്നതായിട്ട് കറക്റ്റ് ഉപയോഗിക്കുന്നതായിട്ട് കാണിച്ചല്ല. ഞാൻ പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിനെ ശരിക്ക് അങ്ങനെ ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വീണ്ടും സംസാരിക്കാൻ ഇത്തിരി മോശമുള്ള ഒരു വിഷയം ഇത് അല്ല. ഇതിനെ പറ്റിയുണ്ടല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോമൺ ആയിട്ട് ഇപ്പൊ ഞാൻ മനോജേട്ടൻ പറഞ്ഞ പോലെ ഒരു ഫാമിലി ഓഡിയൻസ് കാണുന്ന എന്റെ പോലത്തെ ഒരാള് ഇതിനെ അല്ലെങ്കിൽ ആ ലെവൽ എന്റെ പോലെ കുറെ കൂടി നല്ല ലെവലിൽ റീച്ച് ഉള്ള ഒരാള് ഈ സാധനത്തിനെ പറ്റി പറയുമ്പോൾ ഇത് നോർമലൈസോ അല്ലെ? ആള് വന്നിട്ട് ഒരു സാധാ പ്ലാറ്റ്ഫോമിൽ വന്ന് സാധാ പോലെ ഒരു സാധനത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇങ്ങനത്തെ ആവശ്യങ്ങളിൽ ഇത് ഉപയോഗിച്ച് തുടങ്ങാം എന്ന് പറയുന്ന സൈഡില് അവിടെ നിന്ന് തുടങ്ങി ഇതൊരു ഈ പറഞ്ഞ പോലെ ഒരു ഷെയ്ഡി ഇതല്ലാണ്ട് ഇതൊരു നോർമലൈസ്. പണ്ട് നമ്മള് സാനിറ്ററി നാപ്കിൻ പൊതിഞ്ഞു വെച്ച് പറഞ്ഞ പോലെയാണ് ഇപ്പൊ നമ്മൾ ഈ വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊരു കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് വളരെ ഇത് കുറെ ബ്രാൻഡുകൾ ചിലപ്പോൾ വരുമായിരിക്കും. സാനിറ്ററി നാപ്കിൻസും ആൾക്കാർ ഓപ്പൺലി പോപ്പുലർ ആക്കി നമ്മുടെ ജനറൽ കൾച്ചറിലേക്ക് നോർമലൈസ്. ഒരു മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് ഇപ്പോ ആരും നിക്കണെങ്കിൽ അപ്പുറത്ത് ക്രോസിംഗ് മേടിക്കണം നിക്കണതിന്റെ ഇടയിലും കോണ്ടം ചോദിക്കാൻ പറ്റാവുന്ന ഒരു ലെവലിലേക്ക് എത്തിയ പോലെ എത്രത്തോളം നോർമലൈസ് ആയിരുന്നു. ഇത് ഫുഡ് ഗ്രേഡ് ഫ്ലേവർ വരും. ഇപ്പൊ പാക്ക് ചെയ്തേക്കുന്ന എല്ലാത്തിനകത്തും നമ്മള് വേറെ ഫ്ലേവേഴ്സോ ഫ്രാഗ്രൻസോ ഒന്നും ഇല്ല. ഇത് പ്രോപ്പർ ഫ്ലേവറും ഫ്രാഗ്രൻസും സാധാരണ ഇപ്പൊ നമ്മളിപ്പോ ഡ്യൂറക്സിന്റെ 400 രൂപയ്ക്ക് മേടിക്കുന്ന ലൂബ് ഇത് സെയിം തന്നെയാണ്. അതിനേലും നല്ലതെന്ന് ഞാൻ പറയും. ഓക്കെ, ഞാനത് അതായത് 400 രൂപയ്ക്ക് മേടിക്കുന്ന ഡ്യൂറക്സിന്റെ ലൂബ് എന്ന് പറഞ്ഞ സംഗതി നിങ്ങളത് തുറക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ അതിനകത്ത് ഫ്ലേവേഴ്സോ ഫ്രാഗ്രൻസ് എന്തെങ്കിലും ഉണ്ടാവാം. ഈ പറഞ്ഞ സംഗതി നിങ്ങളെ സംബന്ധിച്ചോളം കയ്യിൽ കിട്ടുന്ന ഒരു ലഗേജ് ആണ് അത്. ആ സംഗതി നിങ്ങൾ ഒരു പക്ഷേ ക്യാരി ചെയ്തുകൊണ്ട് വീട്ടിൽ കൊണ്ട് ആ പ്രാവശ്യത്തെ യൂസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ സംബന്ധിച്ചോളം അത് അത്രയും വലിയൊരു ബാധ്യതയാണ്. ഒന്നാമത് 400 കൊടുത്ത് അല്ലെങ്കിൽ 500 കൊടുത്ത് മേടിച്ചൊരു സാധനം കളയാൻ പറ്റില്ല. എടുത്തു വെക്കണേ തന്നെ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അതങ്ങനെ ശരിക്കും ഒരു ലഗേജ് മേടിക്കുന്ന പോലെയാണ്. ഒരാൾക്ക് ആവശ്യം കഴിഞ്ഞിട്ട് പിന്നെ കൊണ്ടു നടക്കുന്ന സംഗതി അടുത്ത ആവശ്യം വരെ അത് ലഗേജ് മാത്രമാണ്. അതിന്റെ ഇടയ്ക്ക് ബ്രേക്കപ്പ് ആയ പിന്നെ
ബിംബോ അവിടെ ഒരു വർഷം ഇരിക്കുന്നു. പിന്നെ അടുത്ത റിലേഷൻഷിപ്പിൽ എത്തുന്ന ഒരു സമയത്ത് അതെ. അല്ല, അടുത്ത റിലേഷൻഷിപ്പിൽ ഇത് യൂസ് ചെയ്യാൻ പാടില്ല. അവര് ചോദിക്കും, ഇത് നീ ഇതിന് മുമ്പ് പിന്നെ ഞാൻ ഇതുപോലെ ഈ പേഴ്സണൽ ലൂബ്രിക്കൻസ് ആയിട്ട് ബന്ധപ്പെട്ട വേറെ ജോക്സ് ഒക്കെ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഒരു പ്രാവശ്യം ഒരു കസ്റ്റമർ എന്നെ വിളിച്ചിട്ട് അവർ എൻ്റെ അടുത്ത് പറഞ്ഞാണ്, ചേട്ടാ ഈ സാധനം തീരെ മോശമാണ്. അപ്പോൾ എന്താ സംഭവം, ആൾ കോണ്ടം യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷേ കോണ്ടം യൂസ് ചെയ്യുന്നതിന് മുന്നാണ് പുള്ളിക്കാരൻ പേഴ്സണൽ ലൂബ്രിക്കൻ്റ് അപ്ലൈ ചെയ്തത്. ഇത് അപ്ലൈ ചെയ്തിട്ട് ഈ സാധനം ഇതായിട്ട് സംഭവിച്ച കാര്യമുണ്ടോ, ഞാൻ ഇതായിട്ട് പറഞ്ഞാണ്. അപ്പൊ ശരിക്കും അപ്പൊ ആ പുള്ളിക്കാരൻ നോക്കിയിട്ട് ഒരു രീതി നടക്കണില്ല. ഞാനായിട്ട് നേരത്തെ പറഞ്ഞപ്പോഴേ ഡിവോഴ്സ് രക്ഷപ്പെടാൻ അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും എനിക്ക് അങ്ങനെ ഒരു ഫീഡ്ബാക്ക് എനിക്ക് തന്നില്ല. പക്ഷേ ഞാൻ ഈ പറഞ്ഞ സംഭവമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ എക്സ്പീരിയൻസ് ആയിട്ട് പറയാം. എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ പല പല ആൾക്കാരിൽ നിന്ന് കിട്ടിയ ഫിഗേഴ്സ് ആൻഡ് ഫാക്ട്സ് വെച്ച് ഞാൻ പറയാം. 69 ആണോ കിട്ടിയ ഫിഗർ? ഈ ഫാക്ട്സ് എന്ന് പറഞ്ഞ സംഗതി അത്രയും ജെന്യൂൻ ആയിട്ട് തന്നെ പറയുന്നതാണ്. നമുക്ക് ഈ കുറച്ച് ഈ കൗൺസിലേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മളെപ്പോഴും സംസാരിക്കാറുണ്ട്. അതായത് ഇപ്പോൾ ഈ ഡൈവേഴ്സിൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം തന്നെ സംഭവിക്കുന്നത് കോടതിയുടെ അടുത്ത് നേരെ കൗൺസിലിങ്ങിന് പോകാൻ പറയാം. അപ്പോൾ റെഗുലറായിട്ട് ഈ കൗൺസിലിംഗ് ചെയ്യുന്ന ആൾക്കാരായിട്ടൊക്കെ നമ്മൾ ഇൻട്രാക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അവർ പറയുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള പ്രശ്നം മറ്റേതാണ്. ആ മറ്റേ പ്രശ്നങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള സൊല്യൂഷൻ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവരിവിടെ വന്നേക്കണത്. അപ്പോൾ ഇവരെ കറക്റ്റായിട്ടൊരു സെക്സ് എഡ്യൂക്കേഷൻ രീതിയിലേക്ക് മുന്നോട്ട് പോയി അവർക്കൊരു സെക്സോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് ബന്ധപ്പെട്ടതിന് പോലെയാണ് അവർ ഒരു കൗൺസിലറിൻ്റെ അടുത്ത് എത്തിയേക്കണത്. അപ്പോൾ ആ ഒരു റൂട്ടിലേക്ക് കൂടെയാണ് ഇവർ അൾട്ടിമേറ്റ്ലി അവിടെ എത്തി വിചാരിച്ച് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. 6ാമത്തെ മാസം കംപ്ലീറ്റ് ആകുമ്പോൾ അവർ വീണ്ടും ഡൈവോഴ്സ് കൺസെപ്റ്റിലേക്ക് തന്നെ എത്തിപ്പെടുന്നത്. അപ്പോൾ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ എത്തേണ്ട സ്ഥലത്തേക്കല്ല കോടതി ശരിക്കും അവരെ പറഞ്ഞു വിടേണ്ടത് ആദ്യം തന്നെ ഒരു സെക്സോളജിസ്റ്റിൻ്റെ അടുത്തേക്കോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് അറിവ് കൊടുക്കാൻ പറ്റിയ ആൾക്കാരുടെ അടുത്തേക്കാണ്. കൗൺസിലിംഗ് ഓക്കെ, അത് സെക്കൻഡ് അത് കഴിഞ്ഞിട്ട് പറഞ്ഞു വിട്ടാൽ മതിയായിരിക്കും. ഒരു 60-70% ആൾക്കാരെയും അടുത്ത ലെവലിലേക്ക് പറഞ്ഞുകൊണ്ട് വരത്തില്ല. അവർക്ക് വേണ്ടത് സൊല്യൂഷനാണ്. ആ സൊല്യൂഷൻ നമ്മൾ ഇതുപോലെ ഒരു പ്രൊഡക്റ്റ് പ്ലേസ് ചെയ്തിട്ടില്ല. ചേട്ടാ ഇതിലെ ഒരു സാധനം എന്ന് വെച്ചാൽ നമ്മൾ സെക്സിനെ പറ്റി ഇത്ര ടാബു ടോപ്പിക് ആവുന്നത്, സെക്സ് ഒരു അഡിക്റ്റീവ് സാധനമാണ് അല്ലേ? പലരും സെക്സിനോട്ട് അഡിക്റ്റഡ് ആവുന്ന ഒരു സാധനം ആയതുകൊണ്ടാണ് പലപ്പോഴും ഒരു മൊറാലിറ്റി ഇതിലോട്ട് കയറി. ഞാൻ അതിനെ കുറച്ചും കൂടെ ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫുഡും സെക്സ് ഒരുപോലെ തന്നെയാണ്. അത് നമുക്ക് ഇപ്പൊ ഇന്ന് നമ്മളിപ്പോ കായ്ക്കാൻ്റെ ബിരിയാണി കഴിച്ചു, നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്. ആ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് നേരത്തേക്ക് അടുത്ത ബിരിയാണി ചോദിച്ചാൽ ഇനി വേണ്ട, നമ്മുടെ വയറുള്ളിൽ നിറഞ്ഞു കഴിഞ്ഞിരിക്കണം, വേണ്ട. പക്ഷേ അന്ന് രാത്രി ആകുമ്പോഴോ അല്ലെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോഴോ വീണ്ടും നമുക്കെന്നാ കായ്ക്കാൻ്റെ ബിരിയാണി കഴിക്കാം. ആ ഒരു തോന്നലാണ്. ഇപ്പം ഇന്ന് നല്ല രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പിൽ അവർ ഹാപ്പി ആയിട്ടുള്ള രീതിയിലന്ന് ക്ലൈമാക്സ് ഒക്കെ സംഭവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ സമയത്തേക്കാണ് പിന്നെ നോ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ആഫ്റ്റർ 1 or 2 days അഗെയിൻ ഒരു യെസ് ആണ്. അപ്പൊ ഇത് രണ്ടും സെയിം ആണ്, അതിന് നമ്മൾ യാതൊരു വ്യത്യാസവും ഇല്ല. അല്ലാതെ അങ്ങനെ പറഞ്ഞത് ഞാനൊരു കാര്യം പറയും. ഇപ്പൊ അനിമൽസ് ആയിക്കോട്ടെ ഹ്യൂമൻസ് ആയിക്കോട്ടെ ഇവല്യൂഷൻ വൈസ് നോക്കുവാണെങ്കിൽ ഒരു ആൾക്ക് ഒരു പെയർ എന്നുള്ള കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു പാർട്ട്ണർ എന്നുള്ള കൺസെപ്റ്റ് എന്ന് പറഞ്ഞ സംഗതി അത് സോഷ്യൽ ലൈഫിൽ നമ്മൾ ആ ഒരു ഹൈറാർക്കിയിൽ അങ്ങനെയാണ് നല്ലതെന്നുള്ള രീതിയിൽ നമ്മൾ എത്തിപ്പെട്ടേക്കുന്ന ഒരു സംഗതിയാണ്. ഇവല്യൂഷൻ വൈസ് അനിമൽസ് ആയിക്കോട്ടെ ഒരുമാതിരി എല്ലാം പല കിളികളിലും കാര്യങ്ങളൊക്കെ സിംഗിൾ പാർട്ട്ണർ എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. മെജോറിറ്റി ഓഫ് അനിമൽ കിങ്ഡത്തിലുള്ള എല്ലാം അവർ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉണ്ട് എന്നുള്ള രീതി തന്നെയാണ്. ഇപ്പം ഈ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉള്ള ഒരു മനുഷ്യൻ സോഷ്യലി അവർക്ക് എല്ലാ കമ്മിറ്റ്മെന്റ്സും കറക്റ്റായിട്ട് ഇത് മുന്നോട്ട് പോകണം. അവർക്ക് അത്രയും കുട്ടികൾ അല്ലെങ്കിൽ അത്രയും പേയേഴ്സിനെ കറക്റ്റായിട്ട് സാറ്റിസ്ഫൈ ചെയ്തൊക്കെ മുന്നോട്ട് പോകാൻ പറ്റാന്ന് പറഞ്ഞ സംഗതി ചിലപ്പോൾ പ്രാക്ടിക്കൽ അല്ലായിരിക്കും. അവരൊരു പക്ഷേ സോഷ്യലി അക്സെപ്റ്റബിൾ അല്ലാത്തൊരു കൺസെപ്റ്റ് ആയിരിക്കാം. പക്ഷെ ഞാൻ പറയുന്ന ഒരു രീതി ഇത്രേ ഉള്ളൂ, സെക്സ് ഈസ് ഡിവൈൻ ഇൻസൈഡ് ദ ഹൗസ്, ഔട്ട്സൈഡ് ഈസ് ഡർട്ടി. അതായത് ഈ പറഞ്ഞ സെക്സിനെ ഈ പറഞ്ഞ പോലെ ഒരു വല്ലാത്ത മോശപ്പെട്ട സാധനമായിട്ടാണ് വീട്ടിൽ പ്ലേസ് ചെയ്യണമെങ്കിൽ അത് വളരെ ആ വീട്ടിലെ കാര്യങ്ങൾ ശരിക്കും ഭംഗിയായിട്ടുള്ള രീതിയിലല്ല മുന്നോട്ട്. ഇൻസൈഡ് ദ ഹൗസ് ഈസ് ഡിവൈൻ 100%. ഔട്ട്സൈഡിലേക്ക് പോകുന്ന സാഹചര്യം ഇല്ലാണ്ടിരിക്കട്ടെ. പലപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ ചിലപ്പോൾ റിലീജിയസ് ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, സെക്സ് പിള്ളേരുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ്, ഇതിൽ ഒരുപാട് സുഖമുണ്ട്, ആ സുഖത്തിൽ പെട്ടുപോകരുത് എന്ന്. സെക്സ് ഫോർ ദ സേക്ക് ഓഫ് പ്ലഷർ അങ്ങനെ എനിക്ക് തോന്നണില്ല പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു ഐഡിയ ആണെന്നുള്ളത് അല്ലെ? സൊസൈറ്റി ആയാലും നമ്മുടെ പേരൻസ് ആയാലും അല്ല, നമ്മുടെ പേരൻസ് വെച്ചാൽ ഒരു 25-30 വയസ്സ് വരെ സെക്സ് ചെയ്യരുത്, അത് കഴിഞ്ഞാൽ പെട്ടെന്ന് സെക്സ് ചെയ്ത് പിള്ളേരാക്കിക്കോ, ആ ഒരു സാധനമല്ലേ? അപ്പൊ ഈ ഒരു സെക്സിന്റെ ഒരു എൻറ്റയർ ഐഡിയ തന്നെ ഒരു
പ്രൊപ്പഗേഷൻ സെക്സിനെ അല്ല നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവോയ്ഡ് ചെയ്യാൻ ഉദ്ദേശിക്കേണ്ടത്, അൺസേഫ് സെക്സിനെ ഒഴിവാക്കണം. അൺസേഫ് സെക്സ് എന്ന രീതിയിൽ പല രീതിയിലുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ സേഫ്റ്റി ഇല്ലാത്ത രീതിയിലുള്ള സംഭവങ്ങൾ, പിന്നെ സേഫ് അല്ലാത്ത സ്ഥലങ്ങളിൽ വെച്ച് സംഭവിക്കുന്ന സെക്സുകൾ, അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫോഴ്സ്ഡ് സെക്സ് സംഭവിക്കുന്ന കാര്യം, ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒഴിവാക്കപ്പെടേണ്ടത്. രണ്ടുപേരുടെ പരസ്പര സമ്മതത്തോടെ സംഭവിക്കുന്ന ഈ പറഞ്ഞ അപ്രോപ്രിയേറ്റ് ഏജിൽ അതുകൊണ്ട് കേട്ടോ സംഭവിക്കുന്ന സെക്സിനെ നമ്മൾ ഒരു ടബു കൺസെപ്റ്റായിട്ട് വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് വെരി വെരി നോർമൽ നാച്ചുറൽ ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണത്. സംശയങ്ങൾ ഇനി എന്തെങ്കിലും ഉണ്ട് ചോദിക്കരുത് ദീപക്. അപ്പൊ ഇതെങ്ങനെയാണ് നമുക്കിത് അല്ല ഇത് എവിടെ മാർക്കറ്റില് നമ്മുടെ പ്രേക്ഷകർക്ക് ഇത് എവിടെ കിട്ടും? പ്രേക്ഷകർക്ക് ഒത്തിരി പ്ലാറ്റ്ഫോംസ് കിട്ടാനുണ്ട്. ഫസ്റ്റ് നമുക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്, വെബ്സൈറ്റ് വഴി മേടിക്കാം. www.slipme.care. അത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ക്യാഷ് ഓൺ ഡെലിവറിയും. ഇതിന്റെ 3 പാക്കിന് ഒരു ആകർഷണമായ പ്രൈസാണ് 69. പിന്നെ 5 എണ്ണത്തിന്റെ പാക്കുണ്ട്, 10 എണ്ണത്തിന്റെ പാക്കുണ്ട്, 20 എണ്ണത്തിന്റെ പാക്കുണ്ട്. ആവശ്യത്തിന് ആൾക്കാർക്ക് ഓൺലൈനിൽ അത് ഓർഡർ ചെയ്യാവുന്നതാണ്. നമ്മളൊരു 4, 5, 6 മാസം കഴിഞ്ഞ് ഇത് എല്ലാ മെഡിക്കൽ ഷോപ്പിലും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എത്തുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പോഴേക്കും ഇതൊന്നും ഫെമിലിയർ ആവട്ടെ ആൾക്കാർ, ഇതെല്ലാം ഈ ബ്രാൻഡിങ്ങും ഈ പറഞ്ഞ പ്രൊഡക്റ്റും ആൾക്കാർ കുറച്ച് ഫെമിലിയർ ആവട്ടെ. പിന്നെ അടുത്ത ആൾക്കാർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന അടുത്ത രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് ബിസിനസ് ഉണ്ട്. ആ നമ്പർ എനിക്ക് തോന്നുന്ന ഈ വീഡിയോയിൽ കാണാൻ പറ്റുമായിരിക്കും. അപ്പോൾ ആ നമ്പറിൽ എല്ലാ എൻക്വയറിക്കും അപ്പം റിപ്ലൈ വരുന്നതായിരിക്കും. അതിനകത്ത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടെക്സ്റ്റായിട്ടോ വോയിസ് ആയിട്ടോ കോൾ ആയിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് റിപ്ലൈ കിട്ടിക്കോളും. അതിനകത്ത് ഓർഡറും ചെയ്യാൻ പറ്റും, പേയ്മെൻറ്റ് എല്ലാം അതിൽ തന്നെ ചെയ്യാനുള്ള സ്കോപ്പ് അതിനകത്ത് തന്നെ ഉണ്ട്. പിന്നെ ഇനി എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലും അധികം താമസിയാണ്ട് തന്നെ ആക്റ്റീവ് ആയിരിക്കും. ഫ്ലിപ്കാർട്ട്, മീഷോ, ക്രെഡ് എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലും അധികം താമസിയാണ്ട് തന്നെ എത്തിപ്പെടും. ഓൾറെഡി ലിസ്റ്റിംഗ് കംപ്ലീറ്റഡ് ആണ്. അതിൻ്റെ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് മാത്രമേ ഇനി അപ്ഡേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആവാനുള്ളൂ. പിന്നെ ഇനി ഭാവിയിലേക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ആൾക്കാരുടെ അടുത്തേക്ക് ഇത് സേഫായിട്ട് എത്താന്നുള്ള കാര്യം കൂടി ഉണ്ട്. അതായത് ഇപ്പം നമ്മൾ അയക്കുന്ന ഒരു കവർ ഒരാളുടെ കയ്യിൽ എത്തുമ്പോൾ അതൊരു പേഴ്സണൽ ലൂബ്രിക്കൻ്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഷെയിമോ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് ഡിസ്ക്രീറ്റ് പാക്കിംഗ് ആണ്. അതായത് ഇതിനകത്ത് വരുന്ന ആ കവർ പൊട്ടിച്ചാൽ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് എന്താണെന്ന് അറിയത്തുള്ളൂ. കവറിനകത്ത് പ്രത്യേകിച്ച് വേറെ ബ്രാൻഡോ ലോഗോയോ ഒന്നും തന്നെ ഉണ്ടാവില്ല. സാധാരണ ഒരു നോർമൽ കൊറിയർ വരുന്ന പോലെ നോർമൽ ഒരു കവർ വരുന്ന പോലെ തന്നെ ഇതും വീട്ടിൽ ഡെലിവർ ആകത്തുള്ളൂ. സ്ലിപ്മിയുടെ വെബ്സൈറ്റിൽ നിന്ന് എവിടെയൊക്കെ ഉള്ളത് ഓർഡർ ചെയ്യാൻ പറ്റും? എവിടെ വേണം. ഇപ്പൊ അതിനൊരു ഡെസ്റ്റിനേഷൻ അങ്ങനെ ലിമിറ്റ് ഒന്നുമില്ല. എവിടെ വേണമെങ്കിലും എവിടെ വേണം. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇന്ത്യക്ക് പുറത്തേക്കുള്ള സംഗതി ഓർഡർ ചെയ്യുമ്പോൾ ആ ഡെലിവറി ചാർജ് ഒരു പക്ഷേ സബ്സ്റ്റാൻഷ്യലി ഹൈ ആയിരിക്കും. എനിക്ക് തോന്നുന്നത് ഒരു അഫോർഡബിൾ പേഴ്സണൽ ലൂബ്രിക്കൻ്റ് ജെന്യുവിൻ പ്രൈസിൽ കിട്ടാന്നുള്ള രീതിയിലേക്ക് നോക്കുമ്പോൾ ആ കൊറിയർ ചാർജ് ചിലപ്പോൾ ഒരു അബ്നോർമലി ഹൈ ആയിരിക്കാം. അത് ഞാൻ ആക്ച്വലി ഇന്ത്യക്ക് പുറത്തേക്കുള്ള ഡെലിവറി ചാർജിനെ പറ്റി കമ്പയർ ചെയ്യണതിനെ പറ്റി എനിക്ക് അതിനെപ്പറ്റി കറക്റ്റ് ഒരു ഐഡിയ ഇല്ല. പക്ഷെ അതൊരു ഭയങ്കര ഹൈ ഒരു സാധ്യതയുണ്ട്. നമുക്ക് ഇതിന്റെ ലിങ്കുകളൊക്കെ നമ്മൾ ഒരു കമന്റ് ആയിട്ട് കൂടെ പിൻ ചെയ്തിടാം. ഇത് ഡിസ്ക്രീറ്റ് ആണെന്ന് പൊട്ടിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇത് കണ്ട ഷാമ്പൂന്റെ പാക്കറ്റ് ആണെങ്കിൽ പെട്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം പിള്ളേരെ വേണേ ഷാമ്പൂ എന്ന് പറഞ്ഞു വേണമെങ്കിൽ പറ്റിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങള് കപ്പിൾസ് വിഷമിക്കാൻ ബാത്റൂമിലൊക്കെ ഇരുന്നാലും കണ്ടാൽ ഏകദേശം ഷാമ്പൂന്റെ പാക്കറ്റ് തോന്നുന്നുള്ളൂ. പാക്കിങ്ങിനെ പറ്റി ഞാൻ ഒന്ന് ഇച്ചിരി വേണമെങ്കിൽ സംസാരിക്കാം. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ പേഴ്സണൽ ലൂബ്രിക്കൻ്റായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് ₹1 പോലും ലാഭിക്കണതിനെ പറ്റി ചിന്തിച്ചിട്ടില്ല. സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ പാക്കിങ്ങിൽ തന്നെ ഇത് 3 ലെയർ പാക്കിംഗ് ആണ്. സാധാരണ ഈ പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഒരു സിംഗിൾ ലെയർ പാക്കിങ്ങിലും ആക്കാവുന്നതാണ്. 3 ലെയർ പാക്കിംഗ് ആണ്. ആ 3 ലെയർ പാക്കിങ്ങിൽ ശരിക്കും പറഞ്ഞാൽ ഡെലിവറി ചെയ്യുന്ന സമയങ്ങളിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സംഗതി നമ്മൾ ക്യാരി ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ആ ഒരു ക്വാളിറ്റി നമുക്ക് ആ കവർ പിടിക്കുമ്പോൾ തന്നെ ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു പ്രീമിയം ആയിട്ടുള്ള ഒരു സാഷിയാണ് കൈ പിടിക്കുക എന്നുള്ളൊരു ഫീൽ വരാം. ഇതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ A to Z കാര്യങ്ങളിലും പൈസ ലാഭിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ അതിനകത്ത് ഒരു സമയത്ത് ഒരു കൺസെപ്റ്റായിട്ട് എടുത്തിട്ടില്ല. മാക്സിമം ക്വാളിറ്റി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഫോർഡബിൾ പ്രൈസ് എത്തിക്കാൻ വേണ്ടി അതിനകത്ത് ഒരു ₹2, ₹3, ₹5, ₹10 എത്ര ആയിക്കോട്ടെ അത് ലാഭിക്കാനെ പറ്റി നമ്മൾ ചിന്തിച്ചിട്ടില്ല ഒന്നും. ക്വാളിറ്റിയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അത് ഞാൻ അതിനകത്ത് ഒരു ടാഗ് ലൈനായിട്ട് പറഞ്ഞു വെച്ചാൽ 100% നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആഡഡ് വിത്ത് ലവ്. ആ ഒരു നമ്മുടെ നാട്ടിലാണോ അതോ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു തേർഡ് പാർട്ടി മാനുഫാക്ചറെ കൊണ്ട് നമ്മുടെ ഫോർമുല അവരെ കൊണ്ട് ചെയ്യിച്ചേക്കുവാണ്. ഇത് ചേട്ടൻ ഡെവലപ്പ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തു. നമ്മൾ ആക്ച്വലി ഒരു സിംഗപ്പൂരുള്ള ഒരു PhD റിസർച്ച് സെക്ഷുവൽ വെൽനസ് പ്രൊഡക്ട്സ് ചെയ്യുന്ന ഒരാളെ കൊണ്ട് ഏകദേശം ഒരു 8-8.5 മാസത്തോളം
നമ്മൾ പല പല കോമ്പിനേഷൻസ് ആളെ കൊണ്ട് തന്നെ ട്രൈ ചെയ്യിച്ച് നമുക്കതിനകത്ത് നല്ലതാണെന്ന് നമുക്ക് അത്രയും ബോധ്യപ്പെട്ടതിന് ശേഷമാണ് നമ്മളത് പിന്നെ ബാക്കിയുള്ള ലൈസൻസിങ് ആയിട്ട് ബന്ധപ്പെട്ടും ബാക്കിയുള്ള ഫോർമാറ്റിലേക്കും കടന്ന്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തൊരു സാഹചര്യം എന്ന് പറഞ്ഞത് ഇതൊരു സാഷേ മോഡലിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു 7-8 മാസം പിടിച്ചു. ആലോചിക്കുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ അത് ഭയങ്കര സിമ്പിളായിട്ട് ചിലപ്പോൾ പെട്ടെന്ന് ഒരാൾക്ക് തോന്നാമായിരിക്കാം. പക്ഷേ ഒരു പേഴ്സണൽ ലൂബ്രിക്കൻ്റ് സാഷയിലാക്കാനായിട്ട് സാഷ മെഷീൻ മേടിക്കുന്ന മുതലുള്ള പ്രോസസ്സ് കോംപ്ലിക്കേറ്റഡ് ആണ്, സിമ്പിളല്ല. ഇപ്പോൾ ഇതിൻ്റെ കട്ട് തന്നെ ആയാലും ഇത് സ്ട്രെയിറ്റ് കട്ടാണ്. ഇപ്പോൾ സാധാരണ ഒരു സാഷയിൽ എന്തെങ്കിലും സാധനം കാണണമെങ്കിൽ അതിങ്ങനെ വി ഷേപ്പ് എന്ന് പറഞ്ഞ് കാണണം. അപ്പോൾ അങ്ങനെ ഒരിക്കലും നമ്മളൊരു ഒരു പ്രീമിയം ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആ രീതിയിൽ ഒരു സ്റ്റാമ്പ് പോലെ കിടക്കാൻ പാടുള്ളത് എനിക്ക് നിർബന്ധമായിരുന്നു. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി സ്ട്രെയിറ്റ് കട്ട് മാത്രമല്ല 3 സൈഡും നിർബന്ധമായിട്ടും അതിൻ്റെ തിക്നെസ് ഉണ്ട്. അത് അത്യാവശ്യം നല്ല ഗ്യാപ്പിൽ തന്നെ അത് സീലായിട്ടുണ്ട്. നോർമലായിട്ടുള്ള രീതിയിൽ അതിനകത്ത് ലീക്ക് ഉണ്ടാവാനുള്ള ചാൻസുകളൊക്കെ ഭയങ്കര കുറവാണ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി അതിനകത്ത് യൂസ് ചെയ്തെങ്കിൽ ഇൻഗ്രീഡിയൻസിൻ്റെ സംഗതി ആയിക്കോട്ടെ, ഇതിൽ തന്നെ നമ്മൾ ഒരു തരി പോലും ഒരു സേഫ്റ്റി സംഗതികൾക്ക് ഒരു കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അതായത് നമ്മളിപ്പോൾ ഉണ്ടാക്കിക്കുന്ന സ്ഥലത്തുള്ള ടെസ്റ്റിംഗ് കൂടാണ്ട് തന്നെ നമ്മൾ ലോക്കലായിട്ടും പല സമയങ്ങളിലും ക്വാളിറ്റി ചെക്സ് നടത്തുന്നുണ്ട്. അറ്റ് എ ടൈം ഓരോ ബാച്ചിനും സെപ്പറേറ്റ് ആയിട്ടുള്ള സാമ്പിൾസ് 3 പ്രാവശ്യം ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഒരു ഹൈ ക്വാളിറ്റി സംഗതി എല്ലാ സ്റ്റേജിലും ചെക്കിങ് കഴിഞ്ഞിട്ടാണ് അൾട്ടിമേറ്റ്ലി ഇതൊരു പാക്കായി നമ്മുടെ ബ്രാൻഡിൽ പുറത്തേക്ക് വന്നുള്ളൂ. ഇത് റിസർച്ച് ടൈമിൽ മാനേജർ ഉപയോഗിച്ച് നോക്കിയായിരുന്നോ? ശരിക്കും പറഞ്ഞാൽ ഉപയോഗിച്ച് നോക്കാണ്ടിരിക്കേണ്ട ഒരു സാഹചര്യം പോലും ഇല്ലല്ലോ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പേഴ്സണൽ ലൂബ്രിക്കൻ്റ് ഉപയോഗിച്ച് തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊരു രാവിലെ പല്ല് തേക്കുമ്പോൾ നമ്മൾ പേസ്റ്റ് തേക്കണ പോലെ തന്നെയാണ്. അതിനകത്ത് വേറെ പ്രത്യേകിച്ച് വ്യത്യാസമില്ല. പക്ഷേ ഒരു സെക്ഷുവൽ റിലേഷൻഷിപ്പിൽ ഉള്ള ആൾക്കാർക്ക് അത് എല്ലാ ദിവസവും അത് പല്ല് തേക്കണ പോലെ ആവരുത് എന്നുള്ളൊരു കൺസെപ്റ്റാണ് അതിനകത്ത് ഏറ്റവും നല്ലത്. പല്ല് തേക്കണ പോലെ ആവരുത്. എനിക്ക് ആ ഒരു സാധനം, അതായത് സെക്സിന്റെ ഒരു പാർട്ട് മാത്രമാണ് പെനിട്രേഷൻ എന്ന് പറയുന്ന സാധനം. അതിന് മുമ്പേ ഫ്ലേർട്ട് ഉണ്ട്, ഫോർ പ്ലേ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതൊരു എക്സ്പീരിയൻഷ്യൽ സാധനമാണ്. അതായത് ഒരു കപ്പിള് അവരുടെ ലൈഫിൽ സെക്സ് പ്രയോറിറ്റൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ അതിനുള്ള ടൈം കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. കാരണം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ചെയ്യുമ്പോഴല്ലേ ഇതൊരു പ്ലഷറബിൾ എക്സ്പീരിയൻസ് ആവുള്ളൂ. നമ്മൾ പെട്ടെന്ന് അടിച്ച് തീർക്കാൻ നമ്മളിപ്പോൾ ഒരു സെക്ഷൽ പാർട്ട്നേഴ്സ് 2 പേര് തമ്മിൽ ഒരു ഡേറ്റിന് വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ അവർ വർത്താനം പറഞ്ഞ് ഇന്ന ദിവസം അവർ ഫ്രീ ആണ്, അല്ലെങ്കിൽ ഇന്ന സമയത്ത് നമ്മൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഉണ്ടാവാം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്ന സംഗതികൾ ഉണ്ടാവായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആരെങ്കിലും പ്ലാൻ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിക്കും ആ പ്ലാനിങ് കൂടെ ഭയങ്കര നല്ലതായിരിക്കും. അല്ലെങ്കിൽ എല്ലാ സമയത്തും അവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം റിപ്പീറ്റേറ്റീവ് പരിപാടികൾ തന്നെ ആയിരിക്കാം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള പ്ലാനിങ്ങുകളും കൂടെ ഈ ഡേറ്റ് പ്ലാൻ ചെയ്യുന്ന സമയത്തൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. അവർ അത്യാവശ്യം ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പണായിട്ടൊരു ഡിസ്കഷൻ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനുകളിലേക്കും അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ അവരെ ചിലപ്പോൾ സഹായിക്കാം. ഇതിനൊക്കെ ചേട്ടൻ്റെ ഹോം സ്റ്റൈല് പല രീതിയിൽ എന്നിട്ട് ചേട്ടൻ അവരെ താന്ത്രിക് ചേരാം. ഞാൻ ഈ താന്ത്രിക് ചെയർ എന്ന് പറഞ്ഞ സംഗതി ശരിക്കും പറഞ്ഞാൽ അത് ആൾക്കാർ ഇപ്പോൾ അങ്ങനെ വലിയ കാര്യമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നണില്ല. പക്ഷെ അത് തീർച്ചയായിട്ടും നല്ലൊരു സംഭവമാണ്. അതായത് ഒരു ഫർണിച്ചർ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് സഹായിക്കേണ്ടതെന്ന് വെച്ചാൽ ഓക്കെ, ഡിഫറെൻറ്റ് പൊസിഷനുകളിലേക്ക് ഒരു പക്ഷേ നമ്മൾ ഏർപ്പെടാനായിട്ട് നോർമൽ ബെഡ് ഒരു പല രീതിയിൽ ആൾക്കാർ റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. ഇത് ഈ സാധനം കണ്ടോ, അപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് ഇതാണ് താന്ത്രിക് ചെയർ. ഞാൻ നോക്കുമ്പോ താന്ത്രിക് ചെയറിൽ അങ്ങനെ പൊസിഷൻസിന് കൗണ്ട് ഒന്നും ഇല്ല ശരിക്കും. അൺലിമിറ്റഡ് ആണ് ആ പൊസിഷൻസ്. പലതും നമ്മൾ പ്രതീക്ഷ അപ്പൊ വേറെ ഇനി ഇതൊരു സെക്ഷുവൽ വെൽനസ് ഒരു ബ്രാൻഡ് ആക്കാൻ പ്ലാൻ. അതാണ് എന്റെ അൾട്ടിമേറ്റ് എയിം. അതായത് ഇപ്പൊ സ്ലിപ്പ് പേരില് നമ്മൾ പാസോഫിന് ഒരു ലൂബ്രിക്കന്റ് ഇപ്പൊ ലോഞ്ച് ആയിട്ടുണ്ട്. ഈ സ്ലിപ്മിയുടെ തന്നെ ഈ പ്രൊഡക്റ്റ് റേഞ്ച് നമുക്ക് ഭാവിയിലേക്ക് പല ഫ്രാഗ്രൻസിലും പല ഫ്ലേവേഴ്സിലും അത് കുറച്ചും കൂടെ വിപുലപ്പെടുത്തി അതിൽ റേഞ്ച് ആക്കണം തന്നെ നമ്മുടെ ഇമ്മീഡിയറ്റ് പ്ലാൻ. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സെക്ഷുവൽ എല്ലാ പ്രൊഡക്ട്സ് ബാക്കിയുണ്ടല്ലോ, ആ സംഗതികളെല്ലാം ഇതിനകത്ത് ആഡ് ആയി വരും. അത് എന്നിട്ട് ഭാവിയിലേക്ക് വലുതാവണം. താന്ത്രിക് ചെയർ പുതിയൊരു ഇൻഫർമേഷൻ ആണ്. താന്ത്രിക് ചെയർ തീരെ അൺയൂസ്ഡ് ആൾക്കാർ എനിക്ക് തോന്നുന്നില്ല. അതേ ആൾക്കാർക്ക് ഇപ്പൊ ഈ പേഴ്സണൽ ലൂബ്രിക്കൻസിനെ പറ്റി അറിയുന്ന അത്ര ആൾക്കാർക്ക് പോലും താന്ത്രിക് ചെയറിനെ പറ്റി അറിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നമ്മൾ നേരത്തെ ചോദിച്ചായിരുന്നു, ഇപ്പൊ പേഴ്സണൽ ലൂബ്രിക്കൻ ചോദിച്ചാൽ എത്ര പേർക്ക് അറിയാമെന്ന് ചോദിച്ചു. ഇപ്പൊ 2 പേർക്ക് അറിയാം, 2 പേർക്ക് അറിയാൻ മേല. അപ്പൊ ഈ താന്ത്രിക് ചെയർ എന്ന് പറയുന്ന സംഗതി ഇതിനകത്ത് എത്ര പേർക്ക് അറിയാം? എനിക്കറിയാം. എത്രയാ? 1 2 വരാനുണ്ടോ? ഓക്കെ. അപ്പൊ സംഗതി വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഫർണിച്ചർ തന്നെയാണ്. അതുമായിട്ട് പ്രത്യേകിച്ച് ഒരു താപുമായിട്ട് കണക്കാക്കേണ്ട കാര്യമൊന്നുമില്ല. വീട്ടിൽ ബെഡ് ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ ഒരു ഇരിക്കാനുള്ള ചെയർ പോലെ തോന്നിക്കുന്ന ഒരു സംഭവം. അതിനകത്ത് ഇരിക്കുന്നത് കംഫർട്ടബിൾ അല്ല, ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അത് കംഫർട്ടബിൾ ആണ്. നമുക്ക് തോന്നലാണ് ഒരു പക്ഷേ ആ കപ്പിൾസിനേലും കൂടുതൽ അറിവ് ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്ക് ഉണ്ടാവാം. വേറെ കണ്ടെങ്കിൽ മറ്റേ ഫ്രീഡോയുടെ ഇങ്ങനെ ഒരു വെഡ്ജ് പോലത്തെ ഒരു സാധനം കണ്ടിട്ടില്ലേ?
പില്ലോ പോലത്തെ ആ പ്രോഡക്റ്റ്. പക്ഷെ അത് അത് work ശരിക്കും ചെയ്യാനൊക്കെ അല്ലേ Work ചെയ്യാനാണ് അത് എടാ അത് കാലിയേറ്റ് വെക്കാനുള്ള ട്രയാങ്കിൾ ഷേപ്പിലുള്ള അത് sexual ആണ്. ഈ BDSM പറ്റി, അതായത് BDSM കിങ്സ് ഇതിനെ പറ്റിയൊക്കെ എന്താണ് അഭിപ്രായം? BDSM ഓക്കെ. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം കുറെ ഫാന്റസി രീതിയിൽ പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതെല്ലാം എത്ര ആൾക്കാർക്ക് ഈ പറഞ്ഞ ഫാന്റസി കാര്യങ്ങൾ റിയാലിറ്റിയിൽ പ്രാവർത്തിയാക്കാൻ പറ്റുന്നുള്ളതിനെ പറ്റി എനിക്ക് സംശയമുണ്ട്. ഞാൻ കൊച്ചിയിൽ നടക്കുന്നുണ്ട്. ഓവർ ഫാന്റസൈസ് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് പോകുമ്പോൾ അതിനകത്തുള്ള ഡിവൈൻ ഫാക്ടറോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളിലേക്കോ ഒന്നും, അല്ലെങ്കിൽ ഇതിനകത്ത് വേറെ ഒരു അഡ്വഞ്ചർ സീലൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അൾട്ടിമേറ്റ്ലി അവരതിനകത്ത് സീക്ക് ചെയ്യണ്ടാവും. അതിനകത്ത് അൾട്ടിമേറ്റ്ലി സെക്ഷൽ ക്ലൈമാക്സിനായാലും കൂടുതലായിട്ട് അവരെ ഹാപ്പി ആക്കണത് അഡ്വഞ്ചർ ഫീലൊക്കെ ആയിരിക്കാം. ഡിപ്പെൻസ് ഓൺ ദ പേഴ്സൺ ആണ്. അതെ, രണ്ടുപേർക്ക് BDSM താല്പര്യം ഉണ്ടെങ്കിൽ അവർക്കത് നോക്കാം. രണ്ടുപേർക്ക് സെക്സ് ഡിവൈൻ ആണെങ്കിൽ അവർ അങ്ങനെ നോക്കുക. ഒരാൾക്ക് സെക്സ് ഡിവൈനും മറ്റൊരാൾക്ക് BDSM താല്പര്യം കിങ്സും വരുമ്പോഴാണ് ഇത് പ്രശ്നം വരുന്നത്. അവിടെ ഇതുകൊണ്ടും കാര്യങ്ങൾ സോൾവ് ആവില്ല. ഈ ലൂബ്രിക്കേറ്റഡ് കോണ്ടംസ് വരാറില്ല. ലൂബ്രിക്കേറ്റഡ് കോണ്ടംസ് പറഞ്ഞ സംഗതി ഭയങ്കരമായ തെറ്റായൊരു കൺസെപ്റ്റാണ്. അതായത് ഈ കോണ്ടം എന്ന് പറഞ്ഞ സംഗതി ഒരു ലാറ്റക്സ് മെറ്റീരിയലാണ്. അത് ശരിക്കും പറഞ്ഞാൽ ചുരുട്ടി അതിനെ പാക്ക് ചെയ്യാൻ ചെയ്യുന്ന സമയത്ത് ആ ലാറ്റക്സ് സമയം ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി മാത്രം അതിനകത്ത് ഒരു ഇച്ചിരി ലൂബ്രിക്കേഷൻ ഉള്ളതാണ്. അത് ഒരിക്കലും പെനിട്രേറ്റീവ് സെക്സിന് ആവശ്യമായ ക്വാണ്ടിറ്റി ലൂബ്രിക്കേഷൻ അതിനകത്ത് ഇല്ല. അത് ജസ്റ്റ് ആ ലാറ്റക്സ് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കുന്നതാണ്. പല ആൾക്കാരും ലൂബ്രിക്കൻസിനെ തെറ്റോ ഇത് ഓൾറെഡി ഇതുമേ ഉണ്ടല്ലോ ഇനി എന്തിനാ വേറെ. അത് ആക്ച്വലി അതിൻ്റെ പർപ്പസ് വേറെയാണ്. അത് പെനിട്രേഷനുള്ള പർപ്പസ് അല്ല, അത് സ്റ്റിക്കായി ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയുള്ള പർപ്പസുള്ള സംഭവമാണ് അതിനകത്ത്. ഈ ഒരു വേറൊരു സാധനം നീ ചോദിക്കണ്ടായിരുന്നു. എന്താണ് മറന്നുപോയാ? നീ ഓർത്തുണ്ടായിരുന്നില്ലേ? പെട്ടെന്ന് അതൊക്കെ വന്ന് പോയി. ഇതാണ് നമ്മ ഈ സാധനം മേടിച്ച് വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത മറന്നുപോവാണ്. ചേട്ടന്റെ പൂളിന്റെ ഞാനാണെങ്കിൽ ഒരു കാര്യം ഉണ്ട്, ഈ ലോങ് ലാസ്റ്റിംഗ് അതിനൊക്കെ എന്തെങ്കിലും ഉള്ള അതൊക്കെ ആളി ഇതിന്റെ ഒരു ബിസിനസ് ഉണ്ടെന്നുള്ള നീ മറ്റേ എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ക്വാളിഫൈഡ് സെക്സോളജിസ്റ്റ് അങ്ങനത്തെ ആൾക്കാരൊന്നും അല്ല. പക്ഷെ അറിയാവുന്ന ഇൻഫർമേഷനോ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയേക്കുന്ന ഗ്യാദർ ചെയ്യുന്ന ഇൻഫർമേഷൻസോ ഷെയർ ചെയ്യാന്നുള്ള കാര്യമാണ് നമ്മൾ അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ ടൈം ഡ്യൂറേഷൻ കൂടുതൽ കിട്ടുക അല്ലെങ്കിൽ സ്റ്റാമിന കൂടുതൽ കിട്ടുക, ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ആസ് പെർ ഇന്ത്യൻ റൂൾസ് അനുസരിച്ച് അങ്ങനത്തെ ഒരു ക്ലെയിം ഒരു കാര്യം പറയണ്ടെങ്കിൽ അത് തെറ്റാന്നാണ്. ഇനി ആ പർപ്പസിന് യൂസ് ചെയ്യണ ആ സാധനത്തിന് അത് ക്ലെയിം ചെയ്യാവോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. പക്ഷേ ഒരു ലൂബ്രിക്കൻ എന്നുള്ള രീതിയിൽ അത് സ്റ്റാമിന കൂട്ടും അല്ലെങ്കിൽ അത് ഒത്തിരി പ്ലഷർ കിട്ടും, അങ്ങനെ ക്ലെയിം എന്ന് പറയുന്ന സംഗതി ലീഗലല്ല. അങ്ങനെ ക്ലെയിം കൊടുക്കാൻ പറ്റില്ല. ലൂബ്രിക്കൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് അവോയ്ഡ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ അത് കംഫർട്ടബിൾ ആയിട്ടുള്ള പെനിട്രേഷൻ പോസിബിൾ ആക്കാന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള റോങ് ക്ലെയിംസ് എന്തെങ്കിലും ഈ പ്രൊഡക്റ്റായിട്ട് ബന്ധപ്പെട്ട അസോസിയേറ്റ് പറയണമെങ്കിൽ അത് ആര് പറഞ്ഞാലും, ഞാൻ പറഞ്ഞാലോ ഇനി വേറെ ആര് പറഞ്ഞാലോ, അത് ഇല്ലീഗലല്ല, ഇല്ലീഗലാണത്. നമ്മുടെ ഈ വീണ്ടും ഞാൻ പറഞ്ഞു, നമുക്ക് റോങ് ക്ലെയിംസ് ഇല്ലാത്ത ജെന്യുവിൻ ആയിട്ടുള്ള ഒരു പേഴ്സണൽ ലൂബ്രിക്കൻറ്റ് അറ്റ് അഫോർഡബിൾ പ്രൈസ്, അതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു റോങ് ക്ലെയിമും ഇല്ല. സ്ലിപ്പ് മീ എന്നുള്ള പേര് സത്യം പറഞ്ഞ എൻ്റെ ഐഡിയ ആണ്. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു ബ്രാൻഡ് നെയിം കിട്ടാൻ വേണ്ടി നമ്മൾ ഒത്തിരി അന്വേഷിക്കേണ്ടായി. നമ്മളൊരു ഏകദേശം ഒരു 1.5 മാസത്തോളം നമ്മൾ അന്വേഷിച്ചു. അപ്പോൾ ഒരു ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ യൂണീക്ക് ആയിട്ടുള്ള പേര് വേണം. ആ പേര് ശരിക്കും പറഞ്ഞാൽ ഈ പ്രൊഡക്റ്റായിട്ട് റിലേറ്റ് ചെയ്യണ സംഗതി ആവണം. അപ്പോൾ നമ്മൾ ഒത്തിരി കോമ്പിനേഷൻസും പെർമ്യൂട്ടേഷൻസ് ഒക്കെ ട്രൈ ചെയ്തു, AI യൂസ് ചെയ്തു, ഒത്തിരി ആൾക്കാരെ ഡിസ്കസ് ചെയ്തു. ഒരു 120-130 പേര് നമ്മൾ ഷോർട്ട് ലിസ്റ്റ്. പക്ഷേ ആ പേരുകളൊന്നും നമുക്ക് ഒരു പ്രാവശ്യം കേട്ട് രണ്ടാമത്തെ പ്രാവശ്യം അയ്യോ ഇത് പോരല്ലോ, അങ്ങനെ നമുക്ക് തോന്നി ലാസ്റ്റ് നമ്മൾ എത്തിപ്പെട്ട ഒരു ഡിസിഷനാണ് നമുക്ക് സ്ലിപ്പ് മീ എന്ന് പറഞ്ഞ പേര്. ആ പേര് ഈ പ്രൊഡക്റ്റിനെ കറക്റ്റായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല സ്ലിപ്പ് മീ എന്ന് പറഞ്ഞ പേര് ഉള്ള സമയത്ത് ഇനി ഈ പ്രോഡക്റ്റിനെ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അധികം വാക്കുകൾ ഇനി വേണ്ടി വരത്തില്ല. സ്ലിപ്പ് ചെയ്യുന്നൊരു സാധനമാണ്, സ്ലിപ്പറിയാണ്. മാത്രമല്ല ആ സംഗതിയുടെ ഫീലും വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞാൽ സ്ലിപ്പ് ആയിട്ടുള്ള ഒരു സർഫസിൽ കൂടെ നടക്കാമെന്ന് പറഞ്ഞ സംഗതി ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പക്ഷേ സ്ലിപ്പ് ആവാത്ത ഒരു സർഫസിൽ ഒരു പെനിട്രേഷൻ ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഇതിനകത്ത് ക്യാപ്ഷൻ ആവശ്യമില്ല, ടൈറ്റിൽ മാത്രം, ക്യാപ്ഷൻ വേണ്ട. ലോഗോ ഇങ്ങനെ ഇതിനെന്തെങ്കിലും അർത്ഥമുണ്ടോ? അത് ശരിക്കും പറഞ്ഞാൽ ഈ ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന ഡിസൈനും കാര്യങ്ങളെല്ലാം ലാക്മേ എന്ന് പറഞ്ഞ ബ്രാൻഡ് എൻ്റെ പാക്കിംഗ് ഡിസൈൻ ചെയ്യുന്ന സെയിം ആൾക്കാർ തന്നെയാണ് ഇതിൻ്റെ ലോഗോവും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തേക്കുന്നത്. അവരതിനകത്ത് വലിയ വലിയ അർത്ഥങ്ങളൊക്കെ കണ്ടത്. പക്ഷേ എനിക്ക് മനസ്സിലാകുന്ന അതിനകത്തൊരു ഒരു രണ്ട് പാർട്ട്നേഴ്സ് പോലത്തെ ആൾക്കാർ അതിനകത്ത്, അതെ, അവരതിനകത്ത് ഞാൻ കാണാത്തതോ എനിക്ക് മനസ്സിലാത്തതായിട്ടുള്ള പല അർത്ഥങ്ങളും അതിനകത്ത്. ഷാമ്പൂവിന്റെ പാക്കറ്റിലെ പോലെ തന്നെ മറ്റേ അതുകൊണ്ട് തന്നെ നമുക്ക് തെറ്റിദ്ധരിപ്പിക്കാം ആൾക്കാരെ.
ഇത് പഞ്ചസാര ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ എന്റെ ടെൻഷൻ പറഞ്ഞാൽ ഇങ്ങനെ എടുത്ത് കഴിക്കുക എന്നുള്ളതാണ്. ഒരു കുഴപ്പമില്ല. ഞാൻ വീണ്ടും പറയുന്നത് ഇതിനകത്ത് 100% ഫുഡ് ഗ്രേഡ്, അതായത് അപ്പൊ റിൻഷാക്ക് ഇത് ഉപയോഗിക്കാൻ ഒരു പർപ്പസായി. റിൻഷാന് സിപ്പ് പൊട്ടിച്ചിട്ട് ചപ്പിട്ട് നടക്കാം. ഈ ഒരു ചോദ്യം കൂടെ, അതായത് നമ്മൾ ഈ സെക്സ് എഡ്യൂക്കേഷൻ ഇല്ലാത്ത ഒരു ഗ്യാപ്പിൽ ആൾക്കാർ സെക്സിനെ പറ്റി മനസ്സിലാക്കുന്ന പോണിൽ കൂടെയാണ്. അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. എന്താണ് നേരത്തെ ചോദിച്ചത്? ഇല്ല എന്ന് വെച്ചാൽ പോണിലെ പ്രശ്നം കുറെ എത്തിക്കൽ, അതെ പോണിലെ എത്തിക്കൽ പ്രശ്നങ്ങളും സാധനങ്ങളും ഉണ്ടല്ലോ. അപ്പോ ഞാൻ പണ്ട് വായിച്ചിട്ടുള്ളതാണ്, ഒരു വെബ്സൈറ്റ് ഉണ്ട് ബെലസ എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ്. ബെലസ എത്തിക്കൽ പോൺ വെബ്സൈറ്റ് ആണ്. അവിടെ ആക്ച്വലി ഇതേപോലെ കൺസെൻഷ്വൽ പിന്നെ ഇതേപോലെ എഡ്യൂക്കേറ്റീവ് സാധനമൊക്കെ ഉണ്ട്. അവിടെ വേണമെങ്കിൽ ഇത് പ്ലേസ് ചെയ്യാം. അവര് സമ്മതിക്കണ്ടേ? അവിടെ ഇങ്ങനെ അവരുടെ മേജർ ഈ ഒരു സാധനം ഇതേപോലെ ടോയ്സും സാധനം പ്രൊഡക്റ്റ് പ്ലേസ്മെന്റ് ആണ് അവരുടെ മേജർ. അവരുടെയുള്ള പ്രോഡക്ട്സ് ഉണ്ട്. ഇത് ഞാൻ വേറെ കാര്യം പറയാം. ഇപ്പൊ നമ്മൾ ഈ പ്രൊഡക്റ്റിന്റെ അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്യുന്നത്. ആ സാധനത്തിനെ പറ്റി എത്ര പേർക്ക് അറിയാം? അതിനെപ്പറ്റി നമ്മള് ശരിക്കും പറഞ്ഞ ഉള്ള ഒരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ കേരള അല്ലെങ്കിൽ മലയാളി, ആ കമ്മ്യൂണിറ്റിന്റെ ഉള്ളിൽ വെച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു എത്തിക്കൽ പോൺ എന്നൊന്നും പറഞ്ഞാൽ എന്താന്ന് മനസ്സിലാക്കാൻ പറ്റി ഒരാളെങ്കിലും ഈ ഒരു ജില്ലയിലുണ്ടെങ്കിൽ അത് അത്ഭുതമാണ്. ശരിയാ. എന്തായാലും അതിനെ പറ്റി അറിയുന്നവർക്ക് ഇതറിയൂടാ അത്രയ്ക്ക്. ഇതെവിടെയാണ് ദൂരദർശന്റെ ചിത്രഗീതത്തിന്റെ കൂടെ അവിടെയൊക്കെ പ്ലേസ് ചെയ്താലും സാധാരണക്കാരനെത്താം. ഉണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ മാർക്കറ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ഓൾറെഡി ഒത്തിരി ബാച്ചിലർ ജോക്സും സംഗതികളെല്ലാം ഈ പറഞ്ഞ ഇതിന്റെ ഓരോ പർപ്പസിനെ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഫെയിൽ ആയിരിക്കുന്ന ഒരു കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ അഡ്വർടൈസ്മെന്റ് ചെയ്തേക്കണ ഷൂട്ട് ചെയ്തേക്കുന്ന സംഭവങ്ങൾ യൂട്യൂബിലായിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലായിക്കോട്ടെ നമ്മളത് പെയ്ഡ് പ്രൊമോഷനായിട്ട് ചെയ്ത് അല്ലെങ്കിൽ ആൾക്കാരിൽ എത്തിക്കാൻ നോക്കുമ്പോൾ യൂട്യൂബ് നമ്മുടെ അടുത്ത് പറയുന്നത് ഇതൊരു ഫാമിലി കണ്ടന്റ് അല്ല, അത് കാരണം കൊണ്ട് ഇത് പെയ്ഡ് പ്രൊമോഷന് എലിജിബിൾ അല്ല എന്നുള്ള രീതി ഇപ്പോൾ 3 പ്രാവശ്യത്തോളം നമ്മുടെ കണ്ടന്റ്സ് ആ രീതി പറഞ്ഞിട്ട് അവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് അതൊരു നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു സെഗ്മെന്റ് കറക്റ്റായിട്ട് അതിനകത്ത് മെൻഷൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പോവായിരിക്കും. പക്ഷേ ഞങ്ങൾക്ക് അറിയാവുന്ന ഇതുവരെയുള്ള മാർഗ്ഗങ്ങൾ വെച്ച് ചെയ്തിട്ട് നമ്മൾ ഷൂട്ട് ചെയ്ത കണ്ടന്റ്സ് നമുക്ക് ഇതുവരെ പെയ്ഡ് പ്രൊമോഷനായിട്ട് പോലും യൂട്യൂബിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ അതിനകത്തൊന്നും ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നു, അതിനകത്ത് ഒരു 18+ സംഗതികളും ഇല്ല. അതിനകത്ത് ജോക്സും ഈ പറഞ്ഞ ബാച്ചിലർ കണ്ടന്റ്സും ബാച്ചിലർ ജോക്സ് ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഗുണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ശ്രമങ്ങൾ മാത്രമേ നടത്തിയിട്ടുള്ളൂ. നമ്മുടെ സ്ലിപ്പ് മീ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ആ വീഡിയോസ് എല്ലാം കുറച്ചെല്ലാം നമ്മൾ ഓൾറെഡി അപ്ലോഡഡാണ്. ഇനിയും ഏകദേശം 48ഓളം കണ്ടന്റ്സ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കണ്ടന്റ് സ്ക്രിപ്റ്റ് എല്ലാം റെഡിയാണ്. അപ്പോൾ ആ ഓരോ കണ്ടന്റിലും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു പേഴ്സണൽ ലൂബ്രിക്കൻറ്റ് ഉപയോഗിക്കുമ്പോൾ സംഭവിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ, ഡ്രസ്സിൽ സ്റ്റെയിൻ ആവില്ല എന്നുള്ളതോ, അതല്ലെങ്കിൽ ഇത് ലാറ്റക്സ് ഫ്രണ്ട്ലി എന്നുള്ള കാര്യങ്ങളോ, അതല്ലെങ്കിൽ ഈ സംഗതി ഒത്തിരി ഈ പറഞ്ഞ പോലെ പ്ലഷറബിൾ മൊമെന്റ്സ് ഉണ്ടാക്കാൻ ചാൻസ് എന്നുള്ള ആ മെസ്സേജുകൾ കൺവേ ചെയ്യാൻ പറ്റിയ ജോക്സ് ആണ് നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ജോക്സ് വഴി ഈ കാര്യങ്ങളെല്ലാം ആൾക്കാരെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം. 48 കണ്ടന്റ് ഷൂട്ട് ചെയ്യാനിരിക്കുന്നത് നമ്മൾ ഓൾറെഡി 7-8 കണ്ടന്റ്സ് ചെറിയ ക്ലിപ്സ് ആയിട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആക്ടറിനെ വേണോ അതിന്? ഓൾറെഡി ഞങ്ങൾക്ക് ഒരു ചെറിയ ഒരു ഈ ജോണിന്റെ ഒക്കെ ഫ്രണ്ട്സ് ഒക്കെ തന്നെയാണ് അതിനകത്ത് അഭിനയിക്കാൻ അറിയുന്ന ജോണിന്റെ ഫ്രണ്ട്സ് എല്ലായിടത്തും മെയിൻ സ്ട്രീം ആയിട്ടുള്ള ഇപ്പൊ ബോൾഡ് കെയർ എന്ന് പറഞ്ഞ കമ്പനി, ബോൾഡ് കെയർ എന്ന് പറഞ്ഞൊരു കമ്പനി രൺവീർ സിംഗും ജോണി സിൻസിനെയും വെച്ചിട്ടാണ് ആഡ് ചെയ്തത്. അതൊരു ഭയങ്കര വൈറൽ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഇത് പറയാം. നമ്മളിപ്പോൾ ആസ് ഓഫ് ഇപ്പോൾ ഉള്ള സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ഡെറ്റ് ഫ്രീ മനുഷ്യനാണ്. എൻ്റെ ഒരു കമ്പനിക്കും ഇന്നവരെ ഇപ്പോൾ ഈ സെക്കൻഡിൽ പറയാൻ കൊള്ളാവുന്ന ഒരു ലോണോ ഒരു EMI ഒന്നും തന്നെ ഇല്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫിനാൻഷ്യലി ഒരു ലോൺ ഇല്ലാത്ത രീതിയിൽ ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനം. നമ്മളിപ്പോൾ ഫിനാൻഷ്യലി നോക്കുവാണെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് നാളെ മറ്റൊന്ന് ഒരു ലോസോ അല്ലെങ്കിൽ ഇത് നല്ല രീതിയിൽ പോയില്ല എന്ന് വിചാരിച്ച് ഞാൻ അതിനെ ഒരു ഭയങ്കര നെഗറ്റീവായിട്ട് കാണാനില്ല. ഇത് ചിലപ്പോൾ അടുത്ത 6 മാസം അല്ലെങ്കിൽ അടുത്ത 1 കൊല്ലം ഒരു പക്ഷേ ഇതൊരു ലോസ് മേക്കിംഗ് ബിസിനസ് ആവാം. നമ്മളെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു മാസം 2-3 ലക്ഷം വെച്ച് നമ്മൾ ആഡ് സ്പെൻഡിങ്ങോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്യാമ്പയിൻസ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവയർനെസ് ഉണ്ടാക്കുന്നതിനെ പറ്റിയുള്ള സംഗതി ആ ഫേസിൽ കൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത ഒരു കൊല്ലം ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന വിചാരിച്ച് ഞാൻ അതേ പ്രതീക്ഷിക്കുള്ളൂ. അതിനകത്തൊരു നെഗറ്റീവ് സംഭവിച്ചെന്ന് വിചാരിച്ച് അതെന്നെ സംബന്ധിച്ചിടത്തോളം ഓക്കെ ഇതുമായിട്ടുള്ള എല്ലാ ഡിസ്കഷനും ഇന്നുൾപ്പെടെ ഞാൻ ഇതെല്ലാം തമാശയായിട്ടാണ്
കണക്കാക്കണം. എൻ്റെ ലൈഫിൽ ഇതെല്ലാം തമാശകളാണ്. ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ കാര്യത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിനെ ഞാനൊരു ജോക്ക് സൈഡിൽ തന്നെ കാണണം. അതിനകത്ത് ഈ ആഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ സെക്കൻഡിലും ചിരിയാണ്. നമ്മൾ ഓരോ കൺസെപ്റ്റും നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു പക്ഷേ ഒരു സ്റ്റാൻഡപ്പ് കോമഡി കാണിച്ചാൽ എന്തോരം ചിരിക്കുമായിരിക്കോ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ചിരി അവിടെ സംഭവിക്കുന്നുണ്ട്. എൻ്റെ ഒരു ബലമായ ഒരു സജഷൻ, അടുത്ത പ്രാവശ്യം നമ്മൾ ആഡിന് വേണ്ടി എല്ലാവരും ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങളെ പോലത്തെ നല്ല ചീഞ്ഞ തലകൾ അത് കുറച്ചും കൂടെ നമുക്ക് മീനിങ് ഫുൾ ജോക്കുകളിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റുമായിരിക്കും. ഞങ്ങളോട് എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം കണ്ട് ജോൺ നമ്മുടെ ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. കുറച്ച് ഞാൻ താല്പര്യമുള്ള ഏരിയയാണ്. അത് ഓടിയിട്ടുണ്ടോ ആഡ്? ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ ആസ് ഓഫ് നൗ 3 ദിവസം മുന്നേ 4 ദിവസം മുന്നേ നമ്മളത് പെയ്ഡ് പ്രൊമോഷൻ ആയിട്ട് കൊടുക്കാൻ നോക്കിയപ്പോ അത് ഈ പറഞ്ഞ ഇത് പോയിട്ടില്ല. പക്ഷെ നമ്മുടെ യൂട്യൂബ് ചാനൽ അത് അപ്ലോഡറാണ്. പക്ഷെ അത് എനിക്ക് ആൾക്കാരുടെ അടുത്ത് എത്തിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആ കൺസെപ്റ്റ് ഷൂട്ട് ചെയ്തേക്കുന്നത് നമ്മളങ്ങനെ ഒരു ചീപ്പ് ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യുന്ന പോലെ അല്ല ചെയ്തത്. അതിന്റെ ക്വാളിറ്റി നല്ല രീതിയിലാണ് വന്നേക്കണേ. അത് ഞാൻ പറയാം. അതായത് ഈ കൺസെപ്റ്റ്, അതായത് നമ്മളിപ്പോൾ ആക്ച്വലി ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു പേഴ്സണൽ ലൂബ്രിക്കൻ കൺസെപ്റ്റിന്റെ ഗുണങ്ങൾ ഇന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ അതെനിക്ക് തോന്നുന്നത് നമ്മൾ കളി അല്ലെങ്കിൽ അതൊക്കെ ഓപ്പൺ ആയിട്ട് പറയുന്നോണ്ടായിരിക്കാം. അപ്പൊ അത് ബാക്കിയുള്ള ആൾക്കാർ ആ പേര് പറയണ്ടാവില്ല, സംഗതി അതൊരു ടോയ് സെക്ഷൽ വെൽനെസ്സിൽ വരുന്ന. പക്ഷെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ഉദ്ദേശിച്ച വാക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് യൂട്യൂബ് ചിലപ്പോൾ അതായിരിക്കാം. ഞാൻ അങ്ങനെ വിചാരിക്കുന്നു. ഇപ്പൊ കളി എന്ന് പറഞ്ഞ പേര് കാര്യം ഓപ്പൺ ആയിട്ട് ഇങ്ങനെ പറയുന്ന രീതി അനുസരിച്ച് വരുമ്പോൾ അവർക്കൊരു പക്ഷേ അതൊരു കറക്റ്റ് ഒരു എല്ലാ പരസ്യങ്ങളുടെ അവസാനം ഇനിയാണ് കളി പ്രശ്നം വരാൻ പാടില്ല ആയിരിക്കാം. പിന്നെ വേറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മളൊരു ആഡിൽ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കിടന്നുറങ്ങുന്ന ഒരു പയ്യനെ വിളിച്ചിട്ട് അവന്റെ പാർട്ട്ണർ വിളിച്ച് പറയുന്നത്, എടാ നീ ഫ്രീ ആണെങ്കിൽ നമുക്കൊരു കളി കളിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ അവനോട് ചെസ് ബോർഡോ കാരം ബോർഡോ എന്തോ ആയിട്ട് അവിടെ ചെല്ലും ഇതാണ് കളി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സെക്ഷൽ ലൂബ്രിക്കന്റെ അടുത്ത് കാണിച്ചു തന്ന പോലത്തെ അങ്ങനത്തെ വളരെ ഓപ്പൺ ആയിട്ട് പറയുന്ന പോലത്തെ ആഡ്സ് ആണ് നമ്മുടെ അതിനകത്ത്. ഇനിയാണ് കളി എന്ന് പറഞ്ഞ ഒരു പോയിന്റ്. പിന്നെ പറഞ്ഞത് ക്യാരം ബോർഡിൽ എന്തിട്ടും കോയിൻ വീഴണില്ല, അവസാനമായിട്ട് നിൽക്കാണ്. അതിനാ ബോർഡിനവിടെ ഈ സാധനം വെച്ചിട്ട് അങ്ങനത്തെ ഈ ഇതിനകത്തുള്ള നമ്മൾ ഷൂട്ട് ചെയ്തേക്കുന്ന എല്ലാ കണ്ടന്റും അതുപോലത്തെ ബാച്ചിലർ ജോക്സ് ആണ്. അത് അല്ലാണ്ട് വേറെ ഒന്നുമില്ല അതിനകത്ത്. അശ്ലീലത എന്ന് പറഞ്ഞ കൺസെപ്റ്റേ ഇല്ല, ഓൺലി ജോക്സ്. ആ ജോക്ക് വഴി നമ്മൾ ഇതിനെ കൺവേ ചെയ്യാനാണ് ഇത്ര നാൾ ശ്രമിച്ചേക്കണത്. ഇനിയായാലും നമ്മുടെ എല്ലാ ശ്രമങ്ങളും ആ ഒരു പോയിന്റ് ഫോക്കസ് ചെയ്തിട്ടായിരിക്കും. പിന്നെ ചേട്ടനൊരു ഇതുണ്ടായിരുന്നു, ഇത് റീച്ച് ചെയ്യേണ്ടത് സാധാരണക്കാരിലേക്കാണ്. അതെ, അതായത് നമുക്ക് ഇപ്പൊ ഒരു HNI ക്രൗഡിനോ അല്ലെങ്കിൽ അപ്പർ മിഡിൽ ക്ലാസ് ക്രൗഡിനോ പേഴ്സണൽ ലൂബ്രിക്കൻസിനെ പറ്റിയുള്ള ധാരണകൾ കുറവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ അവർക്ക് 400, 1000, 2000 രൂപയുടെയൊക്കെ പ്രൊഡക്ട്സ് മേടിക്കാനും അതിലേക്ക് അവരെത്തിപ്പെടാനൊന്നും അവർക്ക് ബുദ്ധിമുട്ടില്ല. സാധാരണക്കാർ 1000, 1500 രൂപയൊക്കെ ഡെയിലി വരുമാനമുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു LGBT കമ്മ്യൂണിറ്റി, അവർക്കൊക്കെ ഇൻകം ലെവൽസ് കുറവുള്ള ആൾക്കാരായിരിക്കും. അവരെ പോലത്തെ ആൾക്കാർക്ക് ഒരു ജെനുവിൻ പേഴ്സണൽ ലൂബ്രിക്കൻ്റ് ചെറിയ പ്രൈസിന്, അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് എത്തിക്കാൻ ഇത് പക്ഷെ സഹായിക്കും. ഞാൻ ഒന്നുകൂടെ പറയുവാണ്, ഈ പേഴ്സണൽ ലൂബ്രിക്കൻ എന്ന് പറഞ്ഞ ഈ സാധനം എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് ഓഫ് നൗ ഒരു മണി മേക്കിംഗ് ബിസിനസ് അല്ല. 100% ആയിട്ട് പറയാം. ഇത് ആസ് ഓഫ് നൗ ഫോർ ദ ടൈമിങ് അടുത്ത ഒരു കൊല്ലത്തേക്കെങ്കിലും ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല രീതിയിലുള്ള ഒരു അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ലോസ് മേക്കിംഗ് ബിസിനസ് ആയിരിക്കും. പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതിനെ പറ്റി ഇപ്പം ആസ് ഓഫ് നൗ എനിക്ക് എക്സ്പെക്ടേഷൻസേ ഉള്ളൂ. പക്ഷേ ആസ് ഓഫ് നോ ഐ എം ജസ്റ്റ് കൺസിഡറിങ് ഇറ്റ് ലൈക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവയർനെസ് ആൾക്കാരെ ചിലപ്പോൾ സഹായിക്കായിരിക്കാം. ഒരു പക്ഷേ എൻ്റെ കമ്പനിയോ അല്ലെങ്കിൽ വേറെ കമ്പനിയോ സഹായിച്ചാൽ തന്നെ ആയാലും അത് ഒത്തിരി ആൾക്കാർക്ക് ഗുണം ഉണ്ടാവും. അതായത് ഇത്രയും നാൾ എണ്ണയും പാമോയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തെറ്റായ ഓയിൽ ബേസ് സാധനങ്ങൾ ഉപയോഗിച്ച് എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒത്തിരി ആൾക്കാരെ ഒരു പക്ഷേ നമ്മുടെ ഈ ക്യാമ്പയിൻ കൊണ്ട് നമ്മൾ ചിലപ്പോൾ രക്ഷപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഇതിനകത്ത് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഞാനൊരു കാര്യം ചെയ്യട്ടെ, എൻ്റെ ഒരു ഫ്രണ്ട് റിൻഷാദിന് വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. റിൻഷാദിന് പാർട്ട്ണർ ഇല്ല, അപ്പൊ റിൻഷാദ് മെയിൻലി മാസ്റ്റർ. അങ്ങനെ നമ്മൾ ഈ മാസ്റ്റർ ബേസിനെ നമ്മൾ ഈ പറഞ്ഞ പോലെ മോശപ്പെട്ട കാര്യമായിട്ട് കൺസിഡർ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ ഒരു സാധനം, അതായത് ഇപ്പം എനിക്ക് തോന്നുന്നു വിറ്റോക്സ് കാണുന്നതും കൂടുതൽ ആൾക്കാർ സിംഗിൾ അല്ല അങ്ങനത്തെ ആൾക്കാർക്ക് ഇത് ചെയ്താൽ പ്ലഷർ കൂടാൻ ചാൻസ് ഉണ്ടോ? സ്റ്റഡി ഉണ്ട്. അപ്പൊ നമുക്ക് മാസ്റ്റർബേഷനിൽ ഇത് ഉപയോഗിക്കാം. 100% ഉപയോഗിക്കാം. നമ്മള് സാധാരണ ഞാനിങ്ങനെ US-ലൊക്കെ ആൾക്കാർ ബോക്സ് ഓഫ് ടിഷ്യൂ മറ്റേ ഇതൊക്കെ വെച്ചിട്ടാണ്. എനിക്ക് നമ്മുടെ നാട്ടിൽ ആരും അങ്ങനെ, നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഉപയോഗിച്ച ശീലമില്ല. അത് ചെയ്താൽ അതിന്റെ ഡിഫറൻസ് ഉണ്ട്. അത് ചെയ്ത ഹെൽത്ത് ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ റെഗുലർ പറഞ്ഞ പോയിന്റ് വാലിഡ് എന്ന് തോന്നുന്നു. അതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് റെഗുലർ ആയിട്ട് മാസ്റ്റർബേറ്റ് ചെയ്യുന്ന ഒരാൾ, ഓക്കെ,
അയാൾ റെഗുലർ ആയിട്ടാണ് മാസ്റ്റർബേറ്റ് ചെയ്യുന്നത്. അതായത് വീക്കിലി ഒരു ജോണിന് വേണ്ടിയാ ചോദിക്കുന്നത്. വീക്കിലി 5-6 ടൈംസ് മാസ്റ്റർബേറ്റ് ചെയ്യുന്ന ഒരാൾ, അയാളാണെങ്കിൽ ബെയർ ഹാൻഡ് ഇട്ടാണ് അങ്ങനത്തെ ഒരാൾ ലൂബ്രിക്കന്റ് ഉപയോഗിക്കുന്നത് അങ്ങനെ ലോങ് ടേം ആയിട്ട് ഒരു ബെറ്റർ കാര്യമാണോ? അഡ്വൈസബിൾ ആണ്. അവന് ലൂബ്രിക്കേഷൻ ഞാൻ പറയട്ടെ, ഞാൻ ഇതിന് അഹങ്കാരം എന്ന് പറയും. 25 രൂപ എടുത്തിട്ട് ഒരു വാറണി അതൊരു ചെയ്യുന്ന ഫ്രീ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി. ഇന്നേ വരെ ഒരു കാശ് ചെലവില്ലാത്തൊരു കാര്യത്തിനാണ് പ്രീമിയം ആക്കുന്നത്. 25 രൂപ ചെലവാക്കി 25 രൂപയ്ക്കുള്ള ഗുണം കിട്ടണ്ടെങ്കിൽ പിന്നെ അതൊരു എക്സ്പെൻസ് ആയിട്ട് 40 രൂപ 50 രൂപയ്ക്ക് കൊക്കക്കോള കുടിച്ച് ദാഹം വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 25 രൂപ കോസ്റ്റ്ലി ആണ്. ഞാൻ ഇന്ന് കുടിച്ച ഒരു ഡയറ്റ് പെപ്സി 130 രൂപയായിരുന്നു 300 ml ക്യാൻ. ഞാൻ ഞെട്ടിപ്പോയി. അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടോന്ന് ഞാൻ വിചാരിച്ചു. ഈ പനമ്പള്ളി നാട്ടിൽ എൻട്രി ചെയ്യുന്ന സ്ഥലത്ത് എന്താ റൈറ്റ് സൈഡിലുള്ള എന്തോ ഈറ്റ് അവിടെ ഞാൻ കഴിച്ച പെപ്സിക്ക് 130 രൂപയാണ്. എനിക്ക് മനസ്സിലാവില്ല 300 ml ഉള്ള പെപ്സിക്ക് ഇമ്പോർട്ടൻ്റ് എന്താന്നൊക്കെ പറയുന്നു. പക്ഷെ അത്രയും കാശിന് അൾട്ടിമേറ്റ്ലി അതിന്റെ പർപ്പസ് എന്താ? കൊഞ്ചിങ് തെസ്റ്റ് അത് തന്നെയല്ലേ ഇതും. അപ്പൊ 25 രൂപയ്ക്ക് ഇത് വർത്താണ്. 25 രൂപ എന്ന് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ. ഇപ്പൊ നമ്മളത് ഒരു സാഷയ്ക്കാണ് 25 രൂപ. ബണ്ടിൽ പാക്ക് ആയിട്ട് 3 എന്ന് പറഞ്ഞാൽ 69 രൂപ. അന്നേരം എത്ര ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ എത്ര? 23. 5 എണ്ണം ആകുമ്പോൾ 120 രൂപ എന്തോ ഉള്ളൂ. അപ്പൊ വീണ്ടും കാശ് കുറയാൻ തുടങ്ങി. 20 അന്നേരം എത്ര? 20. 24. പക്ഷെ അതെനിക്കൊന്ന് കൊരിയറും ബാക്കി കാര്യങ്ങളൊക്കെ അന്നേരം വ്യത്യാസം ഉണ്ട്. വെയിറ്റിലൊക്കെ വ്യത്യാസം വരുന്നുണ്ടല്ലോ. അടുത്ത പാക്ക് ഓഫ് 10 തന്നെ. പാക്ക് ഓഫ് 10 എന്ന് പറയുമ്പോൾ സംഭവിക്കണമെന്ന് പറഞ്ഞാൽ പ്രൈസ് ഭയങ്കരമായിട്ട് പിന്നെയും കുറയുന്നുണ്ട്. അതായത് 199 വന്നുള്ളൂ, 19 രൂപയായി. അതായത് ഇനി അടുത്തത് പാക്ക് ഓഫ് 20 ഉണ്ട്. പാക്ക് ഓഫ് 20 ആണെങ്കിൽ 349 എന്തോ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ 6 ദിവസമുള്ളവരാണെങ്കിൽ അതൊക്കെ മേടിക്കണം. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ മെയിൻ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന മെയിൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കൊറിയർ പാക്കിംഗ് അങ്ങനത്തെ സംഭവങ്ങൾക്കാണ് ഇതിന്റെ മെയിൻ. നമുക്ക് ഈ വല്ലാണ്ട് പ്രൈസ് ഒത്തിരി കുറയ്ക്കാൻ പറ്റാണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു 10 എന്ന് പറഞ്ഞ സംഗതി അല്ലെങ്കിൽ 20 എന്നൊക്കെ പറയുമ്പോൾ ഇതിന്റെ പ്രൈസ് അങ്ങനെ കുറയുന്നതിന്റെ റീസൺ അതാണ്. ഇതിന്റെ ഹാൻഡ്ലിങ്, ഒരാളത് പാക്ക് ചെയ്യണം, ഒരാളത് ഡെസ്പാച്ച് ചെയ്യണം, ഒരാളത് ഡെലിവറി ചെയ്യണം. അപ്പൊ ഇതിനെന്തായാലും അത് 1 10 20 ഈ സംഗതി എല്ലാം സെയിം വർക്ക് തന്നെയാണ്. പാക്കിംഗ് ആയിക്കോട്ടെ, ഡെസ്പാച്ച് ആയിക്കോട്ടെ, ഡെലിവറി ആയിക്കോട്ടെ, കൊറിയറിന് പറഞ്ഞ എഫേർട്ട് ആയിക്കോട്ടെ, ഇനി അത് ക്യാഷ് ഓൺ ഡെലിവറി അതിന് സംഭവിക്കുന്ന എഫേർട്ട് ആയിക്കോട്ടെ, എല്ലാം ഈ 10 10 20 സെയിം, ഏകദേശം സെയിം ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഡിഫറൻസ് ഓഫ് പ്രൈസിംഗ്. 20 വാങ്ങിച്ചു പറഞ്ഞാൽ നിങ്ങൾക്ക് 17 50 പൈസ ആവത്തുള്ളൂ. ഓൾമോസ്റ്റ് ഒരു ബ്രാൻഡഡ് കോണ്ടത്തിന്റെ കാശ്. ഒരു സിഗരറ്റിന്റെ പൈസ, ഒരു സിഗരറ്റിന്റെ പൈസ അല്ലേ? നമ്മൾ ഒരു ദിവസം അതാ കഴിഞ്ഞിട്ട് സിഗരറ്റ്, അതിന് മുമ്പേ സ്ലിപ്പ് മീ മുകളിലാണ് ഉപയോഗിക്കുന്നത്. ഇത് കോണ്ടത്തിനകത്തല്ല ഉപയോഗിക്കുന്നത്. അല്ല, ഞാൻ ഈ പറഞ്ഞ സംഗതി അത് റിയൽ സംഭവമാണ്. ഞാനൊരു സാധനം പറയാനുണ്ട്. ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ഡോക്ടർ ക്യൂട്രസ് എന്ന് പറഞ്ഞിട്ട്. അവര് സെക്ഷുവൽ വെൽനസ് ചെയ്യുന്ന. അവര് പറഞ്ഞ് ഒരാളിങ്ങനെ കുറെ സെക്സ് ചെയ്തിട്ട് കുട്ടി ഉണ്ടാവുന്നില്ല. ഓക്കെ, അങ്ങനെ പിന്നെ കൊറി വന്ന് അവസാനം അയാള് പൊക്കിളിന്റെ മുകളിലായിരുന്നു. അയാൾക്ക് അത്ര അവയർനെസ് ഇല്ല. നമുക്ക് ചേട്ടന്റെ വേറെ ബിസിനസ്സുകളെ പറ്റി കൂടെ ചോദിക്കാം. മരേട്ടൻ കേരളത്തിൽ ബിസിനസ് ചെയ്യുന്ന ഒരാൾ കൂടെ ഉണ്ട്. ഈ സെക്ഷൽ വെൽനസ് കാറ്റഗറി ആണല്ലോ ഇത്. ഈ ഗവൺമെന്റ് എന്തെങ്കിലും സപ്പോർട്ട് അങ്ങനെ എന്തെങ്കിലും? ഒരു സപ്പോർട്ടില്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്ന ഒരു ഏരിയ ആണ്. ഒരു കോസ്മെറ്റിക് സെഗ്മെന്റിലോ അല്ലെങ്കിൽ ഒരു സെക്ഷൽ വെൽനസ് പ്രൊഡക്റ്റിനോ കേരളത്തിൽ ലൈസൻസിങ് കിട്ടാന്ന് പറഞ്ഞ സംഗതി ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ശരിക്കും ഇതിന്റെ പ്രൊഡക്ഷൻ ഗുർഗാവണിൽ ചെയ്യുന്നതിന്റെ റീസൺ തന്നെ അവിടെ ഈ ലൈസൻസിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ എളുപ്പമായതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ എളുപ്പമായതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ബൈപ്പാസ് ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടുന്നല്ല ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ലൈസൻസ് കിട്ടുന്നല്ല പറഞ്ഞത്. പക്ഷെ അവിടെ ഈ കാര്യങ്ങൾ കുറേയും കൂടെ, അതായത് ഇവിടെ നടക്കുന്നതിൽ ഒത്തിരി എളുപ്പമാണ്. ഇവിടെ കേരളത്തിൽ പല ബിസിനസ്സും കേരളത്തിൽ നിർത്തി വേറെ പല സ്ഥലങ്ങളിലേക്ക് പോകുന്നതിൻ്റെ റീസൺ ഇവിടുത്തെ കാര്യങ്ങളുടെ കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനാണ്. ഇവിടുത്തെ ആൾക്കാർക്ക് ഇത് കോസ്മെറ്റിക് ആണോ ഡ്രഗ് ആണോ പോലും മനസ്സിലാവില്ല. ബേസിക് ഞാൻ പറയാണ്, ഇവിടുത്തെ നമ്മളിപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈസൻസ് ആയിട്ട് വന്നിട്ട് സംസാരം തുടങ്ങുമ്പോൾ കോസ്മെറ്റിക്കിൻ്റെ ആണോ ഡ്രഗ് ആണോ ഈ സെഗ്മെൻറ്റ് വന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് അറിയത്തില്ല. ബേസിക്കലി അവർക്ക് അറിയത്തില്ല. കേരളത്തിൽ ഒരാളുടെ അടുത്ത് നമ്മൾ ചെന്ന് ഒരു ഓയിൽ കൊണ്ട് ആയുർവേദിക് ഫോർമുലേഷനാണ് അതിന് ലൈസൻസ് പറഞ്ഞാൽ ഒരു പക്ഷേ പിന്നെയും ആയുർവേദിക് സംഭവങ്ങൾക്ക് ആ ലൈസൻസ് കിട്ടാനുള്ള സാധ്യത കുറേ കൂടുതൽ. പക്ഷേ ഒരു ഓയിൽ ബേസ്ഡ് അല്ലാണ്ട് ഒരു ജെനുവിൻ പേഴ്സണൽ ലൂബ്രിക്കൻ്റ് ഒരു ലൈസൻസും പറഞ്ഞു തന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. ഒരു ബിസിനസ് ഒരു കാറ്റഗറി ഉണ്ട്. ഇപ്പോൾ ലൈസൻസിങ്ങിലോട്ട് വരുമ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട്. പക്ഷെ അത് കിട്ടാൻ ഇന്നേ വരെ കേരളത്തിൽ വാട്ടർ ബേസ്ഡ് ആയിട്ട് വേറെ പേഴ്സണൽ ലൂബ്രിക്കൻ്റ് ലൈസൻസ് കിട്ടിയിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ അറിവിലില്ല. ഇനി ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ഇനി അറിവ് കുറവുണ്ട്.
ശരിക്കും സർക്കാർ കോണ്ടം പ്രൊമോട്ട് ചെയ്യുന്നത് തന്നെ വേണമെങ്കിൽ അതാ promote നമ്മുടെ ചെയ്യണമല്ലേ? തിരുവനന്തപുരത്തിന്റെ ഏറ്റവും വലിയ HLL ഒരു HLL ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ലിമിറ്റഡ് ആണല്ലോ നമ്മൾ കേരളത്തിന്റെ തന്നെ ഒരു ഭയങ്കര വലിയ തിരുവനന്തപുരത്തിന്റെ ഒരു വലിയൊരു കേരളത്തിൽ നിന്ന് വന്ന ഒരു ബ്രാൻഡില്ലേ HLL ആണല്ലോ മൂഡൊക്കെ ചെയ്യുന്ന HLL അല്ലേ അവർ ചെയ്യുന്ന മൂഡ്സ് ഒക്കെ HLL അല്ലേ കേരളത്തിൽ നിന്ന് വന്ന ബ്രാൻഡ്. അപ്പൊ അത് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് പകുതി ഗവൺമെന്റ് അല്ലേ? അർദ്ധ സർക്കാർ? അർദ്ധ സർക്കാർ സ്ഥാപനമല്ലേ? അല്ലേ? അറിയാമോ? അർദ്ധ സർക്കാർ സ്ഥാപനം. ഇതല്ല സാധനം, ഐ മീൻ ലൂബ്രിക്കന്റ് അല്ല. അല്ല ഞാൻ കോണ്ടം പോലെ തന്നെ സെക്ഷൽ അവയർനെസ്സിൽ അവയർനെസ് കൊടുക്കേണ്ട സാധനം തന്നെ അല്ലേ ഇത്? നിർബന്ധമല്ലേ? അല്ല, ഞാൻ ഒന്നുകൂടെ പറയുവാണ്, ഇപ്പൊ നമ്മൾ LGBT കമ്മ്യൂണിറ്റി കൺസിഡർ ചെയ്യാം, അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അൺഅവോയ്ഡബിൾ സാധനമാണ്, ഇത് മസ്റ്റാണ്. ഇതില്ലാതെ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കേണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അവർ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അത്രയും ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കേണ്ടവർക്ക് ഇത്രയും അവരെ സംബന്ധിച്ചിടത്തോളം ജെന്യൂൻ ആയിട്ടുള്ള സാധനം അവർക്ക് അവൈലബിൾ അല്ല. ആ പ്രൈസിന് അവർക്ക് താങ്ങാൻ പറ്റുന്ന പ്രൈസിനല്ല അത്. 400-500 രൂപയൊക്കെ ചിലവാക്കാൻ പറ്റിയ എത്ര LGBT കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ കേരളത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. LGBT കമ്മ്യൂണിറ്റിയിലുള്ള വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ജോലി തന്നെയുള്ളൂ. ബാക്കി ഒരുമാതിരി എല്ലാ ആൾക്കാരും ഈ പറഞ്ഞ നമുക്ക് ജെന്യൂൻ അല്ലാത്ത പല കാര്യങ്ങളും ചെയ്തിട്ടാണ് അവർ ഡേ ടു ഡേ ലൈഫ് അവർ മുന്നോട്ട് നിൽക്കണേ. അങ്ങനത്തെ ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യുന്ന റെഗുലർ കസ്റ്റമേഴ്സ്. പെയ്ഡ് സെക്സിൽ എവിടെയാ ഫോർ പ്ലേ ഉള്ളേ? അല്ല, പെയ്ഡ് സെക്സിൽ ഫോർ പ്ലേ ഇല്ല, അവിടെ പെനിട്രേറ്റീവ് സെക്സ് മാത്രം സംഭവിക്കണം. പെയ്ഡ് സെക്സ് അവർക്ക് ഇത് ഉപയോഗിക്കാമല്ലോ. ഇത് നിർബന്ധമായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കുന്ന റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ടോ? ഓർഡർ ചെയ്യുന്ന ഒരാളുടെ ബാക്ക് ഹിസ്റ്ററി അല്ലെങ്കിൽ അവർ മാക്കി ഇത് എന്തിനാണ് അവർ ഉപയോഗിക്കപ്പെടാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇത് ഇന്ന കാറ്റഗറി ഒരു കസ്റ്റമർ നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. ഓൺലൈനിൽ മേടിക്കുന്നു അല്ലെങ്കിൽ അവർ നമ്മുടെ വാട്സപ്പിൽ മേടിക്കുന്ന ആൾക്കാർ എന്തിനൊക്കെ ഉപയോഗിക്കണമെന്ന് എനിക്കറിയത്തില്ല. മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് എത്ര നാളായി? സ്ലിപ്പ് മീ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ പേഴ്സണൽ ലൂബ്രിക്കൻസ് ഇപ്പോൾ ഓൺലൈനിൽ അവൈലബിൾ ആയിട്ട് ഇന്നേക്ക് 4 ദിവസമായി. എക്സ്ക്ലൂസീവ് എപ്പിസോഡ് അല്ല, ഇതിന്റെ ഉള്ളിൽ ഓർഡേഴ്സ് ഡെയിലി ഇപ്പൊ നമുക്ക് ഏകദേശം 80-90 എൻക്വയറീസ് വാട്സപ്പിൽ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡെയിലി കൺവേർഷൻ റേഷ്യോ നോക്കുവാണെങ്കിൽ നല്ലതാണ്. ഈ പറഞ്ഞ ആൾക്കാരെല്ലാം ഒത്തിരി ജെന്യൂൻ ആയിട്ടുള്ള ഡൗട്ട്സ് തന്നെ ചോദിക്കണം. ബൾക്ക് ഓർഡേഴ്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോ ഒരു മാസമോ 2 മാസമോ 3 മാസമോ 4 മാസം മാക്സിമം ഒരു 6 മാസം കഴിയുമ്പോഴേക്കും നമ്മുടെ കമ്മ്യൂണിറ്റിയിലെല്ലാം, അതായത് നമ്മുടെ ഈ മലയാളം സംസാരിക്കാൻ അറിയുന്ന മലയാളികൾക്കിടയിൽ പേഴ്സണൽ ലൂബ്രിക്കൻസ് എന്താണെന്നും ഇത് 25 രൂപയ്ക്ക് അവൈലബിൾ ആയിട്ടുള്ള സാഷയിൽ ജെന്യൂൻ ആയിട്ടുള്ള കണ്ടന്റാന്നുള്ളൊരു ബോധ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കിത് നിർബന്ധമായിട്ടും മെഡിക്കൽ സ്റ്റോറുകളിലേക്ക് എത്തിക്കാൻ പറ്റും. ഇപ്പം നമുക്ക് സ്ലിപ്മിയുടെ പേരിൽ സാഷ കൊണ്ട് മെഡിക്കൽ ഷോപ്പിൽ വെച്ചാൽ അവൈലബിൾ ഇതെന്താ പ്രൊഡക്റ്റിന് അവയർ അല്ലാത്തൊരു അത് അവിടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുള്ളൂ. മെഡിക്കൽ ഷോപ്പിലെ ചേട്ടൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നത് ഇത് നല്ലതാണെന്ന് പറഞ്ഞ് നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലേക്ക് ഒരു സാഹചര്യം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കാനില്ല. അപ്പോൾ അത് അവിടെ ഇരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഓൺലൈനിൽ കൂടെ നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന രീതികളും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ ഓൺലൈനിൽ ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ച് ചെയ്യുന്ന പ്രൊമോഷൻസോ അല്ലെങ്കിൽ പെയ്ഡായിട്ട് കാണിക്കുന്ന പ്രൊമോഷൻ മെറ്റീരിയൽസ് എല്ലാം നമ്മൾ ഈ ആൾക്കാരെ അവെയർ ആക്കാന്നുള്ള രീതിയിൽ മാത്രം ഉദ്ദേശിച്ചിട്ട് ചെയ്യുന്ന കാര്യമാണ്. നമുക്ക് ജെന്യുവനായിട്ടുള്ള ഒരു സംഭവമാണ് ഇതെന്നുള്ളത് ആൾക്കാരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ഇതിൻ്റെ പ്രൈം പർപ്പസാണ്. ഓക്കെ, നമ്മളിപ്പോൾ ചെയ്യുന്ന ബിസിനസ്സുകൾ എന്ന് പറഞ്ഞ സംഗതി കൂടിയുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഈ മിസ്റ്ററി ഡോംസ് പറഞ്ഞ പോർട്ടബിൾ പ്ലാനറ്ററിയം കമ്പനിയാണ്. പിന്നെ സെക്കൻഡ് വോളിയത്തിൻ്റെ ബേസിൽ നോക്കുവാണെങ്കിൽ ലിറ്റിൽ മെർമെയ്ഡ് പൂൾസ് എന്ന് പറഞ്ഞ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. പിന്നുള്ളത് പാർക്കുകൾ ഉണ്ടാക്കുന്ന പ്ലേ മാക്സ് എന്നാണ് ആ ബ്രാൻഡിൻ്റെ പേര്. അത് നമ്മൾ റിസോർട്ടുകളിലും സ്കൂളുകളിലാണ് പാർക്കുകൾ സെറ്റ് ചെയ്യുന്നത്. സ്വിങ്, സീസോ, മെറിഗോ റൗണ്ട്, ക്ലൈംബേഴ്സ്, പിന്നെ ഈ ടർഫ്. അതും ഈ റിസോർട്ടിലെ ടർഫും പിന്നെ പ്രൊഫഷണൽ ടർഫും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ കൂടുതലും റിസോർട്ട് ടർഫാണ് കൂടുതലും ചെയ്തത്, മറ്റേ പ്രൊഫഷണൽ ടർഫും ചെയ്യുന്നുണ്ട്. പിന്നെ ഈ റോക്കറ്റ് ക്ലൈംബർ പോലത്തെ അത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂണീക്കാണ്. നമ്മുടെ തന്നെ വർക്ക്ഷോപ്പിൽ തന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന സംഗതികൾ ഇതെല്ലാം. അതായത് സാധാരണ ഒരാൾ പാർക്ക് സെറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം നമ്മൾ ചെയ്യുമ്പോഴുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, സാധാരണ പാർക്ക് ചെയ്യുന്ന ഒരാൾ പല സ്ഥലത്തു നിന്ന് അഗ്രിഗേറ്റ് ചെയ്ത പല സാധനങ്ങൾ ഒരു സ്ഥലത്ത് കൊണ്ട് ഫിക്സ് ചെയ്യുക മാത്രമാണ്. നമ്മുടെ പാർക്കുകളിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ തന്നെ ഉണ്ടാക്കുകയാണ്. FRP, അതുപോലെ തന്നെ ബെൻഡിങ് FRP പോലത്തെ സീറ്റുകളും, പിന്നെ അതുപോലെ ബെൻഡിങ് മെഷീൻ വെച്ചിട്ട് നമ്മൾ ബെൻഡ് ചെയ്തുണ്ടാക്കുന്ന കമ്പികൾ വെച്ചുണ്ടാക്കുന്ന പല ഷേപ്പുകളുടെ കോമ്പിനേഷൻസ് എല്ലാം ഒരു പ്ലേ രീതിയിലേക്ക് വരുന്ന രീതിയാണ്. ഈ റോക്കറ്റ് ക്ലൈംബർ, ബി ക്ലൈംബർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മാത്രം യൂണിക്നെസ് ആണ്. അങ്ങനത്തെ ഒരു 70-80ഓളം ഐറ്റംസ് ഉണ്ട് നമ്മുടെ പാർക്കിൻ്റെ ഐറ്റംസിൽ യൂണീക്കായിട്ട്, വേറെ എവിടെയും ആൾക്കാർ ചെയ്യാത്ത. ഇപ്പോൾ നമ്മൾ സിങ് അതെല്ലാവരും ഈ പറഞ്ഞ പല വീടുകളിലും പാർക്കുകളൊക്കെ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ നമ്മുടെ സിങ് യൂണീക്കാണ്. നമ്മുടെ സിങ്ങിന് ഷേപ്പിൽ വ്യത്യാസമുണ്ട്, അതിൽ ആടുമ്പോൾ കിട്ടുന്ന ഫീൽ വ്യത്യാസമുണ്ട്, നമ്മുടെ ക്ലൈംബേഴ്സിൻ്റെ ഷേപ്പ് വ്യത്യാസമുണ്ട്, അത് പ്ലേ മാക്സ്. പിന്നെ അതുപോലെ
നമ്മൾ ചെയ്യുന്ന അടുത്ത യൂണീക്ക് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ഈ പൂള് ബഡ്ജറ്റ് ഭയങ്കര പൂളിന്റെ സംഭവം പറയാം. അതായത് സാധാരണ സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞ ഒരു ലക്ഷറി സാധനമായിട്ടാണ് നമ്മൾ ഇത്രയും നാൾ എല്ലാവരും കൺസിഡർ ചെയ്യുന്നത്. ഒരു സ്വിമ്മിംഗ് പൂൾ ഉള്ള ഒരു വില്ല അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂൾ ഉള്ള ഒരു ഹോം സ്റ്റേ അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവമായിരിക്കാം എന്നാണ് ആദ്യം എല്ലാവരും വിചാരിക്കുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്ന സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞാൽ 6.5 lakhs മുതലാണ് സ്റ്റാർട്ട് ആവുന്നത്. പ്രോപ്പർ ഒരു സ്വിമ്മിംഗ് പൂൾ, അതൊരു അഡ്ജസ്റ്റ്മെന്റ് പൂളൊന്നുമല്ല, പ്രോപ്പർ ഫിൽട്രേഷനും പ്രോപ്പറായിട്ടുള്ള എല്ലാ കാര്യങ്ങളുള്ള ഒരു പ്രോപ്പർ സ്വിമ്മിംഗ് പൂൾ നമ്മുടെ സ്റ്റാർട്ട് ആവുന്നത് 6.5 lakhs മുതലാണ്. സെയിം നമ്മൾ പണിയുന്ന സൈസിലുള്ള സെയിം പൂളിന് വേറൊരു കമ്പനിയിൽ നിന്ന് കൊട്ടേഷൻ എടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അവരെ കിട്ടാൻ പോകുന്ന ഫിഗേഴ്സ് 8, 9, 10, 15 ലക്ഷം രൂപയ്ക്ക് ആയിരിക്കാം. ഇവിടെ 20 ലക്ഷം രൂപ കണ്ടാൽ പോലും ഞെട്ടേണ്ട കാര്യമില്ല. കാരണം സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞ സംഗതി എന്ത് റേറ്റിനും പണിയാം. അപ്പോൾ പിന്നെ 5-6 സ്വിമ്മിംഗ് പൂൾ പണിയുന്ന ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ 2-3 ബെൻസോ BMW ഉണ്ടാവും. കാരണം അതിനകത്തുള്ള മാർജിൻസ് അതിനകത്ത് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്തിട്ടല്ല സ്വിമ്മിംഗ് പൂളിൽ എണ്ണം നമ്മൾ കൂടുതൽ ചെയ്യണേ അല്ലെങ്കിൽ വില കുറയ്ക്കണേ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ മാർജിൻസ് അതിനകത്ത് ഭയങ്കര മിനിമലാണ്. മാത്രമല്ല അവിടെ സ്പെൻഡ് ചെയ്യുന്ന ഈ 6 ലക്ഷം രൂപയിൽ മാക്സിമം പൈസയും ആ പൂളിൽ തന്നെ സ്പെൻഡ് ആവുന്നുണ്ട്. അല്ലാണ്ട് അതിന്റെ ഓണറുടെ കാറിലേക്ക് പൈസ. നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് ഹോം സ്റ്റേസ്, അതുപോലെ സർവീസ് അപ്പാർട്ട്മെന്റ്സ്, അതുപോലെ സാധാരണക്കാരുടെ വീടുകൾ. ഇപ്പോൾ ഒരു 20 ലക്ഷം രൂപ മുടക്കി പൂൾ പണിയാൻ ഏതൊരാൾക്കും ആ കാശുള്ളവർക്ക് പറ്റും. പക്ഷേ സാധാരണക്കാരന് ഒരു 6 ലക്ഷം രൂപ മുടക്കി അവൻ്റെ വീട്ടിലൊരു പൂൾ പണിയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ബന്ധപ്പെടേണ്ടത് നമ്മളെപ്പോലത്തെ ആൾക്കാർ തന്നെയാണ്. അവരല്ലാണ്ട് ഇത്രയും കാശ് കുറയുന്ന നല്ലൊരു പൂൾ ചിലപ്പോൾ അവരുടെ വീട്ടിലുണ്ടാവണം നിർബന്ധമില്ല. കേരളത്തിൽ എവിടെയാണെങ്കിലും ചെയ്തു കൊടുക്കുമോ? കേരളത്തിലല്ല, നമ്മൾ കേരളത്തിന് പുറത്തൊക്കെ പൂൾ പണിയുന്നുണ്ട്. ഉണ്ട്, കേരളത്തിന് പുറത്തൊക്കെ പൂൾ പണിയുന്നുണ്ട്. നമ്മൾ അത്യാവശ്യം ഒരു 300 പൂളിനടുത്ത് ഇപ്പോൾ ആസ് ഓഫ് നോ കംപ്ലീറ്ററാണ്. മാത്രമല്ല ഈ പാസ് ഓഫ് ഒരു മന്ത്ലി നോക്കുവാണെങ്കിൽ തന്നെ 5 അല്ലെങ്കിൽ 6 പൂൾസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന ഒരു 3 കിലോമീറ്റർ റേഡിയസിൽ നമ്മുടെ ഒരു 4 പൂളിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഒരാപ്പുഴ, പിന്നെ ഒരാപ്പുഴ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ദൂരമാണെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ ഒരു 5 കിലോമീറ്റർ റേഡിയസ് നോക്കി, അല്ലെങ്കിൽ 6-7 കിലോമീറ്റർ റേഡിയസിൽ മിനിമം ഒരു 4 പൂളിൻ്റെ വർക്ക് എറണാകുളം ജില്ലയിൽ തന്നെ നമ്മൾ നടക്കുന്നുണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് അടിക്കുന്നു നമ്മുടെ കസ്റ്റമേഴ്സ് ഒന്ന് മാനേജറിനെ കോൺടാക്ട് ആണ് വിറ്റ് 10 എന്ന് പറഞ്ഞൊരു 10% ശരിക്കും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. കാരണം സിമ്പിളുള്ള കാര്യത്തിൽ നമ്മളിപ്പോൾ 6 ലക്ഷം രൂപയുടെ ഒരു പൂളിൽ നമുക്ക് 65 മാർജിൻ ഇല്ല. അപ്പോൾ ഞാൻ എവിടെ നിന്ന് ആ കാശ് ഞാൻ ഡിസ്കൗണ്ട് കൊടുക്കുന്നത്? ഞാൻ ഓൾറെഡി ഹൈലി ഡിസ്കൗണ്ടഡ് ആണ്. കണക്ക് ഇത് വേറെ ഏതൊക്കെയാണ് ബിസിനസ് ഉള്ളത്? പിന്നെ പൂളല്ല നമ്മൾ ചെയ്യണ വേറെ സംഭവമാണ് ഈ മാഡ് ഹോളിഡേയ്സ് എന്ന് പറഞ്ഞ ഈ നമ്മൾ ടൂർ പാക്കേജസും കാര്യങ്ങളെല്ലാം. അത് ഹോം സ്റ്റേസ് അവർക്ക് ബുക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ്. നമ്മുടെ തന്നെ ഹോം സ്റ്റേസ് ഉണ്ട്. അതല്ലാതെ വേറെ ഹോം സ്റ്റേസ് അവിടെ റിക്വയർമെന്റ് അനുസരിച്ച് ഇപ്പോൾ 5, 6, 7, 8 ബെഡ്റൂംസ് ഉള്ള പ്രോപ്പർട്ടിയിൽ 8 ബെഡ്റൂംസ് ഹോം സ്റ്റേ സെഗ്മെന്റിൽ കുറവാണ്. 6 ബെഡ്റൂം വരെയുള്ളതാണ് മാക്സിമം ഹോം സ്റ്റേസ് ഉള്ളത്. അപ്പോൾ അങ്ങനത്തെ ഗ്രൂപ്പിലാണെങ്കിൽ വെബ്സൈറ്റ് ആണോ അല്ല ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ബന്ധപ്പെടാം. നമ്മുടെ കോൺടാക്ട് നമ്പേഴ്സ് മാഡ് ഹോളിഡേയ്സ് ആയിട്ട് ബന്ധപ്പെട്ട ഈ വീഡിയോസിലൊന്ന് മെൻഷൻ ചെയ്താൽ മതി. സ്വിമ്മിംഗ് പൂളായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്പേഴ്സും ബ്രാൻഡിന്റെ പേരെന്താണ്? ലിറ്റിൽ മെർമെയ്ഡ് പൂൾസ്. അതിന്റെ വെബ്സൈറ്റ് ഉണ്ട്, www.littlemermaidpools വെബ്സൈറ്റ് ഉണ്ട്. മാത്രമല്ല ഈ പറഞ്ഞ നമുക്ക് കൂടുതൽ എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീഡിയോസ് യൂട്യൂബിലുണ്ട്. നമ്മുടെ സ്വിമ്മിംഗ് പൂൾ നമ്മൾ ഫിനിഷ് ചെയ്ത സ്വിമ്മിംഗ് പൂളുകളുടെ വീഡിയോസ് ഉണ്ട്. എങ്ങനെ ചിലവ് കുറച്ച് സ്വിമ്മിംഗ് പൂൾ പണിയാന്നുള്ളതിന്റെ ടിപ്സും കാര്യങ്ങളൊക്കെ ഒത്തിരി നമ്മൾ യൂട്യൂബിൽ അപ്ലോഡറാണ്. മാത്രമല്ല ഓൾറെഡി സ്വിമ്മിംഗ് പൂൾ ചെയ്തേക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവിടെ വന്ന് കാണുന്ന കസ്റ്റമേഴ്സോ അല്ലെങ്കിൽ ആ പൂളുകൾ കണ്ടിട്ട് വേറെ ഹോം സ്റ്റേസ് ഒക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ എൻക്വയറീസ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സെഗ്മെന്റ്. പിന്നെ നമ്മൾ ചെയ്യുന്ന വേറൊരു പരിപാടിയാണ് ഈ നമ്മുടെ ഏതൊക്കെ പറഞ്ഞ മാഡ് ഹോളിഡേയ്സ് പറഞ്ഞ്, മിസ്റ്ററി ഡോംസ് പറഞ്ഞ്, പാർക്ക് പറഞ്ഞ്, പിന്നെ ഓക്കെ. ഇനി ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്ന സംഭവം ചെറിയ കാര്യങ്ങളൊക്കെയാണ്. ഈ റിസോർട്ടുകളിലൊക്കെ നമ്മൾ മാളുകളിലൊക്കെ റൈഡുകൾ, ചെറിയ പ്ലേ ഏരിയ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളായിട്ട് തന്നെ റൺ ചെയ്യുന്നുണ്ട് കുറച്ച് അങ്ങനത്തെ. പിന്നെ ഈ ബിസിനസ്സുകളുടെ എണ്ണം കൂടുതലാണെന്നുണ്ടെങ്കിൽ അതുപോലെ അത്രയും പാർട്ട്ണർമാരും ഉണ്ട്. അതാണ് അതിൻ്റെ ഒരു വേറെ കാര്യം. അപ്പോൾ ഞാൻ തന്നെ ചെയ്യുന്നൊരു കാര്യമല്ല ഇതെല്ലാം. ഏകദേശം ഇപ്പോൾ കേരളത്തിൽ പല ആൾക്കാരും പറയേണ്ടതായിരിക്കും നമ്മുടെ കൂട്ടത്തിലുള്ള ഓരോ ജോലിക്കാരനും നമ്മുടെ ഈ ബിസിനസ്സിലെ പാർട്ട്ണർ പോലെ തന്നെയാണെന്നുള്ള രീതി പറയുന്നത്. പക്ഷേ എൻ്റെ കാര്യത്തിൽ പാർട്ട്ണർ പോലെ തന്നെയല്ല, പാർട്ട്ണറാണ്. അതാണ് എൻ്റെ ശരി. ഇപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഓരോ ലൊക്കേഷനിൽ നമ്മുടെ മിസ്റ്ററി ഡൂംസ് വർക്കാവുന്നത് അവിടെ എല്ലാം പാർട്ട്ണർ തന്നെയാണ്. അവിടെ ആ കാര്യങ്ങൾ കൊണ്ടു നടക്കേണ്ടത്. അവിടെ 2-3 ആൾക്കാർ ചെറിയ ടീമായാലും ആ 3 ആൾക്കാരും ചിലപ്പോൾ നമ്മുടെ പാർട്ട്ണർമാരായിരിക്കാം. അതിനകത്ത് സാലറി ആയിട്ട് വാങ്ങിക്കുന്ന ഒരാൾ പോലും ചിലപ്പോൾ ഉണ്ടാവില്ല. അവരെല്ലാം എന്താണോ അവിടുത്തെ റവന്യൂ അതിനകത്തുള്ള ഷെയറോ അല്ലെങ്കിൽ എന്താണോ ആ കമ്പനിയുടെ ആ ലൊക്കേഷനിലെ ടേൺ ഓവർ അതിനകത്തുള്ള അവരുടെ ഷെയർ അവർക്ക് കിട്ടേണ്ടതായിരിക്കും. അല്ലാതെ ഒരു സാലറി മോഡലിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമേ അല്ല മിസ്റ്റർ ഡൂം. അതിനകത്ത് ഒത്തിരി പാർട്ട്ണർമാരുണ്ട്. ഓരോ ലൊക്കേഷനിലും ഡിഫറെൻറ്റ് പാർട്ട്നേഴ്സാണ്. ഈ മാഡ് ഹോളിഡേയ്സ് എന്ന സ്ഥാപനമായിക്കോട്ടെ അതിനകത്ത് 3 പാർട്ട്ണർമാരുണ്ട്. അതിനകത്ത് വോളിയം ഈ പറഞ്ഞ പോലെ പല സെഗ്മെൻറ്റിൽ ഡൈവേർട്ടാണ്. അതായത് പാക്കേജ് എന്ന് പറഞ്ഞ സംഗതി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഹോം സ്റ്റേ ഒരു സ്ഥലത്ത് മാത്രമല്ല. ചിലപ്പോൾ അവർ എറണാകുളത്ത് ഒരു സ്ഥലത്ത് ഒരു ദിവസം സ്റ്റേ ഉണ്ടാവും. പിന്നെ അത് നേരെ മൂന്നാറിൽ ചിലപ്പോൾ 2 ദിവസമായിരിക്കാം. അത് കഴിഞ്ഞ് അവർ താമസിക്കാൻ പോകുന്ന തേക്കടി ചിലപ്പോൾ ഒരു ദിവസമായിരിക്കാം.
അൾട്ടിമേറ്റ്ലി ഹൗസ് ബോട്ട് ചിലപ്പോൾ ആലപ്പുഴ ആയിരിക്കും. അപ്പോൾ ഇതൊരു എന്താ പറയുന്ന ഒരു പാക്കേജായിട്ട് വരുമ്പോൾ ഓരോ സ്ഥലങ്ങളിലേക്കുള്ള അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചുള്ള ഹോം സ്റ്റേ സെറ്റ് ആയത് പറയാനായിട്ട് നമ്മളെ പോലത്തെ ഒരാൾക്ക് ആ ഹോം സ്റ്റേസ് ഇത്ര നെറ്റ്വർക്ക് ഉള്ള കാരണം കൊണ്ട് പെട്ടെന്ന് ഡിസൈൻ ചെയ്യാൻ പറ്റും. വേറൊരു ട്രാവൽ ഏജൻസി ഒരു പക്ഷേ എൻ്റയർലി ഒരു ട്രിപ്പ് ഹോം സ്റ്റേയിൽ മാത്രമായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അനീസ് ഇതിന് മുന്നേ ചെയ്തുകൊണ്ടിരുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഈ പാക്കേജ് ചിലപ്പോൾ ഹോം സ്റ്റേയിൽ മാത്രം സെറ്റ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞാൽ ഒരു അത്ര എളുപ്പമുള്ള ഒരു ടാസ്ക് ആയിരിക്കാൻ ചാൻസ് കുറവാണ്. ചിലപ്പോൾ ഒരു സ്ഥലത്ത് റിസോർട്ട്, വേറെ സ്ഥലത്ത് ഹോം സ്റ്റേ, വേറെ സ്ഥലത്ത് ഹോട്ടൽ, അങ്ങനെയൊക്കെ ആയിട്ടാണ് ചിലപ്പോൾ ചെയ്യാൻ പറ്റുമായിരിക്കും. നമുക്കത് പക്ഷേ പക്ക അവർക്ക് ഹോം സ്റ്റേ ടു ഹോം സ്റ്റേ രീതിയിൽ ആ പാക്കേജ് പല ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഈ എന്താ പറയുക, നമുക്ക് ഈ പാർട്ട്ണർമാരുടെ എണ്ണത്തിലാണ് നമ്മുടെ ഈ ആക്ടിവിറ്റീസ് എല്ലാം അത് ഭംഗിയായിട്ട് തന്നെ നടന്നു പോണേ. ഇപ്പം ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ വേറൊരു കാര്യത്തിൽ പോകാനുള്ളൊരു ധൈര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ ഞാൻ മാത്രമായിട്ട് പോകുന്ന രീതിയല്ല. നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ പാർട്ട്ണർമാരോ അല്ലെങ്കിൽ ഇതായിട്ട് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ നമ്മളെ അതുപോലെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ടാവും. അവരെല്ലാം നമ്മൾ പറയുന്ന കാര്യങ്ങളായാലും അവർ പറയുന്ന കാര്യങ്ങളായാലും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ വേവ് ലെങ്ത് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്കെല്ലാം അതിൻ്റെതായ വേവ് ലെങ്ത്തിൽ മനസ്സിലാക്കുന്നതുകൊണ്ട് തന്നെ കാര്യമായ കോൺട്രിബ്യൂഷൻ ഈ കൺസെപ്റ്റിലെല്ലാം ചിലപ്പോൾ ഇടാനുണ്ടാവും. അനുജേട്ടനാണോ ഇത് മൊത്തം ഈ പ്രോഡക്റ്റ് ഒക്കെ ഫിഗർ ഔട്ട് ചെയ്യുന്ന ആള്? ഈ പ്രൊഡക്റ്റ് ഫിഗർ ഔട്ട് ചെയ്യുന്ന ഞാൻ തന്നെയാണ്. ഇത് മാത്രമല്ല, അല്ല, ബാക്കി സ്വിമ്മിംഗ് പൂളിന്റെ കൺസെപ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് എപ്പോഴാന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ഹോം സ്റ്റേ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഹോം സ്റ്റേകളിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഒരു ഗസ്റ്റ് താമസിക്കുമ്പോൾ അവരെ സംബന്ധിച്ചോളം ആ പൂള് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം അവിടെ ഇല്ലെങ്കിൽ അവർക്ക് ആക്ടിവിറ്റി പ്രോപ്പർട്ടിയിലില്ല. ഇപ്പോൾ റിസോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഒരു പ്ലേ ഏരിയ ഉണ്ടാവും, ഒരു പൂളുണ്ടാവും, അല്ലെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും ഒരു ട്രക്കിങ്ങോ ബൈക്കിങ്ങോ അല്ലെങ്കിൽ റിസോർട്ടിൻ്റെ ആംബിയൻസ് തന്നെ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ഒരു ഹോം സ്റ്റേയിൽ വേറെ ആക്ടിവിറ്റി ആയിട്ട് എന്താ ഉള്ളത്, ക്യാമ്പ് ഫയർ അല്ലെങ്കിൽ ബാർബിക്യൂ പോലത്തെ ഒരു ആക്ടിവിറ്റി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു പൂൾ ഒരു പ്രോപ്പർട്ടി വരുവാണെങ്കിൽ അത് അവർക്ക് ഒത്തിരി വാല്യൂ അഡീഷൻ കൊടുക്കും. ഒന്ന്, ഒരു പെർ ഡേ പ്രൈസ് ചിലപ്പോൾ 10,000 രൂപ ഹോം സ്റ്റേ, ഒരു സ്വിമ്മിംഗ് പൂൾ വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ 15,000 രൂപ കൊടുക്കാൻ പറ്റുമായിരിക്കും. നമ്പർ 2, ഒരു ദിവസത്തെ സ്റ്റേ ആവും ചിലപ്പോൾ 2-3 ദിവസത്തേക്ക് എക്സ്റ്റെൻഡ് ആയിപ്പെടാം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അത് ബുക്ക് ചെയ്യപ്പെടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. പക്ഷേ ഒരു ഹോം സ്റ്റേ സാധാരണ രീതിയിൽ ഒരു മാസത്തിൽ 10 ദിവസം അല്ലെങ്കിൽ 12 ദിവസം ഒക്യുപ്പൈഡ് ആണെങ്കിൽ ഒരു സ്വിമ്മിംഗ് പൂളിലുള്ള പ്രോപ്പർട്ടി ഒരു പക്ഷേ 18-20 ദിവസം ഒക്യുപ്പൈ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഹയർ പ്രൈസിങ് വരുന്നുണ്ട്, നമ്പർ ഓഫ് ഒക്യുപ്പൻസി ഡേറ്റ്സ് കൂടുന്നുണ്ട്, അവിടെ വന്ന ആൾക്കാരുടെ എക്സ്പീരിയൻസ് കുറേ കൂടെ ബെറ്ററാണ്. സോ ഈ ഒരു പ്രൈവറ്റ് പൂളായിട്ട് വരുവാണ്. ഇപ്പോൾ ഒരു റിസോർട്ടിൽ ഒരാൾക്ക് 50 മീറ്ററോ 20 മീറ്ററോ ഉള്ള പൂള്, വലിയൊരു പൂളുണ്ട്, പക്ഷേ ആ പൂളിൽ 100-150 ആൾക്കാർ ചിലപ്പോൾ ഉണ്ടാവും. അവർക്ക് എത്രത്തോളം പ്രൈവസി ഉണ്ട്, നനഞ്ഞ ഡ്രസ്സ് ഇട്ട് നമ്മുടെ ഭാര്യനെ വേറെ ആൾക്കാർ കാണുന്നതിൽ എത്രത്തോളം ആൾക്കാർ ഹാപ്പി ആവുന്നുണ്ട്. പക്ഷേ ഈ നമ്മുടെ ഒരു പ്രൈവറ്റ് പൂൾ ഒരു ഹോം സ്റ്റേയിൽ വരുന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടേതായ പ്രൈവസി 100% ഒരു മുസ്ലിം ഫാമിലി ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ഫാമിലി ആയിട്ട് ആരും ആയിക്കോട്ടെ, എത്ര ഓർത്തഡോക്സ് ആയിക്കോട്ടെ, എത്ര ന്യൂജൻ ആയിക്കോട്ടെ, അവർ നനഞ്ഞിരിക്കുന്ന രീതിയിൽ അവർക്ക് മാത്രമായിട്ടുള്ള ഒരു പ്രൈവറ്റ് സ്പേസിലായിരിക്കില്ല അവർ കൂടുതൽ കംഫർട്ടബിൾ. അപ്പോൾ ഈ പ്രൈവറ്റ് പൂളുകൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഹോം സ്റ്റേകൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പൂൾ അവർക്ക് താങ്ങുള്ളൂ. 50 റൂമുള്ള ഒരു ഹോട്ടലിലോ റിസോർട്ടിലോ ഒരു പൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ആ പൂളിൻ്റെ കോസ്റ്റ് ഈ 50 റൂമിൽ ഡിവൈഡ് ആയി പോവാണ്. പക്ഷേ 4, 3, 5 ബെഡ്റൂമുള്ള ഒരു ഹോം സ്റ്റേയിലെ പൂൾ വരുമ്പോൾ ആ കോസ്റ്റ് അത്രയും ചെറിയ നമ്പർ ഓഫ് റൂംസിലേക്ക് ഡിവൈഡ് ആയി പോകണേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കോസ്റ്റ്ലി ആയിട്ടൊരു പൂൾ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല സാധാരണ ഒരു ഹോം സ്റ്റേക്കാർക്ക്. അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ പ്രൈസിങ് അത്രയും കൂട്ടിയിടണം. അപ്പോൾ നമ്മൾ ഇത്രയും അഫോർഡബിൾ പ്രൈസിൽ പൂൾ ചെയ്യണോണ്ട് ആ ഹോം സ്റ്റേയുടെ ഓണറിന് അത് ഒത്തിരി വാല്യൂ പ്രൊപ്പോർഷനായിട്ട് വരുന്നുണ്ട്. ഒത്തിരി നല്ല അവർക്ക് ഒരു പക്ഷേ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള എമൗണ്ട് മന്ത്ലി ഇൻകത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. എങ്ങനെയാണ് ഇതെല്ലാം മാനേജ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞല്ലോ ഇത്ര ആൾക്കാരുണ്ട്. ടൈം മാനേജ്മെന്റ് ടിപ്സ് ടൈം മാനേജ്മെന്റ് ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഒരു സൈക്കിള് ഓടാനെ പറ്റി നമ്മൾ പുറത്തും ചിന്തിക്കുകയാണെങ്കിൽ 2 ചക്രം ഉള്ളൊരു സാധനം ഒരു റോട്ടിൽ കൂടെ ഓടാന്ന് പറഞ്ഞാൽ മാറി നീന്തിക്കുന്ന ഒരാൾ അതിന് സൈക്കിളോട്ട് അറിയാത്തവരെ സംബന്ധിച്ചോളം ഒരു സർക്കസാണ്, നിർബന്ധമായിട്ടൊരു സർക്കസാണ്. 2 ചക്രം എങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങോട്ടോ വീഴാം. അപ്പോൾ സൈക്കിളോട്ട് അറിയാത്തവരെ സംബന്ധിച്ചിടത്തോളം സൈക്കിൾ ഓട്ടുന്ന ഭയങ്കര വലിയ സർക്കസാണ്. പക്ഷേ സൈക്കിളോട്ട് അറിയുന്നവരെ സംബന്ധിച്ചത് സിംപ്ലസ്റ്റ് കാര്യമാണ്. അപ്പോൾ ഇതൊരു ട്രാക്കിലേക്ക് ആവാന്നുള്ളതാണ്. എന്തൊരു സാധനം ഒരു പ്രോസസ് ഫ്ലോയിൽ വീണ് കഴിഞ്ഞാൽ ആ പ്രോസസ്സ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ആ പരിപാടി ആ രീതിയിൽ നടന്നോളൂ. അതിന് പിന്നെ എന്തെങ്കിലും ചെറിയ ഗ്ലിച്ചസ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് മാത്രം കറക്റ്റ് ചെയ്ത് പോയാൽ മതി. അത് എന്ത് സാധനം ആയിക്കോട്ടെ. ഇപ്പോൾ വിട്ടോക്സ് ഇപ്പോൾ ഇത് നടക്കുന്ന രീതി ഇപ്പോൾ നിങ്ങൾ ചെയ്ത് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു എവരി ഡേ ചെയ്യുന്ന ഒരു സംഭവം പോലെ. പക്ഷേ പുതിയൊരു 4 പേരോടെ പിരിച്ചിരുത്തി വയ്ക്കുക ഈ പരിപാടി ചിലപ്പോൾ ഇതുപോലെ അവരെ സംബന്ധിച്ചിടത്തോളം എന്തോ വലിയൊരു സംഭവമായിട്ട് അവർക്ക് ഫീൽ ചെയ്യും. ഈ 15 മിനിറ്റ് 1 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞ സംഭവം അവരെ സംബന്ധിച്ചിടത്തോളം ദിവസങ്ങളുടെ ലെങ്ത് ഒക്കെ അവർക്ക് ഫീൽ ആവും. പിന്നെ ഞാൻ ഈ മനോജന്റെ ഫ്രണ്ട് സർക്കിളിലൊക്കെ ഞാൻ ഈ പറഞ്ഞ നമ്മൾ ഈ ഡിസ്കഷന് പോകുമ്പോൾ ഇരുന്നുണ്ട്. അപ്പൊ മനോജന്റെ പാർട്ട്നേഴ്സിൽ ചിലവര് പറയാറുണ്ട് മനോജന്റെ ഒരു സാധനത്തിന് അപ്രോച്ച് ചെയ്യുന്ന രീതി. മനോജേട്ടനോട് ഒരു സാധനം നിങ്ങൾ അത് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ ടർഫ് ബിസിനസ് അങ്ങനെ ആരംഭിച്ചത് ആരോ ചോദിച്ചത് ചോദിച്ചു. പിന്നെന്താ ആള് ചേട്ടൻ പറയാ ആള് ഈ സാധനം ഈ വള്ളി എടുത്ത് തലയിൽ വെക്കും, ഒന്നും ചോദിക്കില്ല. പിന്നെന്താ ചെയ്യാന്ന് പറയും. എന്നിട്ട് അതിലിറങ്ങിയതിന് ശേഷം ഈ വള്ളി
അയച്ചെടുത്താനുള്ള അല്ല അത് ഞാൻ അതിന്റെ റിയാലിറ്റി കാര്യം പറയാം. അതായത് നമ്മളിപ്പോ സഫ്നോയി ടർഫ് എന്ന് പറഞ്ഞ സംഗതി പഠിച്ചിട്ടല്ല നമ്മൾ ആരും ഈ പണി സ്റ്റാർട്ട് ചെയ്യണത്. ആ പണി ചെയ്തിട്ടാ പഠിക്കുന്നത്. ബാക്കിയുള്ളവർ ശരിക്കും ടെൻഷൻ ആവുന്നുണ്ട് പണി. പക്ഷെ ആളീ സാധനം എടുത്ത് അതിന് ശേഷമാണ് അതിലത്തെ പ്രോബ്ലങ്ങൾ ഇറങ്ങിയിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യാത്ത കാര്യം. സ്വിമ്മിംഗ് പൂൾ ആയിക്കോട്ടെ, നമ്മൾ ചെയ്ത് പഠിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു പൂൾ പണിയുണ്ടെങ്കിൽ ഇത് പഠിക്കണേ. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ സ്വിമ്മിംഗ് പൂൾ പണിയുമ്പോൾ നമ്മുടെ തന്നെ പ്രോപ്പർട്ടിയിലാണ് പണിയാണ്. നമ്മുടെ പ്രോപ്പർട്ടി തന്നെ പണിയുന്നു. അപ്പോൾ അതിനെ കുറച്ച് ആൾക്കാരെ നമ്മൾ സെറ്റ് ചെയ്യുന്നു. അതായത് പ്ലംബിംഗ് അറിയുന്ന ഒരാൾക്കാരെ അതിന് ട്രെയിൻ ചെയ്തെടുക്കുന്നു. മേസൺ വർക്കും ബാക്കി ഹെൽപ്പറായിട്ട് ബന്ധപ്പെട്ട ഒരാൾക്കാരുടെ ടീം സെറ്റ് ചെയ്യുന്നു. ഇതിന്റെ മോട്ടറും ഫിൽറ്റർ ഇൻസ്റ്റലേഷനായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ആൾക്കാരെ നമ്മൾ ട്രെയിൻ ചെയ്യുന്നു. അവസാനം നമ്മൾ ഈ ചെയ്ത സാധനമെല്ലാം കൊളാവും ചിലപ്പോൾ. അപ്പോൾ അതിന്റെ എങ്ങനെ അത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങൾ പഠിച്ച് അവസാനം ഒരു സ്വിമ്മിംഗ് പൂൾ പണിത ആൾക്കാരെ കൊണ്ട് തന്നെ അതിന്റെ സൂപ്പർവിഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യിക്കും. അപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കി പഠിക്കും. അല്ലെങ്കിൽ അവർ ചെയ്യണമെങ്കിൽ കുറച്ച് നന്നാക്കി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അതെല്ലാം നമ്മൾ ഇമെന്റ് നമ്മൾ ഇത് ഇതിലെങ്ങനെ കാശ് കുറയ്ക്കാൻ വല്ല സാഹചര്യം ഉണ്ടെങ്കിൽ അതെല്ലാം കുറച്ച് അൾട്ടിമേറ്റ്ലി നമ്മളൊരു പ്രൊഡക്റ്റ് ആക്കുവാണ്. അത് പറഞ്ഞാൽ 6 ലക്ഷം രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പൂൾ. 6 ലക്ഷം രൂപ എന്ന് പറഞ്ഞ സംഗതി നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ആ സാധനം ലാസ്റ്റ് ചെയ്യണം. ആ സാധനത്തിന് കംപ്ലൈന്റ് ഉണ്ടാവാൻ പാടില്ല. ആ സാധനം നാളെ പെട്ടെന്ന് വേറെ ആൾ കണ്ട അയ്യെന്ന് പറയരുത്. ഈ രീതിയിലേക്കുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ട് അൾട്ടിമേറ്റ്ലി അത് നമുക്ക് ഒരാളുടെ അടുത്ത് പറയാൻ പറ്റുന്ന സമയത്താണ് അതൊരു ബിസിനസ് ആവണേ. അത്രയും നേരവും ആ പറഞ്ഞ സാധനത്തിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി മുടക്കണ കാശായിട്ട് വിചാരിച്ചാൽ അതൊരു പൂളായിട്ട് ചിലപ്പോൾ വരണമെന്നില്ല ആദ്യത്തെ. അതാ പറഞ്ഞത് ചേട്ടന്. നമ്മളില് പല കാര്യങ്ങളും അതിന്റെ റിസ്ക് പുറത്ത് നിന്ന് ചിന്തിക്കും. ഇറങ്ങിയിട്ട് റിസ്കിനെ ഫേസ് ചെയ്യാന്നുള്ള ഒരു രീതിയാണ് ചേട്ടന്റെ ചേട്ടന്റെ പാർട്ട്ണർമാരുടെ. ഞാൻ വേറെ കാര്യം, നമ്മൾ ഈ പാർക്ക് പണി തുടങ്ങിയെന്ന് വെച്ചാല് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ പ്ലേ പാർക്ക് ഐറ്റംസ് ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം എപ്പോഴാണ് വന്നതെന്ന് വെച്ചാൽ ഈ ഒരു സ്കൂളിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ഈ പ്ലാനറ്ററി ഷോ നടക്കണതാണ്. അപ്പോൾ അവിടുത്തെ ഒരു പ്രിൻസിപ്പാൾ ഒരു സിസ്റ്ററാണ്. അപ്പോൾ അവര് ഞങ്ങളുടെ അടുത്ത് സംസാരിച്ചു. അതായത് ഇവിടുത്തെ പാർക്ക് ഇങ്ങനെ ആകെ നാശമായിട്ട് നടക്കാൻ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്പോൺസറെ കിട്ടുവാണെങ്കിൽ, ഒരു സാധാരണ ഒരു സ്കൂൾ കോൺവെന്റ് സ്കൂൾ പോലത്തെ ഒരു സ്കൂളാണ്, മറ്റേ എയ്ഡഡ് ആണ്. അപ്പോൾ കിട്ടുവാണെങ്കിൽ സ്പോൺസർ പോലത്തെ ആരെങ്കിലും കിട്ടുവാണെങ്കിൽ ഇതൊന്ന് വർക്ക് ചെയ്യണമെന്നിട്ട് കാര്യം. ഇതിപ്പോൾ കുട്ടികളുടെ കൈമ കൊള്ളും, അത് മുറിയണ കാരണം കൊണ്ട് ആ പാർക്ക് മൊത്തത്തിൽ ക്ലോസ് ചെയ്തിട്ടാൽ പോലെ ആൾക്കാരെ അടിയാതെ കയറുന്നില്ല. കുട്ടികളെ കയറില്ല. പാർക്ക് പോലെ എന്തോ ഒരു സ്ട്രക്ചർ അവിടെ ഉണ്ട്. പാർക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല, നശിച്ചൊരു പാർക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ അന്നേരം ആലോചിച്ചെന്ന് പറഞ്ഞാൽ ഇത് ഓൾറെഡി FRP സാധനങ്ങളൊക്കെ അതുമ്പോൾ തന്നെ ഉണ്ട്. ഇനി ആക്ച്വലി കുറച്ച് കമ്പിയാണ് തുരുമ്പിച്ച് പോയേക്കണേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്താൽ നമ്മുടെ റൂഫിംഗ് ഷീറ്റ് ഇട്ട് ഡ്രസ് വർക്ക് ചെയ്യുന്ന 2-3 ആൾക്കാരെ നമ്മളത് കൊണ്ട് കാണിച്ചിട്ട് പറഞ്ഞ് ഇതിനകത്ത് നമുക്ക് കുറച്ച് ഈ സ്ലൈഡിനെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സാധനം പിടിപ്പിച്ച് അത് കൂണി പോലെ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്ലൈഡായിട്ട് വർക്കാവുമോ. അപ്പോൾ അവർ ആദ്യത്തെ നമ്മൾ ആ റിപ്പയർ കംപ്ലീറ്റ് നമ്മൾ ഇവരെ കൊണ്ടാണ് ചെയ്യിക്കണം. പക്ഷെ അതൊരു നല്ല പാർക്കാണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ നോക്കുമ്പോൾ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പാർക്കിൻ്റെ ക്വാളിറ്റിയിലൊന്നും അത് വന്നിട്ടില്ല. പക്ഷെ അൾട്ടിമേറ്റ്ലി കയറാണ്ടിരുന്ന ഒരു പാർക്കിനകത്ത് ഈ കുട്ടികളെ കയറ്റാൻ പറ്റുന്ന രീതിയിലേക്കായി. അത് കഴിഞ്ഞ് ആ പറഞ്ഞ ആൾക്കാരെ കൊണ്ട് തന്നെ നമ്മൾ ബെൻഡിങ് മെഷീൻ വാങ്ങിച്ച് എന്നിട്ട് അവരെ കൊണ്ട് ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഇങ്ങനത്തെ കട്ടിന് വരാതെ ഇങ്ങനെ വളഞ്ഞ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കി തുടങ്ങി. ഈ പിൻട്രസ്റ്റിലെ ഡിസൈൻസും കാര്യങ്ങളെല്ലാം ശരിക്കും നമ്മൾ നോക്കുമ്പോൾ നല്ലതാണ്. പക്ഷേ വാവ് ഫാക്ടർ കണ്ടിട്ട് കാര്യം അത് റിയാലിറ്റിയിലേക്ക് ആക്കിയെടുക്കാൻ പറ്റണം. ആ റിയാലിറ്റിയിലേക്ക് ആക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇതിന് മെയിനായിട്ട് ഈ ബെൻഡിങ് മെഷീൻ മാത്രം പോരാ. അതിന് വേണ്ട അൾട്ടിമേറ്റ്ലി ബാക്കിയുള്ള ഷേപ്പുകളിലേക്കും കാര്യങ്ങൾ എത്താൻ പറ്റുന്ന സാധനങ്ങളുടെ ഡിവൈസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മനുഷ്യനാണ് അത് ബുദ്ധിമുട്ട്. ഒരു മെഷീനെ സംബന്ധിച്ചുള്ള ആ ഷേപ്പുകളിലേക്ക് എത്താന്ന് പറഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടില്ല. അങ്ങനത്തെ മെഷീനുകളിലും ഈ പറഞ്ഞ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ വരുമ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ വാവ് രീതിയിലേക്ക് വരും. ഇത് വരുമ്പോൾ ചെറിയ 2 ബെൻഡൊക്കെ വ്യത്യാസം വരുമ്പോൾ തന്നെ ഇതിന്റെ ഷേപ്പൊക്കെ നമ്മൾ കാണാത്ത രീതിയിലേക്ക് ആയി വരാണ്. അങ്ങനെയാണ് പിന്നെ നമ്മൾ പുതിയ പ്രൊഡക്ട്സിലേക്കും പുതിയ ഡിസൈനിലേക്കും നമ്മൾ എത്തിപ്പെട്ട് അവസാനം ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഏത് വലിപ്പത്തിലുള്ള പാർക്ക് ചെയ്യാനും നമുക്ക് 100% കോൺഫിഡൻ്റ് ആയി. പക്ഷേ സ്റ്റാർട്ട് നോക്കുവാണെങ്കിൽ ഞാൻ ആദ്യം ചെയ്ത പാർക്ക് ഒരു നല്ല പാർക്കാണെന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ പറയുമ്പോൾ അത് ഞാൻ ചെയ്ത ഏറ്റവും മോശപ്പെട്ട പാർക്ക് അതായിരിക്കാം. പക്ഷെ ആദ്യം ഞാൻ ആ മോശപ്പെട്ട പാർക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇപ്പം നല്ല പാർക്ക് ചെയ്യാനുള്ള കോൺഫിഡൻസിലേക്ക് വർത്തമാനം പറയാൻ പറ്റത്തില്ല. ഇതുപോലെ തന്നെ പൂളിൻ്റെ കാര്യം, ഞാൻ ആദ്യം ചെയ്ത പൂൾ നല്ല പൂളല്ല. പക്ഷെ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പൂളുകളുടെ ഫിനിഷും ഇപ്പം നമ്മൾ ചെയ്യുന്ന പൂളിൻ്റെ പെർഫെക്ഷൻ കാര്യങ്ങളൊക്കെ ഭയങ്കര നന്നായിട്ട് വന്നിട്ടുണ്ട്. അത് ഏതൊരു സാധനം ആയിക്കോട്ടെ. നിങ്ങളുടെ ആദ്യത്തെ വിക് ടോക്സിലെ വീഡിയോയും ഇപ്പോഴത്തെ വീഡിയോ നമ്മൾ ചോദിക്കുമ്പോൾ എന്തോരം വ്യത്യാസം വന്നിട്ട് നോക്കിയാൽ അപ്പൊ അതൊരു ഇപ്പൊ ഈ സംഗതികളെല്ലാം ഒരു ചക്രത്തിന്റെ അകത്തേക്ക് വന്ന് കറക്റ്റ് ആ ഫ്ലോയിൽ വന്നുള്ള രീതിയായി കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം സിമ്പിളാണ്. സിമ്പിളാന്ന് പറഞ്ഞാൽ സിമ്പിൾ ആക്കണം, അല്ലെങ്കിൽ ആ പണി നിർത്താം. അങ്ങനെ ചേട്ടൻ ഫിഗർ ഔട്ട് ചെയ്ത് വന്നപ്പോ പിന്നെ ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും ബിസിനസ് ഉണ്ടോ? ഇഷ്ടംപോലെ ഉണ്ട്. ഞാൻ ചെയ്ത എല്ലാ ബിസിനസ്സും സക്സസ് അല്ല. ഞാൻ ചെയ്ത ബിസിനസ്സിൽ എനിക്ക് ഇഷ്ടംപോലെ നഷ്ടങ്ങളും പറ്റിയിട്ടുണ്ട്, ഇഷ്ടംപോലെ പാഠങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മാളുകളിൽ ഞാൻ ഗെയിം സോൺ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ തൃശ്ശൂർ മാൾ ഓഫ് ജോയിൽ ഞാനൊരു 3000-4000 സ്ക്വയർ ഫീറ്റിൻ്റെ ഗെയിം സോൺ നടത്തിയിട്ടുണ്ട്. നമ്മുടെ മാൾ ഓഫ് ജോയ് കോട്ടയം അവിടെ ഞാനൊരു 5000-6000 സ്ക്വയർ ഫീറ്റിൻ്റെ ഗെയിം സോൺ നടത്തിയിട്ടുണ്ട്. ഈ ഗെയിം സോൺ എന്ന് പറഞ്ഞ സംഗതി ജീവിതത്തിൽ ഇനി ഒരാൾ ചെയ്യരുന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യും. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ലുലു മാളിലെ വലിയ ഗെയിം സോണൊക്കെ കണ്ടിട്ട് ഈ 6000 സ്ക്വയർ ഫീറ്റിൻ്റെ ഗെയിം സോൺ വന്ന് കാണുമ്പോൾ ഇത്ര ഉള്ളോ, ഈ സാധനം സെറ്റ് ചെയ്യാൻ വേണ്ടി എത്ര കൂടാനെ കൂടി കണ്ടിട്ട് ഇൻവെസ്റ്റ്മെന്റ് ആവുന്നുണ്ട്. ഇവരെല്ലാം കളിച്ച ഒരാൾ 1 പ്രാവശ്യം കളിച്ച് 2 പ്രാവശ്യം 3-ാമത്തെ പ്രാവശ്യം ഇത് പഴയ സാധനം
ഇത് ഒരെണ്ണം മേടിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് റീപ്ലേസ് ചെയ്ത് ഓരോ മാസം 2 മാസം കൊണ്ട് നമുക്ക് മേടിക്കാൻ പറ്റത്തില്ല. ഒരു ക്രൗഡിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോഴും വേണ്ട പുതുമയാണ്. നമുക്ക് എല്ലാ 2 മാസം കൂടുമ്പോൾ ഈ സാധനങ്ങൾ കൂടെ മാറ്റി അവരുടെ പുതുമേനെ തൃപ്തിപ്പെടുത്താൻ നമുക്ക് പറ്റത്തില്ല. ഇപ്പോൾ ഗെയിം സോൺ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും നമുക്ക് ഇനിയുള്ള ക്രൗഡിനെ സാറ്റിസ്ഫൈ ചെയ്ത് അവർക്ക് പുതുമ കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റിയ ഒരു കൺസെപ്റ്റായിട്ട് വരുന്നില്ല. അതൊരു ലോസ് മേക്കിംഗ് പ്രൊപ്പോഷനാണ്. പിന്നെ മാത്രമല്ല ഇപ്പം നമ്മൾ ആലോചിക്കാം, ഗെയിം സോൺ ഞാൻ നടത്തുന്ന സമയത്ത് അതിന് ഡെയിലി 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപയൊക്കെ ഡെയിലി കളക്ഷൻ വരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് പെട്ടെന്ന് ഒരു ദിവസം നോട്ട് നിരോധനം തന്നെ. ഈ സെയിം പരിപാടി ഒരു മാസം നോട്ട് നിരോധനം കഴിഞ്ഞ് വരുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി 1 ലക്ഷം 1.5 ലക്ഷം 2 ലക്ഷം കളക്ഷൻ കൊണ്ടുവരുന്നതിനാണ്. പിന്നെ കാണാൻ കളക്ഷൻ 150 രൂപ 200 രൂപ. പിന്നെ അവിടെ നിന്ന് തന്നെ പറഞ്ഞാൽ ഒരു മാസം നമുക്ക് ആ ഗെയിംസ് നടത്തിക്കൊണ്ട് പോകാൻ ഒരു 6-6 ലക്ഷം രൂപ ചിലവുണ്ടെങ്കിൽ നമ്മുടെ ഈ ചിലവിൻ്റെ 20-ലൊന്നോ 30-ലൊന്നോ പോലും ആ കളക്ഷൻ വന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഗെയിംസ് അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് എന്നൊക്കെ പറയുന്ന നെസിറ്റി അല്ല. അപ്പോൾ ഒരു ഡൗൺഫാൾ, ഒരു പ്രളയം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു നോട്ട് നിരോധനം, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള എന്തിനു പറഞ്ഞ റിസഷൻ പോലത്തെ കൺസെപ്റ്റുകൾ മെയിനായിട്ട് വരുമ്പോൾ ഏറ്റവും ആദ്യം എഫക്റ്റ് ചെയ്യുന്ന സംഗതി ഈ സെഗ്മെൻറ്റാണ്. അപ്പോൾ ഞാൻ ഒരിക്കലും ഒരാളിനി പുതിയതായിട്ടൊരു ഗെയിംസ് തുടങ്ങാൻ പോവുകയാണെങ്കിൽ അവൻ്റെ അടുത്ത് ഇതൊരു നല്ല ബിസിനസ്സായിട്ട് പറയത്തില്ല. പക്ഷേ ഇത് നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇല്ല എന്നല്ല പറഞ്ഞാൽ. അവർക്ക് പക്ഷേ 4, 5, 6, 10 ഗെയിംസ് കൊണ്ടുണ്ടാവും. അവർക്ക് കുറച്ച് ഈ ഗെയിംസുള്ള ഐറ്റംസ് എടുത്ത് അവിടെ കൊണ്ടിട്ട് അവിടെ സാധനം ഇവിടെ കൊണ്ടിട്ട് അവർക്ക് ചിലപ്പോൾ പുതുമ ഉണ്ടാക്കാൻ പറ്റും. ഒരു സാധാരണക്കാരൻ ഒരു ഗെയിംസും 2 ഗെയിംസൊക്കെ ആയിട്ട് തുടങ്ങുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് പ്രോഫിറ്റബിൾ ആവാനായിട്ട് ഇച്ചിരി കഷ്ടപ്പെടാം, വളരെ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ പറയും. അതൊക്കെ ഞാൻ ചെയ്ത് അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും എനിക്ക് സക്സസ് ആക്കി എടുക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച് ഞാൻ ഒഴിവാക്കിയിട്ടങ്ങനെ സാധനങ്ങളൊക്കെയാണ്. പിന്നെ വേറെ ഉണ്ട് ഇതുപോലത്തെ ബിസിനസ് ഞാൻ തുടങ്ങി അവസാനിപ്പിച്ചാൽ ഒത്തിരി ബിസിനസ് ഉണ്ട്. ഇപ്പോൾ മൾട്ടി ഡി തിയേറ്റർ, തൃശ്ശൂർ ആദ്യത്തെ മൾട്ടി ഡി തിയേറ്റർ തുടങ്ങി ഞാനാണ്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് മൾട്ടി ഡി തിയേറ്ററിന് ഒരു ചാമില്ല എന്ന് പറയാൻ കാരണം വെച്ചാൽ ഇപ്പോൾ മൾട്ടി ഡി തിയേറ്റർ ഒരു പുതുമയല്ല. VR ഇപ്പോഴും നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ VR 12D VR എന്ന് പറഞ്ഞാൽ എനിക്കൊരു ചെറിയ സ്ഥാപനമുണ്ട്. അത് നമ്മൾ സ്കൂളുകളിലെല്ലാം VR എക്സ്പീരിയൻസ് കൊടുക്കുന്നുണ്ട് അവർക്ക്. അതിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം തന്നെയാണ്. അതിപ്പം VRൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ VRലുള്ള ക്വാളിറ്റി, അതിൻ്റെ കണ്ടൻസ് ഒക്കെ ഭയങ്കരമായിട്ട് അപ്ഡേറ്റ് ആയി വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇനി എത്ര നാൾ VR പോകുമെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ ഗൂഗിൾ ക്ലാസ്സും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഇനി കുറഞ്ഞു പോകുന്നില്ല. പക്ഷേ VR ആസ് ഓഫ് നൗ VR ഈസ് ഗുഡ്. അതിപ്പോൾ നല്ല രീതിയിൽ തന്നെ പോകുന്നൊരു സ്ഥാപനം നമ്മുടെ തന്നെയാണ്. 12D VR എന്നാണ് ആ കമ്പനിയുടെ പേര്. അത് നമ്മൾ സ്കൂളുകളിൽ ഈ പ്ലാനറ്റേറിയം ഷോടൊപ്പം തന്നെ ഈ VR ഷോ ചെയ്യുന്നുണ്ട് നമ്മൾ. പ്രൊഡക്റ്റ് സ്ലിപ്പ് മീ റീസെന്റ് ആയിട്ട് വന്നു. ഇപ്പൊ കറന്റ്ലി എക്സ്പെരിമെന്റ് സ്റ്റേജിലിരിക്കുന്ന പുതിയ ബിസിനസ് ഏതാ ഉടനെ പുറത്ത് വരാൻ ഞാനൊരു പുതിയ ബിസിനസ് തുടങ്ങുന്നതിനെ പറ്റി ചിന്തിക്കുന്ന ഒരു സ്റ്റേജിലല്ല. ഞാനിപ്പോൾ ആസ് ഓഫ് ഈ സ്ലിപ്പ് മീ എന്ന് പറഞ്ഞ സംഗതിനകത്ത് ഇനി അത്യാവശ്യം കൂടുതൽ പണിയെടുക്കാനുണ്ട്. ഞാൻ പറഞ്ഞത് ഇതൊരു ചക്രത്തിൽ വീണ്ട ഒരു സാഹചര്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഈ പ്രൊഡക്റ്റ് ഓക്കെയാണ്, ഈ പാക്കിംഗ് എന്നെ സംബന്ധിച്ചോളം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എനിക്കറിയില്ല, കാണുന്ന ആൾക്കാരെല്ലാം ഇതിനെപ്പറ്റി നല്ല അഭിപ്രായം പറയുന്നതാണ് എൻ്റെ പ്രതീക്ഷ. നമ്മുടെ വെബ്സൈറ്റ് ക്ലീനാണ്, നമ്മുടെ ബാക്കിയുള്ള പ്രൊമോഷൻ സ്റ്റേജിലുകളൊക്കെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തൊരു 3, 4, 5 മാസമെങ്കിലും മിനിമം പണിയെടുത്താലാണ് ഞാൻ ആ പറഞ്ഞ ചക്രത്തിലേക്ക് ഇതാവുള്ളൂ. ഇതിപ്പോൾ ആ ചക്രത്തിൽ എത്തിയിട്ടില്ല. ആ സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഇനി അടുത്തൊരു കാര്യത്തെ പറ്റി ചിന്തിച്ച് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ. ഇതിപ്പോൾ ആവശ്യത്തിന് പണിയുണ്ട്, നമ്മൾ ഉദ്ദേശിച്ച അത്രയും പണിയല്ല ഇതിനകത്ത്. ഇപ്പോൾ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതിയൊക്കെ ഇതിൻ്റെ A to Z രീതി വരെയാണെങ്കിൽ പോലും കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. അത് ഈ പ്രൊഡക്റ്റ് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ആക്കി എടുക്കാനായിട്ട് ഒത്തിരി സമയം എനിക്ക് മെനക്കേണ്ടി വന്നിട്ടുണ്ട്. ഒത്തിരി സമയം, അതായത് ഇതിപ്പോൾ സാഷേ പാക്കിങ്ങിലാക്കി കഴിഞ്ഞ് ഇപ്പോൾ ആയി ഞാനൊരു 4 പേരുടെ അടുത്ത് പറഞ്ഞത് നല്ല എന്നുള്ള തോന്നൽ വന്നിട്ട് വേണ്ടേ നമ്മൾ ആ സാധനത്തിനെ ലോഞ്ച് ചെയ്യുമെന്ന് പറയാൻ വേണ്ടിയിട്ടായിട്ട്. അല്ലാത്തവർക്കും കാലം ഇതിന് നല്ലൊരില്ലാത്ത സാധനം ഇത് എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കാൻ മാത്രമേ കൊള്ളത്തുള്ളൂ. അത് മാർക്കറ്റിൽ കൊണ്ടുവരാനോ അല്ലെങ്കിൽ 4 പേരുടെ അടുത്ത് പറയാനത് നല്ലൊരു സാധനമായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതാണ് നമുക്ക് അടുത്തൊരു 4, 5, 6 മാസം പണിയെടുക്കാനുള്ള ഒരു സംഭവം. ഇത് ചിലപ്പോൾ നന്നാവാം. എന്ന് പറഞ്ഞാൽ സാധനം നല്ലതാണ്. ഒരു ആസ് എ ബിസിനസ് മോഡൽ ഇത് പ്രോഫിറ്റബിൾ ആവില്ല എന്നുള്ളതിനെ പറ്റി എനിക്കിപ്പോൾ പറയാനുള്ളൊരു സാഹചര്യം ആയിട്ടില്ല. കാരണം ഇതൊരു പുതിയ കൺസെപ്റ്റാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം അധികം കോമൺ അല്ല. ഇതേപോലെ വേറെ സാഷയിൽ പ്രൊഡക്ട്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കേരളത്തിൽ വളരെ കുറവാണ് അവൈലബിലിറ്റി, ഉണ്ടെങ്കിൽ തന്നെ ഉള്ളൂ. ഓൺലൈനിൽ ഈ സാധനം അവൈലബിൾ ആണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ പ്രൊപ്പോഷൻ വെച്ചിട്ട് 69 രൂപ പോലത്തെ ഒരു സാധനം വീട്ടിലെത്തിച്ച് തരുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ 30 രൂപ നമ്മൾ കൊറിയർ ചാർജൊക്കെ ആഡ് ചെയ്തിട്ട് അതിനുണ്ടാകുന്ന മാർജിൻസ് ഒക്കെ ഭയങ്കര മിനിമൽ. അതൊക്കെ വെച്ച് നമ്മളിപ്പോൾ സ്പെൻഡ് ചെയ്യണ എമൗണ്ടൊക്കെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ മാജിക്ക് സംഭവിക്കണം. ഇനി സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പൈസ വെച്ചിട്ടായാലും അത് കുറേ നാളത്തേക്ക് അത് ലോസ് ആയിരിക്കും. ചേട്ടന്റെ ബിസിനസ്സിലൊക്കെ ഒരു കോമൺ തീം എന്ന് പറഞ്ഞ ഒരു ഫൺ, അതുണ്ട്. അത് ഞാൻ ചെയ്യുന്ന ഈ പറഞ്ഞ ബിസിനസ്സുകളിലെല്ലാം ഒരു തമാശയുടെ എലമെന്റ് കൊണ്ടുവരണം എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ ഈ എന്റർടൈൻമെന്റ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു സെഗ്മെന്റിലാണ് ഞാൻ ഈ പരിപാടിയൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ അത് പൂളായിക്കോട്ടെ, അതല്ലെങ്കിൽ പ്ലേ ഏരിയ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ, അതല്ലെങ്കിൽ നമ്മുടെ ഈ ഹോം സ്റ്റേയുടെ കാര്യങ്ങൾ, എല്ലാവർക്കും ആൾക്കാർക്ക് സന്തോഷം കിട്ടിക്കഴിയുമ്പോൾ അത് നമുക്കും ഒരു സന്തോഷം ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്ലിപ്പ് മീയുടെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന
ടോക്സ് അത് ഞാൻ കാര്യമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒത്തിരി സീരിയസ് ആയിട്ടുള്ള കാര്യം ഇതുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഒന്നും തന്നെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മളെപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സംസാരം വരുമല്ലോ അതിനകത്ത് ഒരു 10 മിനിറ്റ് കൂടുമെങ്കിലും 15 പ്രാവശ്യം ചിരിക്കാനുള്ള സാഹചര്യം വരും. അതങ്ങനെയാണ് ഈ പ്രൊഡക്റ്റിന്റെ കാര്യം. അങ്ങനെയാണ് നമ്മൾ അതല്ലാണ്ട് ഈ പ്രൊഡക്റ്റിനെ പറ്റി ഒത്തിരി സീരിയസ് ആയിട്ട് 4 ഒരു ടൈം കൂട്ടിയിട്ട് ചുറ്റുമുടി ഇരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ ആ ഒരു സെഗ്മെന്റിനെ പറ്റി ചിന്തിച്ച് ചിരിച്ച് നല്ല രീതിയിലുള്ള ഒരു എന്റർടൈൻമെന്റ് മൂഡിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നാളെ മറ്റന്ന് ഈ മെസ്സേജ് കറക്റ്റായിട്ട് ആൾക്കാരുടെ അടുത്തേക്ക് എത്തുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഇതോടുകൂടി എത്തും തോന്നുന്നു. പിന്നെ തീർച്ചയായിട്ടും ഒരു 4 ഫീഡ്ബാക്ക് കൊടുക്കുകയല്ലേ. അല്ല, ഇത് ഒരു കാര്യമാണ് ഞാൻ പറയാം. എനിക്ക് ഇപ്പോൾ വിറ്റ് ടോക്സ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് ജോൺ പറയുന്ന സമയത്ത് ഞാൻ ഡൗട്ട്ഫുൾ ആയിരുന്നു എത്രത്തോളം ഈ സംഗതി നന്നായി വരുന്നുള്ളതായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾ പറഞ്ഞ പല പോയിന്റ്സും ചിലപ്പോൾ ആൾക്കാർക്ക് ഒത്തിരി ഉപകാരം ഉണ്ടാവാൻ ചാൻസ് ഉള്ള കാര്യമായിട്ട് ഞാൻ വിശ്വസിക്കണം. എനിക്കങ്ങനെ തോന്നുന്നു. ചിലപ്പോൾ പല കാര്യങ്ങളും ചിലപ്പോൾ അത്യാവശ്യം ഒരു പോയിന്റെങ്കിലും കൺവേ ചെയ്താൽ നല്ലതായിരിക്കും. ഓയിൽസ് എന്ന് പറഞ്ഞ സാധനം ദയവേത് ലൂബ്രിക്കേണ്ടത് തെറ്റിദ്ധരിച്ചോ അല്ലെങ്കിൽ പരസ്യം കണ്ടോ ദയവേത് ഉപയോഗിക്കാണ്ടിരിക്കുക. വീട്ടിലെ വെളിച്ചെണ്ണയും വീട്ടിലെ പാമോയിലൊക്കെ പപ്പടം കാച്ചാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിനായിട്ട് മാത്രം ഉപയോഗിക്കുക. അത് വാരിക്കോരി തേച്ച് ദയവേത് അനാവശ്യമായ കാര്യം. ഇല്ല, എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു ഡിസ്കഷൻ നടക്കുമ്പോൾ നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഡിസ്കഷൻസ് കൂടുതൽ നടക്കാൻ ഒരു സാധ്യതകളാണ്. എനിക്ക് തോന്നുന്നില്ല നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലായിക്കോട്ടെ അല്ലെങ്കിൽ യൂട്യൂബ് ഏതെങ്കിലും ആയിക്കോട്ടെ അവിടെ ഏതെങ്കിലും ഒരു സെക്ഷൽ വെൽനെസ് പ്രൊഡക്റ്റിന്റെ ഒരു ബ്രാൻഡിന്റെ ബിസിനസ്സുകാരനോ അല്ലെങ്കിൽ ആരെങ്കിലോ അതിന്റെ ആൾക്കാർ അവരെ പ്രൊഡക്റ്റിനെ പറ്റി സംസാരിക്കുന്ന ഒരു ടോക്കോ അല്ലെങ്കിൽ വേറെ എന്തോ കാര്യം എനിക്കറിയത്തില്ല ഉണ്ടോന്നും കാര്യം. ഇതിങ്ങനെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഞാനമ്മമാര് പോലെ ആ ഒരു ഇമേജ് അല്ല, ഞാൻ ഇതൂടെ പറയാം. ഇപ്പൊ നിങ്ങളിപ്പോൾ ആസോന് പറ്റുമെങ്കിൽ ഇതൊക്കെ ഉപയോഗിച്ച് നോക്കാം. നല്ലതാണെങ്കിലും മോശമാണെങ്കിലും നിർബന്ധമായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ തന്നെ വന്ന് ഇത് കൂറയാണെങ്കിൽ കൂറയെന്ന് തന്നെ പറയണമെന്ന് ഞാൻ പറയാം. നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞില്ലെങ്കിലും കൂറയാണെങ്കിൽ കൂറയെന്ന് പറഞ്ഞു ഒരു കുഴപ്പമില്ല. നമ്മുടെ പരിപാടിക്ക് വരുന്ന ആൾക്കാർക്ക് കൊടുക്കല്ലേ കൈയടിക്കുമ്പോൾ ഒരു ബിസിനസ് തുടങ്ങാൻ താല്പര്യപ്പെടുന്ന ഒരാൾക്ക് ചേട്ടൻ എന്ത് അഡ്വൈസ് കൊടുക്കും? ബിസിനസ് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഇത് ഞാൻ പറയാം. ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഒരു കാര്യമായിട്ട് അതൊരു ഫസ്റ്റ് അതിനൊരു ഐഡിയ വേണ്ടേ. ഈ ഐഡിയ എന്ന് പറഞ്ഞ സംഗതി പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻസ് ആണ് എല്ലാ ബിസിനസ്സും. പക്ഷെ ആ പ്രോബ്ലം എന്താണെന്നും അതിന്റെ സൊല്യൂഷൻ എന്താണെന്നും വരുന്നത് ഒരു ഐഡിയ അല്ലേ. അപ്പോൾ ഈ ഐഡിയ ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ആദ്യം അയാൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ദയവേത് കടങ്ങളോ അല്ലെങ്കിൽ അതിഭീകരമായ കമ്മിറ്റ്മെന്റ്സോ വെച്ച് ഒരു ബിസിനസ് തുടങ്ങാണ്ടിരിക്കുക. ഞാൻ തുടങ്ങാണ്ടിരിക്കാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ അയാളെ സംബന്ധിച്ച് ആ ബിസിനസ് കൊണ്ടുവരണമെങ്കിലും പിന്നെ മെയിൻ തലവേദന എന്ന് പറയുന്നത് ഈ കടത്തിന്റെ ലോഡാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഒരു കംഫർട്ടബിൾ സ്റ്റേജിൽ ഇപ്പോൾ സംസാരിക്കുന്നതിൻ്റെ ഒരു റീസൺ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു മുന്നോട്ടേക്ക് പോകുന്നതിൻ്റെ ഒരേ ഒരു ഇപ്പോൾ ഉള്ള ഒരു ഒറ്റയ്ക്ക് റീസൺ അത്രേ ഉള്ളൂ. നമ്മൾ ഡെബിറ്റ്സോ അല്ലെങ്കിൽ വേറെ കമ്മിറ്റ്മെന്റ്സോ ഇല്ല. ഒരു EMI ഇന്നല്ലെങ്കിൽ നാളെ അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് ഇൻവെസ്റ്റേഴ്സ് ഇല്ല. നമ്മൾ പൈസ എല്ലാം നമ്മൾ ഈ പറഞ്ഞ വലിയ ബെൻസോ BMW അല്ലെങ്കിൽ അങ്ങനെ സാധനങ്ങളൊന്നും മേടിച്ചല്ല നമ്മൾ നമ്മുടെ പൈസകൾ ചിലവാക്കിയാണ്. നമ്മുടെ ബിസിനസ്സുകളിലേക്ക് തന്നെയാണ് നമ്മുടെ പൈസ എല്ലാം ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ ഒരു കാരണവശാലും അത് ഡൈവേർട്ട് ചെയ്ത് പോകാണ്ടിരിക്കാൻ മാക്സിമം ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. നാളിൽ മറ്റന്നാ ഇപ്പോൾ ഒരു ബെൻസ് മേടിക്കണമെങ്കിൽ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കാശില്ലായ്മയല്ല, അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കുന്ന സമയത്ത് ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഈ ബിസിനസ്സുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഭാവിയിലേക്ക് ചിലപ്പോൾ റോൾസ് റോയ്സ് ആവുന്നുള്ള പ്രതീക്ഷയാണ്. എന്നാൽ ഞാൻ ചാവണ സമയത്ത് റോൾസ് റോയ്സ് ഉണ്ടാവും എനിക്കറിയത്തില്ല. കാര്യം ബിസിനസ്സിൽ ലോസ് മേക്കിംഗ് പൊസിഷൻസും ഉണ്ട്. ഈ ചിലവാകുന്ന കാശെല്ലാം അൾട്ടിമേറ്റ്ലി പ്രോഫിറ്റ് ആവുന്ന പ്രതീക്ഷകളാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അതിനെ പ്രോഫിറ്റ് എന്ന് പറയാനുള്ളൂ. ചേട്ടന്റെ നഷ്ടക്കച്ചവടത്തിനെ പറ്റി പറഞ്ഞോ? ഷെയർ മാർക്കറ്റിലൊന്നും അങ്ങനെ വലിയ ലോസ് ഒന്നും എനിക്ക് പറയാൻ കൊള്ളാവുന്ന രീതിയിലൊന്നും ഉണ്ടായിട്ടില്ല. ഷെയർ മാർക്കറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് തന്നെ കണക്കാക്കാനുള്ളൂ. അത് ഷെയർസ് എന്ന് പറഞ്ഞ സംഗതി നമ്മൾ മേടിച്ചു, അത് വിറ്റു. ആ വിൽക്കണയും മേടിക്കുന്നതിലുള്ള ടൈം ഫ്രെയിമിന്റെ ഇടയിൽ ചിലപ്പോൾ ലാഭം ഉണ്ടാവുണ്ടാവും, നഷ്ടം ഉണ്ടാവും. അൾട്ടിമേറ്റ്ലി ആ ബൈയിങ് പോയിന്റും സെല്ലിംഗ് പോയിന്റും നമ്മുടെ ഡിഫറൻസ് ആണ് അതിന്റെ ലോസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ 100 രൂപയ്ക്ക് മേടിച്ചൊരു സാധനം 10,000 രൂപ കണ്ടാലും അതൊരു പ്രോഫിറ്റ് അല്ല. അത് വിൽക്കണ സമയത്ത് 90 രൂപ ഉള്ളെങ്കിൽ അത് അൾട്ടിമേറ്റ്ലി ലോസ് തന്നെയാണ്. അപ്പോൾ ഷെയർ മാർക്കറ്റിലെ ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറഞ്ഞ സംഗതിനെ നമ്മളൊരു ബിസിനസ്സായിട്ട് കണക്കാക്കണതിൽ കാര്യമില്ല. അതൊരു ഇൻട്രാഡേ ട്രേഡിങ്ങോ അല്ലെങ്കിൽ ഡേ ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അതൊരു ബിസിനസ് ഉണ്ട്. ലോസ് ഇല്ലാന്നല്ല, പക്ഷെ അതിനെ നമ്മളൊരു ബിസിനസ് ആയിട്ട് കണക്കാക്കില്ല. ദാറ്റ് ഈസ് നോട്ട് എ ബിസിനസ്. അതൊരിക്കലും ബിസിനസ് ഇൻട്രാഡേ ട്രേഡോ അല്ലെങ്കിൽ ഷെയർസിൽ ബൈയും സെല്ലും ചെയ്യണ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഞാനൊരു ബിസിനസ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ ഒന്നായിട്ട് കണക്കാക്കില്ല. ഇപ്പൊ ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റിയ ഒരു സ്പേസ് എന്തായിരിക്കും? ഇപ്പോ ആസ്പയറിംഗ് ഒരു ഓൺടർപ്രണർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ കേരളത്തിൽ തുടങ്ങാൻ പറ്റിയ പുതിയൊരു നല്ല സാധനം ഉണ്ടെങ്കിൽ, അപ്പോൾ എനിക്കറിയത്തില്ല, അത് ഞാൻ വേറെ ആൾക്ക് അഡ്വൈസ് ചെയ്യോ അതിൽ ഞാൻ തന്നെ അതാണ് കറക്റ്റ് കാര്യം. ഐഡിയക്കാണ് കാശ് എന്ന് പറഞ്ഞ് ഞാൻ പണ്ട് പല ആൾക്കാരും വർത്താനം പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് ഭയങ്കര വാലിഡേറ്റഡ് പോയിന്റാണ്. ഈ ഐഡിയ എന്ന് പറഞ്ഞ സംഗതി ഇംപ്ലിമെന്റ് ആക്കാൻ പറ്റണം. അൾട്ടിമേറ്റ്ലി ഇംപ്ലിമെന്റ് ആക്കാന്ന് പറഞ്ഞ സംഗതി അതൊരു സാധാരണ ആൾ പുറത്തുനിന്ന് ആലോചിക്കുമ്പോൾ ഒക്കെ അത് ഇങ്ങനെയൊക്കെ ചെയ്ത് കളയാം. പക്ഷെ ചെയ്യാന്ന് പറഞ്ഞ കൺസെപ്റ്റിലാണ്
അത് അൾട്ടിമേറ്റ്ലി അത് റിയാലിറ്റിയിലാവുള്ളൂ. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ കണ്ട ഒരു അതിഭീകരമായ ബിസിനസ് ഐഡിയ ആണ് ഈ ക്യാനിൽ വെള്ളം കൊടുക്കാന്ന് പറഞ്ഞ കാര്യം. അത് ഇന്ത്യയിലോ കേരളത്തിലോ ഒന്നും പിണ്ടും തോന്നില്ല. പക്ഷേ ഈ ഏതോ ഒരു ഫോറിൻ കൺട്രിയിൽ ഏതോ ഒരാൾ അത് അലുമിനിയം ക്യാനിൽ ഡ്രിങ്കിങ് വാട്ടർ കൊടുത്തത് ഭയങ്കര സക്സസ് ആയി എന്ന് പറയുന്നത്. കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ അതിന് ഭയങ്കര പൊട്ടൻഷ്യൽ ഉണ്ട്. കാരണം ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കുടിക്കുന്ന ഈ വെള്ളം ഇങ്ങനെ കുടിക്കണതും ഒരു ക്യാനിൽ കുടിക്കുമ്പോൾ അതിൻ്റെ ഫീൽ വ്യത്യാസമുണ്ട്. പക്ഷേ അത് എത്രത്തോളം ആൾക്കാർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ മേല. പറയുമ്പോൾ എന്തോ സിമ്പിൾ ബിസിനസ്സാണ്, മിനറൽ വാട്ടറാണ്, ആ പ്ലാസ്റ്റിക് കുപ്പി മാറി അതൊരു ക്യാനിലേക്ക് ആവണ്ട, അത്രേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ഫീൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ചെറിയ പ്രോസസ്സല്ല. അവൻ മുന്നോട്ട് പോകേണ്ട പ്രോസസ്സ് ഭയങ്കര വ്യത്യാസമുണ്ട്. അത് ആ മിനറൽ വാട്ടറിൻ്റെ ടേസ്റ്റ് വ്യത്യാസം. നമ്മളിപ്പോൾ അക്വഫിനാന്ന് പറഞ്ഞൊരു ബ്രാൻഡ് കുടിക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ബ്രാൻഡ് കുടിക്കും, അതിന് അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ട്. അത് നല്ല ടേസ്റ്റാണ് 99% അല്ലെങ്കിൽ 90% ആൾക്കാർക്ക് തോന്നുകയും വേണം. ഈ അലുമിനിയം ക്യാൻ എന്ന് പറഞ്ഞ കോമ്പിനേഷനിൽ അത് പ്രൈസ് പ്രൊപ്പോഷൻ വർക്കായി വരണം. തീർച്ചയായിട്ടും വാല്യൂ ഫോർ മണി ഫീൽ ചെയ്താൽ അതൊരു സക്സസ് ബിസിനസ് മോഡലാവാം കേരളത്തിലും. അത് പുറത്ത് തന്നെ ആവണമെന്നില്ല. അപ്പൊ നമുക്ക് അതിന്റെ പിന്നാലെ മനോജേട്ടൻ എന്തെങ്കിലും കൂടുതൽ ഞാൻ ഈ എപ്പിസോഡിന്റെ ക്ലൈമാക്സിനെ പറ്റി എന്താണ് ചേട്ടന്റെ അഭിപ്രായം? വളരെ സ്മൂത്ത് തീർക്കാറായോ? ക്ലൈമാക്സ് ഗ്ലൈഡിംഗ് മൊമെന്റ് അല്ലേ? ഈ എപ്പിസോഡിനെ കുറിച്ച് പറയാം. അതെ, വളരെ ഒരു ഗ്ലൈഡിംഗ് മൊമെന്റ് ആയിരുന്നു. വളരെ സ്മൂത്ത് ആയിട്ട് സ്ലിപ്പ് ആയി നമ്മള് വളരെ സ്മൂത്ത് ആയിട്ടാണ് ഈ ബ്രാൻഡിനെ പ്ലേസ് ചെയ്തത്. ഒരു സ്മൂത്ത് കോൺവെർസേഷൻ ആയിരുന്നു അല്ലേ? ഹാപ്പി അല്ലായിരുന്നു? ഞാൻ ഹാപ്പിയാണ്. എനിക്ക് എൻ്റെ ആദ്യത്തെ ഒരു പോഡ്കാസ്റ്റ് ഫീലാണ്. എൻ്റെ ഫസ്റ്റ് പോഡ്കാസ്റ്റ് ആണ്. എനിക്ക് ഈ ഒരു കൺസെപ്റ്റ്, അതായത് കുറേ നേരം ഒരേ ഒരു പെർട്ടിക്കുലർ പോയിന്റിനെ പറ്റിയുള്ള ഡിസ്കഷൻ ചിലപ്പോൾ ബോറിംഗ് കൺസെപ്റ്റ് ആയിട്ട് വരാം. അതല്ലെങ്കിൽ ആ സംഗതിയിൽ എത്രത്തോളം തമാശകളോ ആൾക്കാരെ എൻഗേജ് ആക്കാൻ പറ്റുന്നുള്ള കാര്യത്തിൽ എന്നെ സംബന്ധിച്ചോളം എക്സ്പീരിയൻസ് പറയുന്നത് നിങ്ങളൊക്കെ ഈ കാര്യത്തിൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഈ ഒരു മണിക്കൂർ ചിലപ്പോൾ ആൾക്കാർ കാണാൻ പറ്റുമായിരിക്കും. നമുക്ക് അതിൽ റീൽസും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ ആ പോസിറ്റീവ് നോട്ടിൽ അപ്പൊ നിങ്ങളെല്ലാവരും നമ്മൾ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങളെല്ലാവരും വിസിറ്റ് ചെയ്യുക, ഡു വിസിറ്റ്. അല്ല, ഈ നമ്മുടെ വിറ്റ് ടോക്സിന്റെ കസ്റ്റമേഴ്സിന് നമുക്ക് ഡിസ്കൗണ്ട് ഓഫർ കൊടുക്കുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? 50% ഡിസ്കൗണ്ട് കൂടെ റെഡി ആക്കിയല്ലോ. 50% എന്ത് വേണ്ടേ? 50 ഞാനൊരു എന്തായാലും ഒരു പ്രൊമോ കോഡ് റെഡി ആക്കി തരാം. നമ്മൾ ഇതൊന്നും ലാഭം പ്രതീക്ഷിക്കണമായില്ല, ആൾക്കാരിൽ എത്തട്ടെ. ആൾക്കാർ എത്തിക്കഴിഞ്ഞതിന് ശേഷം ആൾക്കാർക്ക് അത് യൂസ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പൊ ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അതിന് വിലയില്ല അല്ലേ? അപ്പൊ എന്ത് സാധനത്തിന് ചെറിയ പ്രൈസെങ്കിൽ ചെറിയ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു വിലയാണ്. ആവശ്യമുള്ള ആൾക്കാർ അത് ഉപയോഗിച്ച് ട്രൈ ചെയ്ത് നോക്കട്ടെ. 50% ഡിസ്കൗണ്ട്. അപ്പൊ നിങ്ങൾ ഈ അവസരം ഉപയോഗിക്കുക. 50% ഡിസ്കൗണ്ടിൽ ഈ സംഭവം നമ്മളൊരു പ്രൊമോ കോഡ് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അതിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണ കസ്റ്റമേഴ്സ് നിങ്ങളുടെ അഭിപ്രായം കമന്റും ചെയ്യാം. കപ്പിൾസിന് സിംഗിൾസിന് ആർക്കും ഉപയോഗിക്കാൻ ദീപക് എല്ലാവർക്കും ഉപയോഗിക്കാം. അപ്പോൾ അത്രയുള്ളൂ. അടിപൊളി ഒരു എപ്പിസോഡായിരുന്നു വിശ്വസിക്കുന്നു. ബൈ ബൈ. ബൈ.